സ്രാമ്പിക്കൽ തുടങ്ങിയ 4 പള്ളികളിലുണ്ട്. വളരെ പ്രധാനപ്പെട്ട പല റോളുകളും അച്ഛൻ വഹിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരെണ്ണം, അദ്ദേഹം കാർഡിനൽ വർക്കി വിധേയത്തിൻ്റെ ഓഫീസ് സെക്രട്ടറി ആയിരുന്നു 2004 തൊട്ട് 2008 വരെ 4 വർഷം. അത് സഭയുടെ ഒരു സുവർണ്ണ കാലഘട്ടമായിരുന്നു. അപ്പം അച്ഛൻ്റെ ഒക്കെ കയ്യൊപ്പ് അതിനകത്ത് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മറ്റൊരെണ്ണം, അദ്ദേഹം നമ്മുടെ ട്രിബ്യൂണൽ, സഭയുടെ ട്രിബ്യൂണലിൻ്റെ ഒരു ജഡ്ജായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് 2017-19 2 വർഷം. വളരെ ഉത്തരവാദിത്തമുള്ളൊരു ജോലിയാണ്. അതിനുശേഷം 2019-20 വൈസ് ചാൻസലർ ആയിരുന്നു, എറണാകുളം അങ്കമാലി രൂപതയുടെ വൈസ് ചാൻസലർ. അതിനുശേഷം 2020-22 അദ്ദേഹം ചാൻസലറായി. വളരെ ഉത്തരവാദിത്തമുള്ള ഒരു റോളാണ്. ആർച്ച് ബിഷപ്പ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചാൻസലറാണ് രൂപതയുടെ ഭരണാധികാരി. അപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുണ്ട്. അത് 2 വർഷം ഉണ്ടായിരുന്നു. പിന്നെ അദ്ദേഹം സെക്രട്ടറി ഓറിയൻ്റൽ കാനോൻ ലോ സൊസൈറ്റി, അതിൻ്റെ സെക്രട്ടറി ആയിരുന്നു 2019 തൊട്ട് 2022 വരെ. 4 ആർട്ടിക്കിൾ അച്ഛൻ എഴുതിയിട്ടുണ്ട്. അതുമാതിരി തന്നെ ടീച്ചിങ്ങിൽ അദ്ദേഹത്തിന് വളരെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. പൊന്തിഫിക്കൽ സെമിനാരിയിൽ 2003 തൊട്ട് 2007 വരെ 4 വർഷം ആലുവയിൽ പഠിച്ച സെമിനാരിയിൽ തന്നെ അവിടെ അധ്യാപകനായിരുന്നു. പിന്നെ ധർമാരാം ബാംഗ്ലൂരിൽ കാനോൻ ലോയുടെ പ്രൊഫസറായിരുന്നു 2019-22. അതുമാതിരി തന്നെ നിവേദിത ഇൻസ്റ്റിറ്റ്യൂട്ട് ആലുവയിൽ 2018 തൊട്ട് 21 വരെ. അപ്പം സിഗ്നിഫിക്കൻറ്റ് ടീച്ചിങ് എക്സ്പീരിയൻസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ്. ഇപ്പോൾ എറണാകുളം അങ്കമാലിയുടെ പൂണിത്തുറ സെൻറ്റ് ജെയിംസ് പാരീഷിലെ വികാരിയാണ്. അച്ഛനെ നമുക്ക് കിട്ടിയതൊരു വളരെ ഭാഗ്യമാണ് കേട്ടോ. ഞാൻ വലിയ പ്രസംഗത്തിലേക്കൊന്നും പോകുന്നില്ല, കാരണം അച്ഛൻ ഇതിനകത്ത് വളരെ എക്സ്പേർട്ടാണ്. നമ്മളിത് 3ാമത്തെയാണ്. നമ്മൾ 3 നമ്മുടെ ഫോറം പ്ലാൻ ചെയ്തത്. ഒന്ന് സ്പിരിച്വൽ അബ്യൂസ്, അത് ഞാൻ തന്നെയാണ് എടുത്തത്, നവംബർ 11. ഡിസംബർ 6 ഉണ്ടായിരുന്നു, വളരെ നല്ലൊരു ഓൺലൈൻ സെമിനാർ ആയിരുന്നു. സിനഡാലിറ്റി വിഷൻ ഓഫ് പോപ്പ് ഫ്രാൻസിസ്, ഫാദർ ജേക്കബ് നാലുപറയിൽ. ഇത് 3ാമത്തെയാണ്. നമ്മൾ 3 പ്ലാൻ ചെയ്തത്. പിന്നെ ഇൻട്രൊഡക്ഷൻ ടു കാനോൻ ലോ. അച്ഛനെ എല്ലാവരുടെയും പേരിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് പങ്കെടുക്കുന്ന, എനിക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്ന 71 പേര് ഇപ്പോൾ ഉണ്ട്. കുറച്ച് പേരും കൂടെ ജോയിൻ ചെയ്യുമായിരിക്കും. നമ്മുടെ കമ്മിറ്റി മെമ്പേഴ്സൊക്കെ ഉണ്ട്. സെക്രട്ടറി സജി തോമസ് ഉണ്ട്. സജി ഒന്ന് കൈവക്കൂ. സജി അമേരിക്കയിലൊരു ഫാമിലി ഫ്രണ്ട് ഇത്തിരി ഒരു യാത്രയൊക്കെ കഴിഞ്ഞ് ഇന്നലെ രാത്രിക്ക് എത്തിയതേ ഉള്ളൂ. ഇപ്പോൾ സജിയുണ്ട്. നമ്മുടെ ഭാരവാഹികൾ എല്ലാവരും ഉണ്ട്. നാൻസി ജോയിൻറ്റ് സെക്രട്ടറി ഉണ്ട്. ബിന്ദു നമ്മുടെ കമ്മിറ്റി മെമ്പർ. സിബി തോമസ് യാത്ര പോകാനുള്ള ആളാണ്, നാട്ടിലേക്ക് വന്നിട്ട് കയറിയിട്ടുണ്ട്. ദീപ, ഡാരൻ, അതുമാതിരി തന്നെ ജോ മുരിക്കൻ തുടങ്ങിയ എല്ലാവരും. നിങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള റെപ്രസെൻറ്റേഷൻ ഉണ്ട് ഇതിനകത്ത്. നിങ്ങളെല്ലാവരും ഞാൻ ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് അച്ഛനെ ക്ലാസ് തുടങ്ങാനായിട്ട് ഞാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അച്ഛനൊരു ചെറിയ പ്രാർത്ഥനയോടുകൂടി തുടങ്ങും. വളരെ ഒരു ബ്രീഫായിട്ടൊരു പ്രാർത്ഥന. താങ്ക് യു. വെൽക്കം ഫാദർ ബിജു. താങ്ക് യു. പറഞ്ഞ നല്ല വാക്കുകൾക്കൊക്കെ നന്ദി. നമുക്കൊരു പ്രാർത്ഥനയോടെ തുടങ്ങാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനം ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. യെസ്, എന്നെ ഈ ദിവസങ്ങളിൽ കോണ്ടാക്ട് ചെയ്തത് ടോമി ചേട്ടനാണ്. നിങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ എന്നോട് സൂചിപ്പിച്ചു. ഞാൻ ആമുഖമായിട്ട് പറയുന്ന കാര്യം, എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഏറ്റവും ബേസിക് ആയിട്ട് കാനനെ കുറിച്ച് പറയാനാണ്. ഇതുവരെ ഒന്നും കേട്ടിട്ടില്ല എന്നുള്ള നിലയിൽ ഓഡിയൻസിനെ കണ്ട് പറയണം. പ്രത്യേകിച്ച് ഇതിന്റെ ചില കൺസെപ്റ്റുകൾ വിവരിക്കാനാണ് പറഞ്ഞേക്കണേ. അത് കഴിഞ്ഞൊരു സെക്കൻഡ് പാർട്ടിൽ നമുക്ക് ഇപ്പൊ അവിടെ ഫേസ് ചെയ്യുന്ന ചില ഇഷ്യൂസ് ഉണ്ട്. അതിനെക്കുറിച്ച് എന്നോടൊന്നും പറയണ്ട എന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷെ ആ ഇഷ്യൂസ് മനസ്സിലാക്കാനായിട്ട് ചില അതിന്റെ കൺസെപ്റ്റുകൾ അല്ലെങ്കിൽ നിയമത്തിൽ എന്താണ് പറയുന്നതെന്ന് തീർച്ചയായിട്ടും പ്രസന്റ് ചെയ്യാം നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട്. നമ്മളൊരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ്. അപ്പൊ ഇതിൽ ഒപ്പീനിയൻസ് പറയുന്നതിൽ അതിൻ്റെതായ പരിമിതികളുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളെ സഹായിക്കാനൊക്കെ വളരെ സന്നദ്ധനാണ് ഞാൻ. നമുക്ക് അങ്ങനെയുള്ള എന്തെങ്കിലും സംശയങ്ങളും ഗൈഡ് ലൈൻസ് ഒക്കെ വേണമെങ്കിൽ തീർച്ചയായിട്ടും ചെറിയ ഒരു ഗ്രൂപ്പിലോ അതിൻ്റെ നിങ്ങളുടെ കമ്മിറ്റിയോ അങ്ങനെയൊക്കെ ആയിരിക്കും നല്ലത്. ഈ ഓപ്പൺ പ്ലാറ്റ്ഫോമിൽ നമ്മൾ ബേസിക് ആയിട്ട് നമ്മുടെ കാനനിലോ അല്ലെങ്കിൽ സഭയുടെ സ്ട്രക്ചർ അങ്ങനെയുള്ള വിഷയങ്ങളൊന്നും മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഇത് ഈ 1 hour സെഷൻ കൊണ്ട് എല്ലാം ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മണിക്കൂറുകൾ വേണ്ടി വരുമായിരിക്കും. എന്നാലും
അടിസ്ഥാനപരമായിട്ട് നമ്മുടെ വിഷയങ്ങളും അല്ലെങ്കിൽ സഭയുടെ അഡ്മിനിസ്ട്രേഷനൊക്കെ മനസ്സിലാക്കാൻ സഹായിക്കുന്ന വിധത്തിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ. ചിലപ്പോൾ കുറെ പേർക്ക് ഇത് എന്താ പറയാ പുതുമയൊന്നും ഉണ്ടാവില്ല, വേറെ ചിലർക്ക് ഒരു പുതുമയായിരിക്കും. ഒരു അഡ്വാൻസ്ഡ് സെഷനൊക്കെ വേണമെങ്കിൽ അത് നമുക്ക് പിന്നീട് പ്ലാൻ ചെയ്യാം. ഇത് ബേസിക് കാര്യങ്ങളാണ് പറയാൻ പറഞ്ഞിട്ടുള്ളത്. അതിൻ പ്രകാരമാണ് ചെറിയ നമ്മുടെ സ്ലൈഡ്സ് തയ്യാറാക്കിയിട്ടുണ്ട്. അത് ഷെയർ ചെയ്യുന്നതനുസരിച്ച് ഞാൻ പറഞ്ഞു പോകാം. കുറച്ച് ഓക്കെ. അച്ഛാ, ഞങ്ങൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ലൈവ് നോ പോകാൻ പ്രോബ്ലം. പറ്റുമെങ്കിൽ ലൈവും പോകുന്നുണ്ട്. ഓക്കെ. ഒരു കുഴപ്പമില്ല. ഓക്കെ. അപ്പൊ ബേസിക് ആയിട്ടുള്ള നമ്മുടെ നിയമവശങ്ങളൊന്ന് കാണുക. അതിന്റെ വെളിച്ചത്തിൽ വായിച്ചും അല്ലെങ്കിൽ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അടിസ്ഥാനപരമായ ചില ഇൻഫർമേഷൻസ് ആണ് കാനഡയെ കുറിച്ച് ഇന്നത്തെ ഈ ഒരു സെഷൻ പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുക. നമുക്ക് ഒന്ന് ഷെയർ ചെയ്ത് തുടങ്ങാം. അപ്പൊ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ എളുപ്പമുണ്ടാവും. ഞാൻ അതിന്റെ ടൈറ്റിലുകൾ മാത്രമാണ് നമ്മുടെ പവർ പോയിന്റിൽ കാണിക്കുന്നത്. ടോം ചേട്ടൻ ഷെയർ ചെയ്യുന്നോ? അച്ഛനെ ഞാൻ ഷെയർ ചെയ്യാനായിട്ട് ആക്കിയിട്ടുണ്ട്. അച്ഛൻ തന്നെ ഷെയർ ചെയ്യാൻ പറ്റുമോ? ഇവിടെ ഓക്കെ. വരുന്നില്ല. കാണാൻ പറ്റുന്നുണ്ട് സാർ. അച്ഛൻ സ്ലൈഡ് ഷോ ഫ്രം ബിഗിനിങ് ഷെയർ എന്ന് ആണ്. കൊടുത്താൽ മതി. ഇപ്പൊ കാണാം. ആദ്യത്തെ വന്നില്ലേ? ഓക്കെ ഓക്കെ. കാണാം. അപ്പൊ എനിക്ക് എളുപ്പമുണ്ട്. ഞാൻ 3-4 പേരെ കാണുന്നുണ്ട്. അപ്പൊ പറഞ്ഞു പോകാൻ എളുപ്പമുണ്ട്. അതെ. നമുക്ക് ബേസിക് ആയിട്ട് കാനലിലോ മനസ്സിലാക്കാൻ 3-4 തരം നമ്മുടെ എപ്പോഴും സംസാരത്തിൽ വരുന്ന ചില കൺസെപ്റ്റുകളെ പറയുക. നമുക്ക് എന്നിട്ട് അതിലേക്ക് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പറയുന്ന നാച്ചുറൽ ലോ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് പറയും. പ്രകൃതി നിയമങ്ങൾ. അത് ഒരു മതത്തെ ആശ്രയിച്ചല്ല, അത് ഹ്യൂമാനിറ്റി മുഴുവൻ അംഗീകരിക്കുന്ന ചില നിയമങ്ങളെ കുറിച്ചാണ് നമ്മൾ നാച്ചുറൽ ലോ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് കൊല്ലരുത് എന്നുള്ളത് ഒരു നാച്ചുറൽ ലോ ആണ്. നമ്മുടെ സഹജീവികൾ അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങളെ കൊല്ലരുത് എന്നുള്ളത്. സത്യമേ പറയാവൂ, നുണ പറയരുത്. അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള നമ്മുടെ ഹ്യൂമൻ നേച്ചറിനെ റെസ്പെക്റ്റ് ചെയ്യുന്ന വിധത്തിൽ ഉള്ള നിയമങ്ങളുണ്ട് നാച്ചുറൽ ലോ എന്ന് പറയുന്നത്. ഡിവൈൻ ലോ വരുന്നത് ഒരു ദൈവിക വെളിപാടിന്റെ അല്ലെങ്കിൽ ഒരു സ്ക്രിപ്ചറിന്റെ വെളിച്ചത്തിൽ ദൈവം വെളിപ്പെടുത്തി തന്നേക്കണ ചില നിയമങ്ങളാണ്. നമ്മളെ സംബന്ധിച്ച് 10 കൽപ്പനകൾ. അതിനെ ബേസ് ചെയ്താണ് പിന്നെ നമ്മുടെ ഒരു ആത്മീയ ജീവിതം, മതജീവിതം ഒക്കെ വരുന്നത്. ഇപ്പൊ നമ്മൾ ഒന്ന് ഷോർട്ടൻ ചെയ്യണം നോക്കിക്കോ. നാച്ചുറൽ ലോ എല്ലാ മനുഷ്യർക്കും ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒന്നാണ്. ഡിവൈൻ ലോ വരുമ്പോ ഓരോ മതത്തിനും വ്യത്യസ്തമായ നിയമങ്ങൾ വരാം. കാരണം ആ മതം വിശ്വസിക്കുന്ന കാര്യങ്ങളുടെ വെളിച്ചത്തിലാണ് നിയമങ്ങൾ, ദൈവികമായ വെളിപാടിന്റെ നിയമങ്ങൾ വരുന്നത്. മൂന്നാമത്തെ തലം നമുക്കറിയാം, സിവിൽ ലോ. നമ്മുടെ രാഷ്ട്രങ്ങൾ ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ. ആ സിവിൽ ലോ നമുക്ക് എല്ലായിടത്തും കാണാൻ പറ്റും. നാച്ചുറൽ ലോയെ ബേസ് ചെയ്താണ് സിവിൽ ലോ എല്ലായിടത്തും ക്രിയേറ്റ് ചെയ്യുക, ഫോർമുലേറ്റ് ചെയ്യുക. ഓരോ രാജ്യത്തിൻ്റെ ഇതിൽ ആ ഡിവൈൻ ലോയും ഇൻഫ്ലുവൻസ് ചെയ്യാം. അപ്പൊ നമ്മളൊരു ഇസ്ലാമിക് രാജ്യത്തെ സിവിൽ ലോയ്ക്ക് അതിന് ചില പ്രത്യേകതകൾ ഉണ്ടാകും. ഒരു കാത്തലിക് കൺട്രി ആണെങ്കിൽ അവിടുത്തെ സിവിൽ ലോയ്ക്ക് ചില സ്വാധീനങ്ങൾ ഉണ്ടാകും. ഒരു പ്രൊട്ടസ്റ്റന്റ് കൺട്രി ആണെങ്കിൽ അവരുടെ സിവിൽ ലോയ്ക്ക് തീർച്ചയായിട്ടും ചില വ്യത്യാസങ്ങൾ. കാരണം അവർ മനസ്സിലാക്കുന്ന ഡിവൈൻ ലോസ് അതിനെ ബേസ് ചെയ്തിട്ടാണ് സിവിൽ ലോ വരുന്നത്. കാനൻ ലോ എന്ന് പറയുമ്പോൾ നമ്മുടെ കാത്തലിക് ചർച്ചിന്റെ നിയമത്തെയാണ് നമ്മൾ ജനറലി വിളിക്കുന്നത് കാനൻ ലോ. എന്താണ് ഈ വാക്ക് ഇങ്ങനെ കാനൻ എന്ന് വരാൻ കാരണം എന്ന് ചോദിച്ചാൽ, നമുക്കറിയാം സഭാ നിയമങ്ങളുടെ ഒരു ആരംഭം ആ സമയത്ത് നമ്മുടെ സഭ റോമൻ സാമ്രാജ്യത്തിലെ മതമായിട്ട് വരുന്ന സമയത്താണ് ഈ നിയമ രൂപീകരണങ്ങളെല്ലാം നടക്കുക. അപ്പൊ ഈ റോമൻ സാമ്രാജ്യത്തിന്റെ നിയമമുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള സഭയുടെ നിയമത്തെ സൂചിപ്പിക്കാൻ വരുന്ന വാക്കാണ് സേക്രഡ് കാനൻസ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്.
കാനൻസ് എന്ന് പറഞ്ഞാൽ കളക്ഷൻസ് എന്നുള്ള അർത്ഥമേ ഉള്ളൂ. അപ്പൊ രാജ്യത്തിന്റെ ചക്രവർത്തിയുടെ നിയമങ്ങളുണ്ട്, സഭയുടെ നിയമങ്ങളുണ്ട്. ഇത് വേർതിരിച്ച് കാണിക്കാൻ വേണ്ടി ഉപയോഗിച്ചു വന്ന വാക്കാണ് പരിശുദ്ധമായ കളക്ഷൻസ്. അപ്പൊ ഓരോ സിനഡിൽ രൂപപ്പെട്ട നിയമങ്ങളാകും, ഏതെങ്കിലും മെത്രാന്റെ എഴുത്തിലൂടെയൊക്കെ വന്നതായിരിക്കും. മിക്കവാറും ലോക്കൽ കൗൺസിലുകളിലാണ് അന്ന് നിയമങ്ങൾ രൂപപ്പെടുക. അപ്പൊ ആ വാക്ക് കാനൻ എന്ന് വരുന്നത് സേക്രഡ് കാനൻസ് എന്നാണ് സഭയുടെ ആരംഭത്തിൽ ഇതിനെ വിളിച്ചുകൊണ്ടിരുന്നത്, സഭയുടെ നിയമങ്ങളെ. അതിൽ നിന്നാണ് കാനൻ ലോ എന്ന് പറഞ്ഞു വരുന്നത്. ഒരു ജനറൽ ഇൻട്രഡക്ഷൻ ആയിട്ട് നമ്മൾ പറഞ്ഞു പോകുന്നത്. ഇനി നമ്മുടെ കാത്തലിക് ചർച്ചിനെ കാണാം. നമ്മൾ ഇത് നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്, കമ്മ്യൂണിയൻ ഓഫ് 24 ചർച്ചസ് എന്നാണ് നമ്മൾ പറയുന്നത്. അതിന്റെ അത് ലാറ്റിൻ ചർച്ച് അല്ലെങ്കിൽ നമ്മൾ വെസ്റ്റേൺ ചർച്ച് എന്ന് പറയും, പ്ലസ് 23 പൗരസ്ത്യ സഭകൾ, ഓറിയന്റൽ ചർച്ചസ്. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് പള്ളിയിലൊക്കെ കേട്ട് കാണും, എന്നാലും ഒന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ആവർത്തിക്കാം. ഈ റോമൻ എംപയർ വെസ്റ്റേൺ ആൻഡ് ഈസ്റ്റേൺ ആയിട്ട് ഡിവൈഡ് ചെയ്തിരുന്നു. വെസ്റ്റേൺ എംപയറിലെ ചർച്ചാണ് നമ്മൾ റോം പാട്രിയാർക്കേറ്റ് ആയിട്ട് അറിയപ്പെടുക, അല്ലെങ്കിൽ ലാറ്റിൻ ചർച്ചായിട്ട് ഒറിജിനലി അറിയപ്പെടുന്നത്. റോമ സാമ്രാജ്യത്തിലെ ഈസ്റ്റേൺ എംപയറിൽ ഉണ്ടായിരുന്ന പാട്രിയാർക്കേറ്റ്സ് ആണ് പിന്നീട് നമ്മൾ ഈസ്റ്റേൺ ചർച്ചസ് എന്ന് പറയുന്നത്. റോമ സാമ്രാജ്യത്തിന് പുറത്തുണ്ടായിരുന്ന ഒരു പാട്രിയാർക്കേറ്റ് ഈ പേർഷ്യൻ എംപയറിലെയാണ്. അതാണ് കാൽഡിയൻ ചർച്ച് വരുന്നത്. ഇതൊക്കെ നൂറ്റാണ്ടുകളിലൂടെയുള്ള എവല്യൂഷനെ കുറിച്ചാണ് ഞാൻ ഒറ്റ വാക്കിൽ പറഞ്ഞു പോകുന്നത്. ആ കാൽഡിയൻ പേർഷ്യൻ ചർച്ചുമായിട്ടാണ് അന്ന് നമുക്ക് ഇന്ത്യയിലെ സഭയ്ക്ക് കണക്ഷൻ വരുന്നതൊക്കെ. അത് നിങ്ങൾ കുറെയൊക്കെ കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ. ഈ 23 ഓറിയന്റൽ സഭകൾ ഉണ്ടാവുന്നത് മിക്കവാറും ഈ സഭ, അതായത് ആദ്യത്തെ ഒരു 1000 മില്ലേനിയം കഴിയുമ്പോൾ രണ്ടാമത്തെ മില്ലേനിയത്തിന്റെ ആരംഭത്തിലാണ് ഈ കത്തോലിക്ക സഭയിൽ വലിയൊരു ഡിവിഷൻ ഉണ്ടാകുന്നത്. ഈ വെസ്റ്റേൺ ഈസ്റ്റേൺ എന്നുള്ള ഇതിന്റെ പശ്ചാത്തലത്തിൽ തന്നെ ഈസ്റ്റേൺ സഭകൾ മിക്കവാറും റോമിന്റെ ഒരു മേൽക്കോയ്മയെ അംഗീകരിക്കാനാവാതെ വലിയൊരു ഡിവിഷൻ ഉണ്ടാവുകയാണ്. അങ്ങനെയാണ് ഓർത്തഡോക്സ് ചർച്ച് കാത്തലിക് ചർച്ച് എന്ന് വിളിക്കപ്പെടുക. ആ കാത്തലിക് ചർച്ച് അന്ന് റോമിന്റെ കീഴിലുള്ള അല്ലെങ്കിൽ റോം പാട്രിയാർക്കേറ്റ് മാത്രമാണ്. ബാക്കി 4 പാട്രിയാർക്കേറ്റ് ഈ പറയുന്നോണം ഓറിയന്റൽ ചർച്ചസ് ആണ്. അത് ഓർത്തഡോക്സ് ആയിട്ട് ഈ കമ്മ്യൂണിയനിൽ നിന്ന് പുറത്തു പോകുന്ന ഒരു അവസ്ഥയാണ് വന്നത്. ഞാൻ ഇതിന്റെ ന്യൂവാൻസസ് പറയുന്നില്ല, ഇതിൽ കുറെ എക്സെപ്ഷൻസും അങ്ങനെയുള്ളതൊക്കെ ഉണ്ട്. ജനറലി നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ ഞാൻ പറയുന്നതാണ്. ഈ കമ്മ്യൂണിയനിൽ നിന്ന് പുറത്തു പോയ സഭകളിൽ നിന്ന് ചെറിയ ചെറിയ പോർഷൻ ഈ കാത്തലിക് കമ്മ്യൂണിയനിലേക്ക്, റോമുമായിട്ടുള്ള ഐക്യത്തിലേക്ക് തിരിച്ചു വരാണ്. അപ്പൊ ഈ 23 സഭകളിൽ മിക്കവാറും സഭകൾ അങ്ങനെ കമ്മ്യൂണിയനിലേക്ക് തിരിച്ചു വന്ന സഭകളാണ്. സീറോ മലബാർ ഈ 23 സഭയിൽ ഒരെണ്ണമാണ് സീറോ മലബാർ സഭ, വേറൊരെണ്ണമാണ് സീറോ മലങ്കര സഭ, നമ്മൾ ഇന്ത്യയിലെ സഭകൾ പറഞ്ഞാൽ. പിന്നെ ഉക്രൈനിയൻ ചർച്ച്, റൊമേനിയൻ ചർച്ച്, സ്ലോവാക്യൻ ചർച്ച്, ഗ്രീക്ക് ചർച്ച്, അന്ത്യോക്യ, അങ്ങനെ ബാക്കി സഭകൾ. അപ്പൊ ഈ സീറോ മലബാർ സഭയിൽ ഈ ഓർത്തഡോക്സും കാത്തലിക്കും തമ്മിലുള്ള ഡിവിഷനൊക്കെ ഉണ്ടാകുന്നത് പിന്നീട് ഉണ്ടാകുന്നതാണ്. ആഗോള സഭയിലുണ്ടായ ഒരു ഡിവിഷനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ ഈ ഓറിയന്റൽ മെയിൻ സഭകളിൽ നിന്ന് ചെറിയ ഗ്രൂപ്പുകൾ റോമൻ സഭയുമായി, കത്തോലിക്ക സഭയുമായി ഐക്യത്തിലേക്ക് തിരിച്ചു വന്നപ്പോൾ ഉണ്ടായ ഒരു പ്രധാന അണ്ടർസ്റ്റാൻഡിങ് ഇതായിരുന്നു. ആ സഭകൾക്ക് അവരുടെ തനതായ ആരാധനക്രമം, അവരുടെ പ്രത്യേകതകൾ, പ്രത്യേകിച്ച് ഒരു ഭരണരീതി, ഒരു ഓൾമോസ്റ്റ് ഓട്ടോണമി അവർക്ക് പിന്തുടരാം എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണ് ഈ ചർച്ചസ് സൂയി യൂരിസ് എന്ന് എപ്പോഴും നിങ്ങൾ കേൾക്കുന്ന ആ പദം വന്നത്. സൂയി യൂരിസ് ലാറ്റിനിലുള്ളൊരു പദങ്ങളാണ്. അതിൻ്റെ അർത്ഥം ഓഫ് ഇറ്റ്സ് ഓൺ ലോ. നമ്മൾ സ്വയാധികാര സഭ എന്നാണ് മലയാളത്തിൽ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. അങ്ങനെ വന്നപ്പോഴാണ് ഈ 23 സഭകൾക്ക് തനതായ നിയമമുണ്ട്, ലാറ്റിൻ സഭയ്ക്ക് തനതായ നിയമമുണ്ട്.
ഈ കാനൻ ലോയില് മൂന്ന് ലെവല് നിയമങ്ങൾ പറയും. ആദ്യത്തെ ലെവല് പറയുന്നത് കോമൺ ലോ എന്ന് പറയുന്നു, പൊതുവായ നിയമം. ആ കോമൺ ലോയില് 3 പുസ്തകങ്ങളാണുള്ളത്. ആദ്യത്തെ പുസ്തകം നമ്മൾ ലാറ്റിൻ കോഡ് എന്നറിയപ്പെടുന്നതാണ്. ടെക്നിക്കലി അതിനെ കോഡ് ഓഫ് കാനൻ ലോ, CIC എന്ന് പറഞ്ഞാണ് എപ്പോഴും നമ്മൾ കോട്ട് ചെയ്യുന്നത് അതിലെ കാനൻസ്. അത് ലത്തീൻ സഭയെ ബാധിക്കുന്ന നിയമങ്ങളാണ് ലാറ്റിൻ കോഡ്. രണ്ടാമത്തെ പുസ്തകം ഈ 23 ഓറിയന്റൽ സഭകളെയും ബാധിക്കുന്ന ഒരു കോഡാണ്. അതാണ് നമ്മൾ ഈസ്റ്റേൺ കോഡ് അല്ലെങ്കിൽ ഓറിയന്റൽ കോഡ് എന്ന് പറയുന്നത്. അത് നേരത്തെ ഇതിന്റെ പല ഫോംസിലൊക്കെ നിലനിന്നെങ്കിൽ ലാറ്റിൻ കോഡ് 1917 ഒരെണ്ണം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ റീസെന്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് 1983 ഈസ്റ്റേൺ കോഡാണ് ഇനി 1991. ഈ 2 പുസ്തകം കൂടാതെ വേറൊരു പുസ്തകമുണ്ട്, നിയമപുസ്തകം. അത് ലാറ്റിൻ ലാൻഡ് ടൈറ്റിൽ പ്രതിക്കാത്ത എവഞ്ചേരിയം എന്ന് പറഞ്ഞ്. അതിന് മുമ്പായിരുന്ന പുസ്തകം പറഞ്ഞുകൊണ്ടിരുന്നത് പാസ്റ്റോർ ബോനൂസ് എന്നാണ്, ഗുഡ് ഷെപ്പേർഡ്. 88 ഇറങ്ങിയതാണ്. അതിന്റെ ഒരു അപ്ഡേറ്റഡ് അല്ലെങ്കിൽ അതിനെ റീപ്ലേസ് ചെയ്ത പുസ്തകമാണ് ഈ പ്രതിക്കാത്ത എവഞ്ചേരിയം. ഇത് എന്തിനെ സംബന്ധിച്ചാന്ന് ചോദിച്ചാൽ, റോമിലെ വിവിധങ്ങളായ ഡിപ്പാർട്ട്മെന്റ്സ്, ഡിക്കാസ്ട്രി എന്നാണ് ഇപ്പൊ പറയുക, ആദ്യം കോൺഗ്രിഗേഷൻസ് എന്ന് പറയുമായിരുന്നു. ഈ ഡിക്കാസ്ട്രികളുടെ ഭരണ സംവിധാനത്തെ ക്രമീകരിച്ചിട്ടുള്ള നിയമപുസ്തകമാണ് ഈ പ്രതിക്കാത്ത എവഞ്ചേരിയം. അവിടെ ട്രിബ്യൂണൽസ് ഉണ്ട്. ഇപ്പൊ നിങ്ങൾ സെഞ്ഞത്തൂരാന്ന് കേൾക്കും, റോമൻ റോത്താന്ന് കേൾക്കും, പെനിറ്റൻഷ്യറി എന്നൊക്കെ കേൾക്കും. അതുപോലെ ഡിക്കാസ്ട്രി ഫോർ ഈസ്റ്റേൺ ചർച്ചസ്, പ്രൊപ്പഗാന്ത ഫീതെ, കുറേ നമ്മുടെ ഒരു ഗവൺമെന്റിന്റെ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ പോലെയാണ് കാത്തലിക് സഭയുടെ ഒരു ടോപ്പ് ലെവലിലുള്ള ഈ ഡിക്കാസ്ട്രികൾ പറയും. ആ ഡിക്കാസ്ട്രികളുടെ കോമ്പിറ്റൻസ്, ഓരോരുത്തരുടെ അഡ്മിനിസ്ട്രേഷൻ രീതികൾ, അതിനെ പ്രതിപാദിക്കുന്ന പുസ്തകമാണ് ഈ പറയുന്ന പ്രതിക്കാത്ത എവഞ്ചേരിയം. ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്നത് 2022 ഈ 3 പുസ്തകങ്ങളുമാണ് നമ്മൾ കോമൺ ലോ എന്ന് പറഞ്ഞ് അറിയപ്പെടുക. നമ്മൾ സീറോ മലബാർ സഭയെ സംബന്ധിച്ച് പ്രധാനപ്പെട്ടത് ഓറിയന്റൽ കോഡ് അല്ലെങ്കിൽ നമുക്ക് ബാധകമായിട്ടുള്ളത്. ഇപ്പൊ ഇത് നിയമത്തിന്റെ ഒരു ആദ്യ ലെവല് അല്ലെങ്കിൽ ടോപ്പ് ലെവലാന്ന് പറയാം, പൊതു നിയമം. രണ്ടാമത്തെ ലെവലാണ് എപ്പോഴും നിങ്ങൾ കേൾക്കുന്ന പർട്ടിക്കുലർ ലോ എന്ന് പറയുന്നത്. ഈ 23 സഭകൾക്കും അവരുടേതായ തനതായ നിയമനിർമ്മാണം നടത്താനുള്ള പവറുണ്ട്. അത് നമ്മുടെ ബിഷപ്സിന്റെ സിനഡാണ് ആ നിയമനിർമ്മാണം നടത്തുന്ന ഒരു ലെജിസ്ലേറ്റീവ് അതോറിറ്റി എന്ന് പറയുന്നത്. അപ്പൊ സൂക്ഷിക്കേണ്ട കാര്യം, ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ കോമൺ ലോക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് പോകാൻ പാടില്ല. ഈ ഓരോ സഭയും അവരുടെ തനതായ നിയമം ഉണ്ടാക്കുമ്പോൾ എല്ലാ കാര്യങ്ങളിലും നിയമം ഉണ്ടാക്കാൻ പറ്റില്ല. അത് ഈ കോമൺ ലോയിൽ കൃത്യം പറയുന്നുണ്ട് ഏതൊക്കെ കാര്യങ്ങളിലാണ് ഈ പറയുന്ന പർട്ടിക്കുലർ ലോക്ക് നിയമനിർമ്മാണം നടത്താനുള്ള സ്കോപ്പ് ഉള്ളത്, സ്പേസ് ഉള്ളത്. അപ്പൊ അങ്ങനെ നമ്മുടെ സീറോ മലബാർ സഭ ഈ പർട്ടിക്കുലർ ലോ പ്രൊമുൾഗേറ്റ് ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ പള്ളിയോഗ നടപടികൾ, അത് വേറൊരു സഭയ്ക്ക് ഇല്ലാത്തൊരു സംവിധാനമാണ്. അപ്പൊ അത് എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതെന്ന് നമ്മുടെ സിനഡാണ് അത് പ്രൊമുൾഗേറ്റ് ചെയ്ത് നമുക്ക് ആപ്ലിക്കബിൾ ആകുന്നത്. അതപ്പോ ഓരോ സഭയ്ക്കും ഈ പറയുന്ന പർട്ടിക്കുലർ ലോയുണ്ട്. മൂന്നാമത്തെ ലെവലാണ് അതിനെ ടെക്നിക്കലി ലീഗലി വിളിക്കുക മോർ പർട്ടിക്കുലർ ലോ എന്ന് പറയും. അടുത്ത അതിൻ്റെ ലെവലിലാണ് അത് ഓരോ രൂപതയ്ക്കും തനതായ നിയമനിർമ്മാണം നടത്താം. ബിഷപ്പ് ഈസ് ദ ലെജിസ്ലേറ്റർ. അപ്പൊ ആ രൂപതയുടെ ചില പ്രത്യേകതകൾ പരിഗണിച്ച് അവിടെ ഇപ്പൊ ഉദാഹരണത്തിന് പർട്ടിക്കുലർ ലോയിൽ പറയുക കൈക്കാരന്മാരുടെ കാലാവധി 3 വർഷമാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും രൂപത അവരുടെ തനതായ ഇതൊക്കെ പരിഗണിച്ചിട്ട് പറയാണ് ഇവിടെ 2 വർഷമായിരിക്കും, അല്ലെങ്കിൽ 3 വർഷത്തേക്ക് പാരിഷ് കൗൺസിലിന്റെ കാലാവധി എന്ന് പറയുന്നത് ഒരു രൂപതയിൽ അത് 2 വർഷമായിരിക്കും എന്ന് പറഞ്ഞ് നിജപ്പെടുത്തി
മോർ പർട്ടിക്കുലർ ലോ. അതുപോലെ തന്നെ ഓരോ റിലീജിയസ് കോൺഗ്രിഗേഷൻസിന്, ഇപ്പൊ CMI സഭയ്ക്ക് അവരുടേതായ നിയമാവലിയുണ്ട്, കർമ്മലിത്ത സിസ്റ്റേഴ്സിന്റെ സഭയ്ക്ക് അവരുടെ കോൺസ്റ്റിറ്റ്യൂഷൻസ്, സ്റ്റാറ്റ്യൂട്ട്സ് ഒക്കെ വരുന്നത് മോർ പർട്ടിക്കുലർ ലോ എന്നാണ്. ഞാൻ ഇത് പറയുന്നത് ചിലപ്പോഴൊക്കെ നിങ്ങൾ കേൾക്കും ഉക്രൈനിയൻ സഭയിൽ അങ്ങനെയല്ല, സീറോ മലങ്കര സഭയിൽ അങ്ങനെയല്ല, അല്ലെങ്കിൽ നിങ്ങൾ കേൾക്കും എറണാകുളത്ത് ഇങ്ങനെയല്ല, ചങ്ങനാശ്ശേരി ഇത് വേറെ വിധത്തിലാണ്, കോട്ടയത്ത് വേറെ വിധത്തിലാണ്. അപ്പൊ ചില കാര്യങ്ങളെ സംബന്ധിച്ച് ഈ പറയുന്ന ഓരോ പർട്ടിക്കുലർ ചർച്ചിന് അവരവരുടേതായ തനിമയിൽ നിയമനിർമ്മാണം നടത്താം. അതുപോലെ ഒരു രൂപതയ്ക്ക് നിയമനിർമ്മാണം നടത്താം. ഈ 3 ലെവലാണ് തമാശയായിട്ട് പിന്നെ ഞങ്ങൾ പറയും. പിന്നെ ഓരോ ഇടവകയ്ക്ക് നിയമസംഹിതയുണ്ട്, ഓരോ വികാരിച്ചൻ ആ അച്ഛൻ ഉണ്ടാക്കുന്ന നിയമം ഉണ്ടെന്ന് പറയും. കാരണം നിങ്ങൾ ചില കാര്യങ്ങൾ സംസാരിക്കാൻ ചെല്ലുമ്പോൾ അച്ഛൻ പറയും ഇവിടെ ഇങ്ങനെയാണെന്ന് പറയും, ഈ ഇടവകയിൽ ഇങ്ങനെയാണെന്ന് ചിലപ്പോൾ ആളുകൾ പറയും. അത് നമ്മുടെ ടെക്നിക്കലി ഉള്ളതല്ല, പക്ഷെ അത് പ്രാക്ടീസിൽ പലപ്പോഴും അങ്ങനെ ഉണ്ടെന്നുള്ളത് വാസ്തവമാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു കോമൺ ലോ, പർട്ടിക്കുലർ ലോ, മോർ പർട്ടിക്കുലർ ലോ. ഈ 3 ലെവല് നിയമങ്ങളാണ് നമ്മുടെ കോഡിഫൈ ചെയ്തെന്ന് പറഞ്ഞ് നമുക്ക് അവൈലബിൾ ആണ് അതിന്റെ പുസ്തകം. ഇപ്പൊ നമ്മുടെ ഓറിയന്റൽ കോഡ് മലയാളത്തിൽ വരെയുണ്ട്, ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ഓരോ രൂപതയുടെ നിയമാവലിയൊക്കെ നിങ്ങൾക്ക് അന്വേഷിക്കാവുന്നതാണ്. ഇപ്പൊ നമ്മൾ UK ഓഡിയൻസിനോടാണ് സംസാരിക്കുന്നത്. UK നമ്മുടെ ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതയ്ക്ക് എനിക്ക് അറിഞ്ഞുകൂടെ, മിക്കവാറും അവിടെ അത് ഉണ്ടാവണം, ഒരു രൂപത നിയമാവലി എന്ന് പറഞ്ഞുണ്ടാവേണ്ടതാണ്. ഇപ്പൊ അവിടുത്തെ ചില പ്രത്യേക സിറ്റുവേഷൻസിനെ കുറിച്ചുള്ള നിയമനിർമ്മാണം ആ നിയമ പുസ്തകത്തിലായിരിക്കും നമ്മൾ കാണുന്നത്. ചിലപ്പോൾ ചിക്കാഗോയിൽ അങ്ങനെ ആവണമെന്നില്ല, ഓസ്ട്രേലിയയിലെ രൂപതയിൽ അങ്ങനെ ആവണമെന്നില്ല. കമ്പയർ ചെയ്യാം, ചില കാര്യങ്ങൾ കോമൺ ആയിരിക്കും, പക്ഷെ ചില പർട്ടിക്കുലർ സിറ്റുവേഷനെ ഫേസ് ചെയ്യാനായിട്ട് പ്രത്യേക നിയമങ്ങൾ ഒരു രൂപതയ്ക്ക് ഉണ്ടാകാം. അത് കോമൺ ലോയെ കോൺട്രഡിക്റ്റ് ചെയ്യുന്നു എന്ന് ആർക്കെങ്കിലും തോന്നിയാൽ തീർച്ചയായിട്ടും അത് ചലഞ്ച് ചെയ്യാം, അതിന്റെ ഹയർ അതോറിറ്റിയോട് ചെയ്യാവുന്നതാണ്. ഒരു മിനിറ്റ്. ഈ 3 തരത്തിലുള്ള നിയമനിർമ്മാണത്തിന്റെ ലെജിസ്ലേറ്റീവ് അതോറിറ്റി ആരാന്ന് ചോദിച്ചാൽ കോമൺ ലോയുടെ മാർപ്പാപ്പയാണ് ലെജിസ്ലേറ്റീവ് അതോറിറ്റി എന്ന് പറയുക. അല്ലെങ്കിൽ കോളേജ് ഓഫ് ബിഷപ്സ് എന്ന് പറഞ്ഞ് ലോകത്തെ എല്ലാ ബിഷപ്സും കൂടി ഒരുമിച്ച് കൂടുന്ന വല്ല സൂനകദോസിലൊക്കെ വേണമെങ്കിൽ വരാമെന്ന്. പക്ഷെ എപ്പോഴും പ്രൊമുൾഗേറ്റ് ചെയ്യുന്നത് മാർപ്പാപ്പയായിരിക്കും. കോമൺ ലോയുടെ ലെജിസ്ലേറ്റർ മാർപ്പാപ്പയാണ്. 23 ഓറിയന്റൽ സഭകൾക്കുള്ള നിയമപുസ്തകവും പ്രൊമുൾഗേറ്റ് ചെയ്യുന്നത് മാർപ്പാപ്പയാണ്. പർട്ടിക്കുലർ ലോയുടെ ഒരു ഓറിയന്റൽ സഭയുടെ നിയമ അതോറിറ്റി ആരാന്ന് ചോദിച്ചാൽ സിനഡ് ഓഫ് ബിഷപ്സ് ആണ്. അവരാണ് നിയമനിർമ്മാണം നടത്തുക. പ്രൊമുൾഗേറ്റ് ചെയ്യുന്നത് പാത്രിയാർക്ക് അല്ലെങ്കിൽ മേജർ ആർച്ച് ബിഷപ്പ്, ആരാണോ ആ സഭയുടെ തലവൻ. ഒരു രൂപതയുടെ തലത്തില് ബിഷപ്പാണ് നിയമനിർമ്മാണം നടത്തുക. നിങ്ങൾക്ക് ഇതിൽ ചിലപ്പോൾ അല്പമൊക്കെ അസ്വസ്ഥത തോന്നും. കാരണം നമ്മളൊരു ഗവൺമെന്റ് സംവിധാനം, സിവിൽ സംവിധാനം എടുത്താൽ എപ്പോഴും ഒരു ലെജിസ്ലേറ്റീവ് ബോഡി ഉണ്ടാവും നിയമനിർമ്മാണത്തിന്. പക്ഷേ കത്തോലിക്ക സഭയുടെ കാര്യത്തിൽ നിങ്ങൾക്കറിയാം, എക്സിക്യൂട്ടീവ്, ലെജിസ്ലേറ്റീവ്, ജുഡീഷ്യൽ 3 പവറുകളും ബിഷപ്പിലാണ് അത് നിയുക്തമായിരിക്കുന്നത്. അത് അങ്ങനെയാണ്. അതിന്റെ പോരായ്മകളും അതിന്റെ പ്രശ്നങ്ങളൊക്കെ പലയിടത്തും ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓക്കെ, ഈ നമ്മൾ പറഞ്ഞ 23 ഓറിയന്റൽ സഭകളുടെ അവരുടെ ഭരണം അവരുടെ നിയമപ്രകാരം തന്നെയാണെങ്കിലും 4 ലെവൽ ഓഫ് അവരുടെ ഓട്ടോണമി പറയും. അത് ഈ 4 തരം ചർച്ചസ് സുയൂരിസ്. ആദ്യത്തെ പാട്രിയാർക്കൽ ചർച്ചസ്, രണ്ടാമത്തത് മേജർ എപ്പാർക്കിയൽ ചർച്ചസ്, മൂന്നാമത്തത് മെട്രോപൊളിറ്റൻ ചർച്ചസ്, നാലാമത്തെ ബാക്കി എല്ലാം കൂടി പറയുന്നത് അതർ ചർച്ചസ് സുയൂരിസ് എന്നാ പറയുക. ഇപ്പൊ നമ്മുടെ സീറോ മലബാറും സീറോ മലങ്കരയും രണ്ടാമത്തെ ഗണത്തിലാ വരിക, മേജർ ആർച്ച് എപ്പാർക്കിയൽ. മേജർ ആർച്ച് ബിഷപ്പാണ് ഹെഡ്.
മറ്റത് പാട്രിയാർക്കൽ ചർച്ചസിന്റെ ഹെഡ് പാട്രിയാർക്കായിരിക്കും. നിങ്ങൾ ഇടയ്ക്ക് കേൾക്കുന്നുണ്ടാകും സീറോ മലബാർ സഭ പാട്രിയാർക്കൽ ചർച്ച ആകാനായിട്ടൊക്കെ ആഗ്രഹിക്കുന്നു, അതിനുള്ള പേപ്പർ വർക്ക് ഒക്കെ നടക്കുന്നു, പരിശ്രമങ്ങളുണ്ട് എന്ന് കേൾക്കുന്നത്. ഈ പറയുന്ന ആ ഒരു 4 തരം ഇതില് ഒരു കുറെ കൂടി ഓട്ടോണമി ഉള്ള ലെവലാണ്, അല്ലെങ്കിൽ ഒരു എക്ലസിയാസ്റ്റിക്കൽ പ്രസ്റ്റീജ് ഒക്കെ ഉള്ള ലെവലാണ് പാട്രിയാർക്കൽ ചർച്ചസ് എന്ന് പറയുന്നത്. മേജർ ആർച്ച് എപ്പാർക്കിയൽ വേറെയും സഭകളുണ്ട്. മെട്രോപൊളിറ്റൻ ചർച്ചസിന്റെ ഹെഡ് ഒരു ആർച്ച് ബിഷപ്പ് ആയിരിക്കും. അതൊരു 2 or 3 രൂപതയൊക്കെ ഉണ്ടാവുള്ളൂ, അത്രയും വലിപ്പമുള്ളൂ. അതർ ചർച്ചസ് യൂരിസ് മിക്കവാറും ഒറ്റ രൂപതയ്ക്കുള്ള അംഗങ്ങളും വലിപ്പമുള്ളൂ. അങ്ങനെയുള്ള സഭകളാണ് ആ 4ാമത്തെ ഗണത്തിൽ വരുന്നത്. പിന്നെ നിയമനിർമ്മാണവും പല ഭരണ സംവിധാനത്തിലൊക്കെ ഇത് ബാധിക്കും. ഒരു കോൺക്രീറ്റ് ഉദാഹരണം പറഞ്ഞാല്, പാട്രിയാർക്കിനെ എലക്ട് ചെയ്ത് കഴിഞ്ഞാൽ, സിനഡ് എലക്ട് ചെയ്ത് കഴിഞ്ഞാൽ മാർപ്പാപ്പയോടൊരു കമ്മ്യൂണിയൻ റിക്വസ്റ്റ് ചെയ്താൽ മതി. വേറെ റോളൊന്നുമില്ല മാർപ്പാപ്പയ്ക്ക് പാട്രിയാർക്കിനെ തെരഞ്ഞെടുക്കുന്നതിൽ. അതേസമയം ഒരു മേജർ ആർച്ച് ബിഷപ്പിനെ സിനഡ് തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ മാർപ്പാപ്പയുടെ അംഗീകാരം വേണം. അങ്ങനെയുള്ള വ്യത്യാസങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. ലാറ്റിൻ കോഡ് ഇതൊക്കെ നിങ്ങൾക്ക് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടുന്നതാണ്. അവര് 7 ബുക്കുകളായിട്ടാണ് അത് ക്രമീകരിച്ചിരിക്കുക. കാനൻ എന്ന് പറഞ്ഞാൽ ഒരു നിയമം, ഒരെണ്ണം. 1752 കാനൻ ഉണ്ട്. ആ ബുക്കുകളെ പാർട്സ്, സെക്ഷൻസ്, ചാപ്റ്റേഴ്സ്, ആർട്ടിക്കിൾസ് ഒക്കെ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഈസ്റ്റേൺ കാനനിലോ നമ്മൾ വേറൊരു ഡിവിഷനാണ് ആ പുസ്തകത്തിന് ഫോളോ ചെയ്യുന്നത്. 30 ടൈറ്റിൽസ് ആയിട്ടാണ് അറിയപ്പെടുന്നത്. ലാറ്റിൻ കോഡിൽ ബുക്സ് ആയിട്ട് അറിയപ്പെടുന്നത് നമ്മൾ ടൈറ്റിൽസ് ആണ്. 1546 നിയമങ്ങളുണ്ട്. ആ ടൈറ്റിലുകൾ പിന്നെ ചാപ്റ്റർ ആയിട്ട്, ആർട്ടിക്കിൾ ആയിട്ട്, കാനൻസ് ആയിട്ട് ഇപ്പൊ എല്ലായിടത്തൊക്കെ കോട്ട് ചെയ്യുമ്പോൾ CCEO കാനൻ 17 എന്ന് കാണുമ്പോൾ ഓർക്കണം, അത് ഓറിയന്റൽ കോഡിൽ ഉള്ള നിയമമാണ്. ലാറ്റിൻ കോഡ് കോട്ട് ചെയ്യുമ്പോൾ CIC കാനൻ 47 എന്ന് പറയുമ്പോൾ അത് ലാറ്റിൻ കോഡിൽ നിന്ന് എടുത്തിരിക്കുന്നതാണ്. ഓക്കെ. ഞാനൊരു ഫസ്റ്റ് സെഷൻ ഇതിന്റെ ഇൻട്രഡക്ഷൻ പോലെ പറഞ്ഞു. വേണമെങ്കിൽ ഒരു 5 മിനിറ്റ് ആർക്കെങ്കിലൊക്കെ ഇന്റർവ്യൂ ചെയ്യാൻ പറഞ്ഞതിനെ കുറിച്ച് ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് ഒന്ന് ഓണാക്കി കൊടുത്തു കഴിഞ്ഞാൽ, കാരണം അടുത്ത സെഷൻ വേറൊരു ഇതിലേക്ക് നമ്മൾ കടക്കും. ടോം ചേട്ടൻ അതൊക്കെയാണോ? അച്ഛൻ ഒരുമിച്ച് അങ്ങ് തീർക്കുവാണെങ്കിൽ നമുക്ക് ഡിസ്കഷന് കുറേ സമയം, കഴിഞ്ഞ പ്രാവശ്യത്തെ അവസാനം 2.5 മണിക്കൂർ എടുത്തു. ഒത്തിരി ടോപ്പിക്കുകൾ ഡിസ്കഷൻ. ഇതിനകത്ത് ചോദ്യങ്ങൾ കാണുമെന്ന് വിചാരിക്കും. അച്ഛൻ കണ്ടിന്യൂ ചെയ്തോളൂ, ഞങ്ങൾ ലിസൺ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിന്റെ പവർ പോയിന്റ് കോപ്പി നമ്മൾ എല്ലാവർക്കും കൊടുക്കുന്നുമുണ്ട്. അപ്പൊ അത് കാരണം അച്ഛൻ കണ്ടിന്യൂ ചെയ്തോളൂ പ്ലീസ്. ഓക്കെ. 2.5 മണിക്കൂർ പിടിച്ചേക്കാനുള്ള കപ്പാസിറ്റി എനിക്ക് ഇല്ല, ഞാൻ പറഞ്ഞത് കഴിഞ്ഞ വർഷം നീണ്ടുപോയി. ഇത്തവണത്തേത് അത്രയും നീളിയല്ല. അച്ഛൻ എപ്പം നിർത്തുന്നു? നമുക്ക് 15 മിനിറ്റ് ആണ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ്. ഓക്കെ. ഇനി നിങ്ങളുടെ ഒരു കോൺക്രീറ്റ് അവിടുത്തെ പാസ്റ്റർ ഇഷ്യൂസ് മനസ്സിലാക്കാൻ പറ്റിയ ചില കൺസെപ്റ്റുകളിലേക്ക് നീങ്ങുകയാണ്. ഇത്രയും നമ്മൾ പറഞ്ഞത് ജനറൽ ആയിട്ടുള്ള ചില ഐഡിയാസ് ആണ്. എന്തൊക്കെയാണ് ഈ നിയമ പുസ്തകത്തിൽ എന്തിനെ കുറിച്ചൊക്കെ ഡീല് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഒരു ജനറൽ ഐഡിയ പറയാം. ഇപ്പൊ ഒരു ബിഷപ്പിനെ എലക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, പാത്രിയാർക്കൻ മേജർ ആർച്ച് ബിഷപ്പിനെ എലക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, മേജർ ആർച്ച് ബിഷപ്പിന്റെ അധികാരങ്ങൾ, അവകാശങ്ങൾ എന്താണ്, അൽമായരുടെ അവകാശങ്ങൾ എന്താണ്, കടമകൾ എന്താണ്, ഒരു രൂപത ഭരണ സംവിധാനം, ഒരു ഇടവക എങ്ങനെയാണ്, വികാരിയച്ഛന്റെ കാര്യങ്ങൾ എങ്ങനെയാണ്. പിന്നെ ഒരു സെക്ഷൻ വരുന്നത് കൂദാശകളെ കുറിച്ചാണ്. വലിയൊരു ലോങ് സെക്ഷൻ അതാണ്. ബാപ്റ്റിസം ആർക്ക് നൽകാം, എങ്ങനെ അതിന്റെ കർമ്മങ്ങള്, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, എവിടെയാണ് ചേർക്കേണ്ടത്, ഏത് സഭയിൽ ചേരുന്നു, അങ്ങനെയൊക്കെ ഉള്ളത് ഓരോ കൂദാശകളെ കുറിച്ച്. നമ്മൾ വിവാഹത്തെ കുറിച്ച് വരുമ്പോൾ ലോങ് ചാപ്റ്റേഴ്സ് ഉണ്ട്. അതിന്റെ ഒരുക്കം, അതിന്റെ കർമ്മങ്ങള്, ഇനി എന്തെങ്കിലും കാരണവശാൽ അതൊരു ഫെയിലിയർ ആയി കഴിഞ്ഞാൽ നമുക്കറിയാം നൾവിറ്റിയുടെ പ്രോസസ്സ്. അപ്പൊ 2-3 ചാപ്റ്ററുകൾ ഈ പ്രൊസീജിയറൽ ലോ എന്ന് പറയും. കോടതി സംവിധാനമുണ്ട് നമുക്ക് രൂപതകളിൽ.
അതെങ്ങനെ പ്രവർത്തിക്കുക, ജഡ്ജിന്റെ ക്വാളിഫിക്കേഷൻസ് എന്താണ്, ഡ്യൂട്ടീസ് എന്താണ്, എങ്ങനെയാണ് ഒരു കേസ് ഫയൽ ചെയ്യുന്നത്, ഡ്രാഫ്റ്റ് ചെയ്യുന്നത്, അതിന്റെ വിധി എങ്ങനെയാ വരേണ്ടത്, അങ്ങനെയുള്ള സെക്ഷൻ ഉണ്ട്. കുറെ നിയമങ്ങളുണ്ട് അതിൽ. പിന്നെ നമുക്കൊരു പരാതി ഉണ്ടെങ്കിൽ ആരുടെ അടുത്താണ് കൊടുക്കേണ്ടത്, ബിഷപ്പിന്റെ തീരുമാനത്തിനെതിരെ നമ്മൾ എവിടെയാണ് അപ്പീൽ പോകേണ്ടത്, അങ്ങനെ ട്രിബ്യൂണൽ സിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ എക്സിക്യൂട്ടീവ് പവർ ഉപയോഗിക്കുന്നിടത്താണെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് റിക്കോഴ്സ് എന്ന് പറയും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇതിൽ ഈ പറയുന്ന പുസ്തകത്തിൽ പറഞ്ഞു പോവുക. നമുക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും സെക്ഷനൊക്കെ ഉണ്ടെങ്കിൽ ആ സെക്ഷനൊക്കെ വേറെ ദിവസം ഡീറ്റെയിലിംഗ് ചെയ്യാം. പിന്നെ സന്യസ്ത ജീവിതത്തെക്കുറിച്ച്, ഈ നമ്മുടെ റിലീജിയസ് ലൈഫിനെ കുറിച്ച്, അവരുടെ സമൂഹ ജീവിതം, അവരുടെ പ്രൊവിൻഷ്യലിന്റെ അധികാരം എന്താണ്, തെരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ്, അങ്ങനെയൊക്കെയുള്ള നിയമങ്ങൾ വേറൊരു സെക്ഷനിലുണ്ട്. പിന്നെയുള്ള പ്രധാന ഒരു സെക്ഷനാണ് ഈ പീനൽ ലോ എന്ന് പറയുന്നത്. കുറ്റവും ശിക്ഷയും എന്തൊക്കെയാണ് ക്രൈമായിട്ട് സഭയിലുള്ളത്, എന്തൊക്കെ കുറ്റകൃത്യം, അതൊരു സിവിൽ നിയമത്തിൽ പറയാത്ത കുറേയേറെ കുറ്റകൃത്യങ്ങൾ നമുക്കുണ്ട്. ഉദാഹരണത്തിനൊരു കുംഭസാര രഹസ്യം വെളിപ്പെടുത്തി കഴിഞ്ഞാൽ അതൊരു കുറ്റകൃത്യമാണ്. അതിനെന്താണ് ശിക്ഷാ നടപടി, അതെങ്ങനെയാണ് അച്ഛനെതിരെ ആക്ഷൻ എടുക്കേണ്ടത്, ഏതൊക്കെയാണ് ഈ കുറ്റകൃത്യങ്ങൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് 1-2 ചാപ്റ്റേഴ്സ് അതിന്റെ പ്രൊസീജിയർ അദ്ദേഹത്തോട് വിശദീകരണം ചോദിക്കേണ്ടത്, പ്രാഥമിക അന്വേഷണം, പിന്നെ ട്രിബ്യൂണൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്, വിധി നടപ്പിലാക്കുന്നത്, അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട്. ഇതാണ് ഒരു പ്രധാന കാര്യങ്ങൾ നമ്മുടെ ഈ പറയുന്ന നിയമ പുസ്തകങ്ങളില് പ്രതിപാദിക്കുന്നു. നമ്മുടെ വിഷയത്തിലേക്ക് വരുമ്പോൾ എനിക്ക് തോന്നുന്നു പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കൺസെപ്റ്റ്, ഒത്തിരി കൺഫ്യൂഷൻ ഉള്ള ഒരു കൺസെപ്റ്റ്, ടെറിറ്ററി എന്ന് പറയുന്ന കൺസെപ്റ്റാണ്. നമ്മൾ പറഞ്ഞു കത്തോലിക്ക സഭയിൽ ലത്തീൻ സഭയും 23 ഓറിയന്റൽ സഭകളുണ്ടെന്ന് പറഞ്ഞു. അതിന്റെ ഒരു പെർസെൻറ്റേജ് നിങ്ങൾ മനസ്സിലാക്കണം. 98% ലാറ്റിൻ കാത്തലിക്സ് ആണ് കത്തോലിക്ക സഭയിൽ. 98%. ബാക്കി 23 ഓറിയന്റൽ കാത്തലിക് സഭകളും കൂടി ഉള്ളത് ഓൺലി 2% ആണ്. അത്രേ ഉള്ളൂ. ഇത് എപ്പോഴും എനിക്ക് തോന്നുന്നു നമ്മുടെ മഹത്വം കുറച്ച് കാണിക്കാനോ ഇതിനൊന്നുമല്ല, പക്ഷെ പലപ്പോഴും ഉള്ള നമ്മുടെ ടെൻഷൻസും ഇത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. എന്തുകൊണ്ടാണ് അത്രയും കുറവ് ഓറിയന്റൽ ചർച്ചസിന്റെ പെർസെൻറ്റേജ് എന്ന് ചോദിച്ചാൽ, ഓറിയന്റൽ ചർച്ചസിലെ ഭൂരിഭാഗം പേരും ഓർത്തഡോക്സ് സഭകളായിട്ട് തുടരുകയാണ് ഇപ്പോഴും. അത് ഞാൻ ആദ്യം പറഞ്ഞത്, ഇതിൽ നിന്ന് വളരെ ചെറിയൊരു മൈനോറിറ്റി മാത്രമാണ് ഈ കാത്തലിക് കമ്മ്യൂണിയനിലേക്ക് വന്നിട്ടുള്ളൂ, ഈ പ്രധാന സഭകളിലേക്ക്. പിന്നെ അവരുടെ ഒരു മിഷനറി നേച്ചർ വളരെ കുറവായിരുന്നു. പ്രത്യേകിച്ച് നിങ്ങൾക്കറിയാം, ഓറിയന്റൽ സഭകൾ, നമ്മുടെ സീറോ മലബാറും സീറോ മലങ്കര സഭയും ഒഴിച്ച് മറ്റ് സഭകളിൽ ഈ മാരീഡ് പ്രീസ്റ്റ്ഹുഡ് ആണുള്ളത് കൂടുതലായിട്ട്. അതുകൊണ്ട് തന്നെ ഒരു നിഗമനമാണ് പറയുന്നത്, അവരുടെ മിഷൻ സ്പിരിറ്റ് വളരെ കുറവ്. അതുകൊണ്ട് അധികമൊന്നും അവരുടെ നമ്പർ ഇൻക്രീസ് ഇല്ല എന്നുള്ളതാണ്. ഒരു 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 സ്റ്റാഗ്നന്റ് ഇതൊക്കെയാണ്. ചില സഭകൾ, ഇപ്പൊ ഉക്രൈനിയൻ സഭയാണ് കുറെ കൂടി നമ്പറൊക്കെ ഉള്ളത്. ഓക്കെ, അപ്പൊ ഈ 2% ഉള്ളു. നമ്മുടെ പല ടോപ്പിക്കുകളും അല്ലെങ്കിൽ നമ്മുടെ ഈ ലത്തീൻ സഭയും നമ്മളുമായിട്ടുള്ള ബന്ധത്തെ കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ മനസ്സിൽ ഈ ഒരു ബേസിക് ഡാറ്റ ഉണ്ടാകുന്നത് നല്ലതാണ്. അതുകൊണ്ട് നമ്മുടെ എല്ലാ അവകാശങ്ങളും നമ്മൾ സറണ്ടർ ചെയ്യണമെന്നതൊന്നുമല്ല ഞാൻ പറയുക. പക്ഷേ അത് നമ്മൾ ഓർത്തിരിക്കണം, ഈ പെർസെൻറ്റേജ്. അപ്പൊ ഈ ടെറിറ്ററിയുടെ കാര്യം പറയുമ്പോൾ നമ്മൾ നോക്കിയേ, ഈ ഓറിയന്റൽ സഭകൾക്ക് ഒരു പ്രോപ്പർ ടെറിറ്ററി എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. അവിടെയാണ് ഈ മേജർ ആർച്ച് ബിഷപ്പ്, ഒരു സീറോ മലബാർ സഭയെ സംബന്ധിച്ചാണെങ്കിൽ സീറോ മലബാർ സഭയുടെ പ്രോപ്പർ ടെറിറ്ററി അണ്ടിൽ റീസെന്റ്ലി നമ്മുടെ കേരളത്തിൽ നിന്ന് കർണാടകത്തിൽ കുറച്ചും കൂടി അത്രയും ഉണ്ടായിരുന്നുള്ളൂ. അവിടെയാണ് മേജർ ആർച്ച് ബിഷപ്പിനും സിനഡിനും ഫുൾ പവർ ഉള്ളതെന്ന് നമുക്ക് പറയാം കാര്യങ്ങളിൽ. അതിനപ്പുറത്തേക്കുള്ളത് നമുക്ക് പറയാം ഔട്ട്സൈഡ് പ്രോപ്പർ ടെറിട്ടറി എന്നാണ് ലീഗലി പറയുക. അല്ലെങ്കിൽ നമ്മൾ ദിയാസ്പൊറ എന്ന് പറയും, മിഷൻ ടെറിട്ടറി എന്ന് എന്തെങ്കിലുമൊക്കെ പറയും.
റീസെന്റ്ലി ആണ് കുറെ നാളത്തെ പരിശ്രമത്തിന് ശേഷം നമ്മുടെ പ്രോപ്പർ ടെറിട്ടറി ഓൾ ഇന്ത്യ ആയിട്ട് മാറിയിട്ടുണ്ട്. സീറോ മലബാർ സഭയുടെ പ്രോപ്പർ ടെറിട്ടറി ഓൾ ഇന്ത്യ. അതിന്റെ കോൺസിക്വൻസസ് ഒക്കെയാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ശംഷാബാദ് രൂപത വന്നത് ഇപ്പൊ ഈ റീസെന്റ് സിനഡിലൊക്കെ എല്ലാ ഔട്ട്സൈഡ് കേരളയുള്ള രൂപതകളെ ഒരു ഹൈറാർക്കിക്കലി ആർച്ച് ഡൈസുകളൊക്കെ ആയിട്ട് ഇത് തിരിച്ച് രൂപതകളെ അതിന്റെ കീഴിലൊക്കെ കൊണ്ടുവന്ന് ഒരു സ്ട്രക്ചറിലേക്കൊക്കെ നമ്മൾ വന്നു. അപ്പൊ ഔട്ട്സൈഡ് ഇന്ത്യ സീറോ മലബാർ സഭയെ സംബന്ധിച്ച് ഇപ്പോഴും പ്രോപ്പർ ടെറിട്ടറി അല്ല. നമ്മൾ പറയുക ഔട്ട്സൈഡ് പ്രോപ്പർ ടെറിട്ടറി എന്ന് പറയും. ഔട്ട്സൈഡ് പ്രോപ്പർ ടെറിട്ടറിയിൽ പ്രത്യേക അനുവാദത്തോടെ മാത്രമേ നമുക്ക് രൂപതകൾ തുടങ്ങാൻ പറ്റുള്ളൂ. ഇപ്പൊ ഇന്ത്യ മുഴുവൻ സീറോ മലബാർ സഭയുടെ പ്രോപ്പർ ടെറിട്ടറി ആയി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എവിടെ രൂപത തുടങ്ങാനും ഇടവകകൾ തുടങ്ങാനും സ്ഥാപനങ്ങൾ തുടങ്ങാനും ഒക്കെ സഭയ്ക്ക് നമുക്ക് പ്രത്യേക അനുവാദമൊന്നും വേണ്ട. പക്ഷെ നമ്മൾ അയൽപക്കത്തുള്ള രൂപതകളൊക്കെ ആയിട്ട് ലാറ്റിൻ രൂപതകളൊക്കെ ആയിട്ട് ഒരു ധാരണയിലായിരിക്കും തുടങ്ങുന്നത് എന്ന് മാത്രം. അപ്പൊ ഔട്ട്സൈഡ് ഇന്ത്യ ആയി കഴിഞ്ഞാൽ റോമിന്റെ എത്രയോ അന്വേഷണങ്ങൾക്കും പഠനങ്ങൾക്കും ഒക്കെ ശേഷമാണ് റോം നമുക്ക് തരിക അങ്ങനെ ഒരു അനുവാദം. അങ്ങനെ ആദ്യം ചിക്കാഗോ, അത് കഴിഞ്ഞ് നമുക്ക് കാനഡയിലിട്ട്, മിസിസാഗ, ഗ്രേറ്റ് ബ്രിട്ടനിലിട്ട്, പിന്നെ നമുക്ക് ഓസ്ട്രേലിയയിലിട്ട്, അങ്ങനെ 4 രൂപതകൾ ഔട്ട്സൈഡ് ടെറിട്ടറി നമുക്ക് കിട്ടിയിരിക്കുന്നതാണ്. ഇപ്പൊ നമ്മൾ റോമിൽ, യൂറോപ്പിൽ ബാക്കിയുള്ള അയർലൻഡും ഇറ്റലി, ജർമ്മനി ഒക്കെ നമ്മൾ പറയും അപ്പസ്റ്റോലിക് വിസിറ്റേറ്റർ എന്ന് പറയും. ഒരു രൂപതയുടെ സ്റ്റാറ്റസിലേക്ക് ഒന്നും ആയിട്ടില്ല, അവർ മാസ് സെന്റർ എന്നൊക്കെ പറഞ്ഞാണ് കാര്യങ്ങൾ നടത്തുക. അതിന്റെ നമ്മൾ ഇത്രയും പോപ്പുലേഷൻ ഉണ്ട്, ഫെയ്ത്ത്ഫുൾ ഉണ്ട്, സംവിധാനങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞ് പഠനം. ഇപ്പൊ ഗൾഫ് മേഖലയിൽ നിങ്ങൾ കേട്ട് കാണും ഒരു അപ്പസ്റ്റോലിക് വിസിറ്റേറ്റർ, അവിടുത്തെ കാര്യം പഠിക്കാനൊക്കെ വെച്ചു. ഇതൊക്കെ ഒരു സ്റ്റാർട്ടിങ് സ്റ്റെപ്പാണ് ഒരു രൂപത ഔട്ട്സൈഡ് ടെറിട്ടറി വരാനായിട്ട് ഫോർമുലേറ്റ് ചെയ്യാനായിട്ടുള്ള സ്റ്റെപ്പുകളാണ്. അപ്പൊ ഇതില് ഈ ഔട്ട്സൈഡ് ടെറിട്ടറി ഉള്ള രൂപതകളിന്മേല് സിനഡിന് ഉള്ള അധികാരത്തിന്, മേജർ ആർച്ച് ബിഷപ്പിനുള്ള അധികാരത്തിന് ചില പരിമിതികളുണ്ട്. അതുകൊണ്ട് ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ, പാലക്കാട് രൂപതയുടെ ബിഷപ്പിനെ എലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, പാലക്കാട് ഇപ്പോഴുള്ള ബിഷപ്പ് സിനഡില് കാൻഡിഡേറ്റ്സ് ലിസ്റ്റ് പ്രസന്റ് ചെയ്യും. സിനഡിലുള്ള മറ്റു പിതാക്കന്മാർക്ക് വേണമെങ്കിൽ അവർക്ക് വേണമെങ്കിൽ പ്രൊപ്പോസ് ചെയ്യാം. ആ കാൻഡിഡേറ്റ്സിനെ കുറിച്ച് അന്വേഷണങ്ങൾ, പഠനത്തിന് ശേഷം സിനഡിൽ വോട്ട് ചെയ്ത് അത് 3 പേരുടെ പേരാണ്. ആ ലിസ്റ്റ് റോമിലേക്ക് അയച്ച് റോമിന്റെ നോൺ ഒബ്ജക്ഷൻ മേടിക്കും. ആ കാൻഡിഡേറ്റ്സിനെ കുറിച്ച് നോൺ ഒബ്ജക്ഷൻ മേടിച്ചിട്ട് അടുത്ത സിനഡിലെ ബിഷപ്സ് ആണ് ആ 3 പേരിൽ നിന്ന് ആരെ എലക്ട് ചെയ്യണം എന്ന് തീരുമാനിക്കുക. നേരെ മറിച്ച് ഔട്ട്സൈഡ് പ്രോപ്പർ ടെറിട്ടറി, ഗ്രേറ്റ് ബ്രിട്ടനിൽ ഒരു ബിഷപ്പിന് വരണമെങ്കിൽ അത് സിനഡ് പ്രൊപ്പോസ് ചെയ്യും. 3ഓ 5ഓ പേരുടെ പേര് റോമിന്, മാർപ്പാപ്പയ്ക്ക് പ്രൊപ്പോസ് ചെയ്യാം. പ്രൊപ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ മാർപ്പാപ്പയാണ് അപ്പോയിന്റ് ചെയ്യുക. ഈ ഗ്രേറ്റ് ബ്രിട്ടൻ സീറോ മലബാർ രൂപതയുടെ ബിഷപ്പ് ആരാണെന്നത് മാർപ്പാപ്പയുടെ നേരിട്ടുള്ള അപ്പോയിന്റ്മെന്റ് ആണ്. ഈ പറയുന്ന വ്യത്യാസം കുറേയേറെ കാര്യങ്ങളിൽ ബാധിക്കും. വേറൊരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ മാരേജ് കേസുകളിൽ, ഇപ്പൊ നാട്ടിലാണ് കോതമംഗലം രൂപതയിൽ ഒരു മാരേജ് കേസ് ഉണ്ടായാൽ അവർക്ക് അപ്പീല് പോകണമെങ്കിൽ കോതമംഗലം രൂപതയുടെ അതിരൂപത എന്ന് പറയുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയാണ്. എറണാകുളം അതിരൂപതയിലെ കോടതിയിലാണ് അതിന്റെ അപ്പീല് വരിക. ഇനി എറണാകുളത്തെ വിധിയെക്കുറിച്ചും അടുത്ത 3ാമത്തെ ലെവലിൽ അപ്പീല് പോകണമെങ്കിൽ അത് കാക്കനാട് മൗണ്ട് സെന്റ് തോമസിലുള്ള കോടതിയിലാണ് കോതമംഗലത്തുള്ള ഒരു വിശ്വാസി അപ്പീല് പോകുക. അതോടെ തീർന്നു എന്നുള്ളതാണ് നിയമം. പിക്ചറിൽ റോമിലെ ട്രിബ്യൂണലുകൾ ഇല്ല എന്ന് കുറെ കാനനിസ്റ്റുകൾ പറയും. പക്ഷെ ലാറ്റിൻ കാനനിസ്റ്റുകൾ പറയും ഈക്വലി ദേ ആർ കോമ്പിറ്റന്റ് എന്ന് പറയുന്നവരുണ്ട്. അയച്ചു കഴിഞ്ഞാൽ അവര് ഡീൽ ചെയ്യുമെന്നുള്ളതാണ് ഒരു പ്രത്യേകത. അതേസമയം ഔട്ട്സൈഡ് ടെറിട്ടറിയിലെ ഒരു രൂപതയിലെ കല്യാണ കേസാണെങ്കിൽ
എനിക്ക് ഗ്രേറ്റ് ബ്രിട്ടനിലെ ഇപ്പോഴത്തെ അണ്ടർസ്റ്റാൻഡിങ് എന്താന്ന് അറിഞ്ഞുകൂടാ. അവിടെ ട്രിബ്യൂണലിൽ കേസ് കൊടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ ഗ്രേറ്റ് ബ്രിട്ടനിലെ ട്രിബ്യൂണലിന്റെ കേസിന് എതിരെ അപ്പീല് പോകാൻ അവിടെയുള്ള മിക്കവാറും ഏതെങ്കിലും ഒരു ലാറ്റിൻ അതിരൂപത കോടതിയെ ആയിരിക്കും നമ്മൾ ചുമതലപ്പെടുത്തിയിരിക്കുക. അതാണ് നിയമത്തിൽ പറയുക. എനിക്ക് അവിടുത്തെ എക്സാക്ട് സിറ്റുവേഷൻ അറിഞ്ഞുകൂടാ. ഇനി ആ അതിരൂപത വിധിയെക്കുറിച്ച് നിങ്ങൾക്ക് അപ്പീല് പോകണമെങ്കിൽ എൻ്റെ അറിവനുസരിച്ച് മൗണ്ട് സെന്റ് തോമസിലല്ല, റോമിലാണ് പോകുന്നത്. റോമിലെ കോടതിയായിരിക്കും നിങ്ങളെ സംബന്ധിച്ച് തേർഡ് ലെവല്. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, പ്രോപ്പർ ടെറിട്ടറിക്ക് അകത്തുള്ള സംവിധാനവും ഈ ടെറിട്ടറിക്ക് പുറത്തുള്ള സംവിധാനവും തമ്മിൽ വ്യത്യാസമുണ്ട്. നിയമത്തിൽ പറയുന്നത് ആരാധനാക്രമം സംബന്ധിച്ച നിയമം അത് ടെറിട്ടറിക്ക് അകത്തായാലും പുറത്തായാലും എല്ലാ സീറോ മലബാറുകാർക്കും ബാധകമാണ്. നേരെ മറിച്ച് ഡിസിപ്ലിൻ അങ്ങനെ ബന്ധപ്പെട്ട നിയമങ്ങൾ ആ പുറത്തുള്ള ബിഷപ്പിന്റെ താല്പര്യമാണ് ഈ സിനഡ് തീരുമാനിച്ചത് തന്നെ അവിടെ സ്വീകരിക്കണമോ വേണ്ടയോ എന്നുള്ളത്. അല്ലെങ്കിൽ ഈ സിനഡ് തീരുമാനിച്ച നിയമത്തിന് റോമിന്റെ അപ്രൂവൽ ഉണ്ടെങ്കിൽ അത് ടെറിട്ടറിയിലും ഔട്ട്സൈഡ് ടെറിട്ടറിയിലും ബാധകമായിരിക്കും. നിങ്ങൾക്ക് നമ്മുടെ ചില കോൺഫ്ലിക്ട്സ് അല്ലെങ്കിൽ അവിടെയുള്ള ചില സംശയങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്. ഇതുകൊണ്ടാണ് ചിലപ്പോഴൊക്കെ ചില തർക്കങ്ങളൊക്കെ വരിക. കാരണം നിങ്ങൾ സിനഡിലേക്കൊക്കെ എഴുതിയാൽ സിനഡിന് കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ഔട്ട്സൈഡ് ടെറിട്ടറി ആയതുകൊണ്ട് കുറേയും കൂടി എനിക്ക് തോന്നുന്നു റോമിന്റെ ആണ് അവിടെ സ്വാധീനം അല്ലെങ്കിൽ തീരുമാനങ്ങളും വരിക. അതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ ഈ ഫരീദാബാദ് രൂപതയൊക്കെ ഫോം ചെയ്യപ്പെട്ട സമയത്ത് ഫരീദാബാദ് ഔട്ട്സൈഡ് ടെറിട്ടറിയാണ്. കല്യാൺ രൂപത ഫോം ചെയ്യപ്പെട്ടപ്പോൾ ഔട്ട്സൈഡ് ടെറിട്ടറിയാണ്. അപ്പൊ അതുകൊണ്ട് അവര് എപ്പോഴും റോമിനാണ് എഴുതിക്കൊണ്ടിരുന്നത്, റോമിൽ നിന്നാണ് തീരുമാനങ്ങൾ വന്നുകൊണ്ടിരുന്നത്. അപ്പൊ ആ ഒരു വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. അടുത്ത ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ബേസിക് കൺസെപ്റ്റ് നമ്മുടെ അവിടുത്തെ വിഷയമൊക്കെ മനസ്സിലാക്കാൻ ഈ ഡൊമിസൈൽ എന്ന് പറഞ്ഞിട്ടൊരു ഒരു കൺസെപ്റ്റ് ലോയിലുണ്ട്, അല്ലെങ്കിൽ ക്വാസി ഡൊമിസൈൽ എന്ന് പറയും. മെമ്പർഷിപ്പ്, അല്ലെങ്കിൽ ഇതിനെ നമ്മൾ ഡൊമിസൈൽ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥിരവാസം എന്നാണ് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. ക്വാസി ഡൊമിസൈൽ എന്ന് പറഞ്ഞാൽ താൽക്കാലിക വാസം. ഇത് കുറെ കൺഫ്യൂഷൻസ് ഉള്ള ഒരു മേഖലയാണ്. ഇതിനെക്കുറിച്ച് ഇപ്പോഴും ഡിസ്കഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നു. എൻ്റെ അറിവനുസരിച്ച് ഈ സീറോ മലബാർ സഭയുടെ പർട്ടിക്കുലർ ലോയുടെ റിവിഷൻ നടക്കുന്നുണ്ട്. ആ റിവിഷനിൽ ഈ പറയുന്ന കൺസെപ്റ്റ് കാര്യമായിട്ട് അവര് ഡിസ്കസ് ചെയ്ത് ഒരു ക്ലാരിറ്റി വരുത്താനായിട്ട് ശ്രമിക്കുന്നുണ്ടെന്നാണ് അറിഞ്ഞ്. അതിൻ്റെ ഡിസ്കഷൻസ് ഓരോ രൂപതയിലേക്ക് അതിൻ്റെ ഡ്രാഫ്റ്റ് ഒക്കെ വരാൻ പോകുന്ന ഫേസ് വരുന്നു. നിങ്ങൾക്കും ചിലപ്പോൾ അതൊക്കെ അറിയാൻ പറ്റുമായിരിക്കും എന്താണ് അതിലേക്കൊക്കെ അതിൻ്റെ ഡിസ്കഷൻസും ക്ലാരിറ്റിയും വരുന്നത്. എന്താണ് സംഭവം? നമ്മുടെ നിയമത്തിൽ പറയുന്നത് ഒരു ഇടവകയുടെ അതിർത്തിക്കകത്ത് റെസിഡൻസ് ഉണ്ടെങ്കിൽ അത് ആഗ്രഹിച്ച് അതിന് അപേക്ഷ കൊടുക്കാം, അല്ലെങ്കിൽ 5 വർഷം അവിടെ സ്ഥിര താമസം ഉണ്ടായാൽ ഈ ഡൊമിസൈൽ എന്ന് പറയുന്ന ആ റൈറ്റ് ഒരു വിശ്വാസിക്ക് കിട്ടാണ്. ക്വാസി ഡൊമിസൈൽ ആണെങ്കിൽ 3 മാസം താമസിച്ചാൽ മതി. അപ്പൊ പിന്നെ കുറെ നിയമങ്ങളിൽ ഈ ഡൊമിസൈലിന്റെ റൈറ്റ് കോട്ട് ചെയ്യപ്പെടും നമ്മുടെ കൂദാശകൾക്ക് അല്ലെങ്കിൽ നമ്മുടെ കോടതി വ്യവഹാരങ്ങൾക്ക് എല്ലാത്തിനും. ഇതിന്റെ കൺഫ്യൂഷൻ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഡൊമിസൈല് ഈസ് ഇറ്റ് എക്വിവലന്റ് ടു മെമ്പർഷിപ്പ്? ഇതാണ് വലിയ ഡിബേറ്റ്. ഞാൻ ഒരു ഇടവക അതിർത്തിയിൽ 5 വർഷം വന്ന് താമസിക്കുന്ന കുടുംബമായിട്ട് ഞാൻ ആ വികാരിച്ചിനെ പരിചയപ്പെട്ടിട്ട് പോലുമില്ല. ഞാൻ അവിടെ ചിലപ്പോൾ കുർബാനയ്ക്ക് പോകുന്നുണ്ടാകാം.
ഞാൻ അവിടെ ഒരു മെമ്പർഷിപ്പ് ഒന്നും എടുത്തിട്ടില്ല. ഡു ഐ ഹാവ് ദ ഡൊമിസൈൽ? ഡൊമിസൈൽ ഉണ്ടെന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും നിയമം അനുസരിച്ച് ഡൊമിസൈൽ അതിന്റെ ആ സ്റ്റാറ്റസ് ഉണ്ട്. പക്ഷെ ഡു ഐ ഹാവ് ദ മെമ്പർഷിപ്പ് ഇൻ ദാറ്റ് പാരിഷ്? ഇതിനെക്കുറിച്ച് രണ്ടഭിപ്രായമാണുള്ളത് കാനോനിസ്റ്റുകളുടെ ഇടയിൽ. ഇതിനെക്കുറിച്ച് ഒരു ക്ലാരിറ്റി വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഈ പുതിയ പർട്ടിക്കുലർ ലോയിൽ. രണ്ടഭിപ്രായം വരാൻ കാരണം നമ്മുടെ കുറേ നിയമങ്ങൾ, ഉദാഹരണത്തിന് നാട്ടിലൊക്കെ പാരിഷ് കൗൺസിൽ അംഗമായിട്ട് തെരഞ്ഞെടുക്കപ്പെടണമെങ്കിൽ ഡൊമിസൈൽ ഉണ്ടായാൽ പോരാ, മെമ്പർഷിപ്പ് ഉണ്ടാകണം, എൻറോൾ ചെയ്തിരിക്കണം ആത്മസ്ഥിതിയിൽ എന്ന് പറയും. അപ്പൊ ഇത് രണ്ടും രണ്ടാണ്. അപ്പൊ ഡൊമിസൈൽ വഴി അദ്ദേഹത്തിന് ഒരു റൈറ്റ് ഉണ്ടെങ്കിലും അദ്ദേഹത്തിന് ആ അവകാശം കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ, കൂതാശകളുടെ കാര്യത്തിലോ മാരേജിന്റെ കാര്യത്തിലൊക്കെ നടക്കണമെങ്കിൽ അദ്ദേഹം അവിടെ നിർബന്ധമായും എൻറോൾ ചെയ്തിരിക്കണം എന്നുള്ളതാണ് ഒരു ലേറ്റസ്റ്റ് കാഴ്ചപ്പാട് വരുന്നത്. അപ്പൊ ഈ ഡൊമിസൈലും മെമ്പർഷിപ്പും തമ്മിലുള്ള കൺഫ്യൂഷൻ മിക്കവാറും നാട്ടിലും ഉണ്ട് ഈ പ്രശ്നം. ഇപ്പൊ നാട്ടിലുള്ള ഒരു ഫാമിലി വർഷങ്ങളായിട്ട് വിദേശത്താണ്, വിദേശത്ത് ആവണമെന്നില്ല, നാട്ടിൽ തന്നെ വേറെ രൂപതയിലോ ഡൽഹിയിലോ അവിടേക്കാന്ന് വിചാരിക്കും. അവരുടെ തറവാടും പേരൻസും ഒക്കെ ഇവിടെ ഉള്ളത് കൊണ്ട് അവര് ഇടവക മാറാൻ ആഗ്രഹിക്കുന്നില്ല. അവർ ചിലപ്പോൾ 30 വർഷം 40 വർഷമായിട്ട് അവരുടെ ഡൊമിസൈല്, മേ ബി ഇപ്പൊ ഒരു എറണാകുളത്തെ ഒരു ഫാമിലിയാണ്, അവരുടെ ഡൊമിസൈല് ചിലപ്പോൾ തലശ്ശേരിയിലായിരിക്കാം, ബോംബെയിലായിരിക്കാം, ഡൽഹിയിലായിരിക്കാം. അവർ വർഷത്തിലൊരിക്കലൊക്കെ നാട്ടിൽ വരും. അവരുടെ മക്കളുടെ കല്യാണത്തിന്റെ കാര്യം പറയുമ്പോൾ അവർ പറയുന്നത് ഞങ്ങളുടെ ഇടവക എറണാകുളമാണ്, എറണാകുളത്ത് ഇന്ന പള്ളിയാണ് ഇടവക എന്ന് പറയും. നമുക്കിതൊരു വിഷയം വരുന്നത് എന്താ? ഒരു വ്യക്തിക്ക് കല്യാണക്കുറിയുടെ സംഭവമൊക്കെ വരുമ്പോൾ ഒരു വികാരിയച്ഛനാണ് കോമ്പിറ്റൻസ് ഉള്ളത്, ഏതെങ്കിലും ഒരു വികാരിച്ചൻ. ഇയാൾ താമസിക്കുന്ന എല്ലാ സ്ഥലത്തെയും വികാരിമാർക്ക് കോമ്പിറ്റൻസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്ന വലിയൊരു അഡ്മിനിസ്ട്രേറ്റീവ് കൺഫ്യൂഷൻ ഉണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലാവും വിചാരിക്കും. അതുകൊണ്ടാണ് നമ്മൾ പറയുക എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് മെമ്പർഷിപ്പ് വേണം. അപ്പൊ നമ്മൾ പോയി താമസിക്കുന്ന സ്ഥലത്ത് ഓട്ടോമാറ്റിക്കലി 5 വർഷം ഞാൻ താമസിച്ചത് കൊണ്ട് ഡൊമിസൈൽ റൈറ്റ് ഉണ്ടെങ്കിലും എനിക്ക് മെമ്പർഷിപ്പ് റൈറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞത് രണ്ടഭിപ്രായമുണ്ട്. ഒരഭിപ്രായത്തിൽ ഇല്ല എന്ന് പറയും, ഒരഭിപ്രായത്തിൽ ഉണ്ട് എന്ന് പറയും. പക്ഷേ വളരെ റീസണബിൾ ആയിട്ട്, അല്ലെങ്കിൽ നമുക്ക് പ്രാക്ടിക്കലി നമുക്ക് ഈ പറയണോണം എൻറോൾ ചെയ്യുമ്പോഴാണ് മെമ്പർഷിപ്പ് റൈറ്റ് വരിക. അതാണ് നമുക്ക് അഡ്മിനിസ്ട്രേഷൻ തിയററ്റിക്കലി ഈ പറയുന്ന ഡൊമിസൈലിന്റെ കാര്യം നമ്മൾ അംഗീകരിച്ച് അവർക്ക് അവിടെ റൈറ്റ്സ് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞാലും ഈ എൻറോൾമെന്റ് ഇല്ലാതെ നമ്മൾ മെമ്പർഷിപ്പിന്റെ റൈറ്റ്സ് പറഞ്ഞു കഴിഞ്ഞാൽ പ്രായോഗികമായിട്ട് ഒത്തിരി കൺഫ്യൂഷൻസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇതാണ് അവിടെ മാത്രമല്ല, കല്യാൺ രൂപത ഫോം ചെയ്യപ്പെട്ടപ്പോ ഇതായിരുന്നു വലിയ വിഷയം. അപ്പൊ അന്ന് മാർപ്പാപ്പ സ്പെഷ്യൽ ഇൻഡൽട്ട് എന്ന് പറഞ്ഞാണ് ഒരു പ്രൊവിഷൻ കൊടുത്തത്. അതിന്റെ പ്രായോഗിക പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞു. പിന്നെ ഫരീദാബാദ് ഫോം ചെയ്തപ്പോഴും സെയിം ഇഷ്യൂ ഉണ്ടായി. അന്ന് അവർ റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറേ സീറോ മലബാറുകാർ റോമിന് എഴുതി കഴിഞ്ഞപ്പോൾ റോമിൽ നിന്നുള്ള മറുപടി ഉണ്ടായത് ഒരു പ്രത്യേക ഇൻഡൽട്ടിന്റെ ഒന്നും ആവശ്യമില്ല, ഉള്ള നിയമത്തിൽ തന്നെ നമുക്ക് ചില പ്രൊവിഷൻസ് ഉണ്ട് എന്ന് പറഞ്ഞ് അവർ പ്രായോഗികമായിട്ട് കുറേയേറെ പരിഹരിച്ചിട്ടുണ്ട്. പിന്നെ ഈ പ്രശ്നം വരുന്നത് ഷംഷാബാദ് ഫോം ചെയ്തപ്പോഴാണ്. അവിടെ ഈ ഫരീദാബാദിൽ ഫോളോ ചെയ്യുന്ന ഫോർമുല അല്ലെങ്കിൽ പ്രാക്ടീസ് തൃപ്തികരമല്ല എന്നുള്ളതായിരുന്നു ഷംഷാബാദിലെ റീഡിങ്. അതുകൊണ്ട് അവർ ഒരു പടി കൂടി മുന്നോട്ട് പോയിട്ടുള്ള ഒരു പ്രാക്ടീസാണ് അവിടെ ഫോളോ ചെയ്തു വരുന്നത്. ഈ പുറമെയുള്ള രൂപതകളുടെ എക്സാക്ട് പ്രാക്ടീസ് എനിക്ക് കൃത്യം അറിയില്ല. ഞാൻ നാട്ടിലെയാണ് കുറച്ചും കൂടിയൊക്കെ ഒന്ന് ഫോളോ ചെയ്തത്. ഇത് ഒരു ടെൻഷൻ സംഭവം തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ സെഷൻ ടോമിച്ചേട്ട അവസാനിപ്പിക്കാം. ഇനി എനിക്ക് വരുന്ന ഡിസ്കഷനുകളിലേക്ക് പോകാം. ഇൻട്രസ്റ്റിംഗ്
നിങ്ങൾ ടോപ്പിക്സ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം. വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളതിനെ കുറിച്ച് ചിലപ്പോൾ ഒരു റിസർവേഷൻ ഞാൻ പറയും. അല്ലെങ്കിൽ നമുക്ക് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാവുന്ന. ഓക്കെ, താങ്ക് യു അച്ഛ. അച്ഛൻ ആ സ്ക്രീന് ഷെയറിംഗ് സ്റ്റോപ്പ് ചെയ്യാമെങ്കിൽ നമുക്ക് എല്ലാവരെയും സ്ക്രീനിൽ കാണാം. ഷെയറിംഗ് നിർത്തുവാണെങ്കിൽ ഓക്കെ. ശരി. അച്ഛന് ഒഫീഷ്യലായിട്ട് നന്ദി ഇപ്പൊ പറയുന്നില്ല, കാരണം നന്ദി പറയാൻ നമ്മൾ കമ്മിറ്റിയിൽ ഒരാളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ നമ്മൾ 5 മിനിറ്റ് കഴിഞ്ഞാണ് തുടങ്ങിയത്. 50 മിനിറ്റ് സമയമായി. UK സമയം 2:55 നാട്ടിലെ സമയം നമുക്ക് കണക്കൂട്ടാൻ നാട്ടിലുള്ളവർക്ക് 7:30 തുടങ്ങിയത്. 8:25 എന്നാണ് ഞാൻ വിചാരിക്കുക. ഇപ്പൊ നമുക്ക് 106 പേരെ വരെ ഞങ്ങൾ എണ്ണി 96 പേരുണ്ട്. 10 പേര് ഇടയ്ക്ക് അവര് എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ പോകുന്നുള്ള മെസ്സേജുകളൊക്കെ അയച്ചിട്ടുണ്ട്. ഞങ്ങളെ കമ്മിറ്റി UK മെമ്പർഷിപ്പ് ഉള്ള ആൾക്കാരുടെ ഇന്ന് കുറച്ച് ചോദ്യങ്ങൾ ഒരു അച്ഛനെ ഞാൻ അയച്ചു തന്നിരുന്ന 8 ചോദ്യം. ആ 8 ചോദ്യം മറുപടി പറഞ്ഞിട്ട് ഇവിടെ ഗ്രൂപ്പിലുള്ള ചോദ്യങ്ങൾക്ക് നിങ്ങളുടെ അവസരം തരുന്നതായിരിക്കും, സമയം അനുവദിക്കുകയാണെങ്കിൽ. അതിനു മുമ്പ് ഞാൻ UK സീറോ മലബാർ ഫെയ്ത്ത് ആൻഡ് ജസ്റ്റിസ് ഫോറം താമസിച്ച് വന്നവർക്ക് അത് എന്താണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് ഞാൻ ചുരുക്കി പറയാം. 1 മിനിറ്റ് എടുക്കുകയുള്ളൂ ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ്. 2025 ഒക്ടോബർ 4 ഞാനൊരു വീഡിയോ ഇട്ടു. എന്നെ പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടി പറയുകയല്ല. ഞാൻ 40 വർഷമായിട്ട് സീറോ മലബാറിൻ്റെ സഭയായിട്ട് ഒത്തിരി അടുത്തിരിക്കുന്നയാളാണ്. 15 വർഷം സൺഡേ സ്കൂൾ ടീച്ചറായിരുന്നു. കോതമംഗലം രൂപതയാണ് എൻ്റെ സ്ഥലം, തൊടുപുഴ മദർകോട് ഇടവകയാണ്. 25 വർഷം മിഷൻ ലീഗിൻ്റെ രൂപതാ ഭാരവാഹി, പിന്നെ യുവദീപ്തി, കാത്തലിക് കോൺഗ്രസിൻ്റെ ഗ്ലോബൽ അങ്ങനെ സഭയായിട്ട് ഒത്തിരി ചേർന്ന് നിന്നാണ്. ഇവിടെയാണെങ്കിലും പാസ്റ്റർ കൗൺസിൽ മെമ്പർ, സേഫ് ഗാർഡിംഗ് ട്രെയിനർ. അച്ഛൻ പറഞ്ഞ ആ ഒരു ടെറിട്ടറിയുടെ ഇഷ്യൂ, ഞങ്ങൾ 23 വർഷമായി UK. നമ്മുടെ കുട്ടികൾ ലാറ്റിൻ പള്ളിയിലാണ് പോകുന്നത്. 2002 ഞങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ ലാറ്റിൻ പള്ളിയിലാണ് കുട്ടികളുടെ മാമോദീസ, സ്ഥൈര്യലേപനം, ആദ്യ കുർബാന. അപ്പോൾ കല്യാണമൊക്കെ നടക്കേണ്ട പ്രായമായി. ഞങ്ങളുടെയൊക്കെ വന്ന ബാച്ചിലുള്ളവരുടെയൊക്കെ കല്യാണമൊക്കെ. അപ്പോൾ കല്യാണത്തിന് ഞങ്ങൾ ലാറ്റിൻ പള്ളിയിൽ പോയി. ലാറ്റിൻ പള്ളിയിലെ കുറി വാങ്ങിച്ചുകൊണ്ട് പോയി ഓലക്കുടത്ത് വെച്ച് നടത്തണമെങ്കിൽ പറ്റില്ലെന്നാണ് പറയുക. കാരണം 2016 ഇവിടെ ഒരു സീറോ മലബാർ രൂപത വന്നു. അതിനകത്താണ് പ്രോപ്പർ പാസ്റ്റർ. സീറോ മലബാറിൻ്റെ ബിഷപ്പ് ശ്രാമ്പിക്കൽ പറയുന്നു, നിങ്ങളുടെ പ്രോപ്പർ പാസ്റ്റർ ഞാനാണ്, അല്ലെങ്കിൽ എൻ്റെ കീഴിലുള്ളൊരു സീറോ മലബാർ വൈദികനാണ്. കാനോൺ നിയമത്തനുസരിച്ച് ശരിയാണെങ്കിലും ഞങ്ങൾക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം എൻ്റെ രൂപത കോതമംഗലം, ഞാനിവിടെ UK ബ്രൻഡ്വുഡ് രൂപതയാണ്. അപ്പോൾ എൻ്റെ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ എല്ലാ രേഖകളും അവിടെ അച്ഛൻ പറഞ്ഞ മാതിരി ആ ഡുമസയിൽ ഞങ്ങളൊരു ഫോം പൂരിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഞങ്ങളുടെ റൈറ്റ് മാറിയിട്ടില്ല. ഇത് അമേരിക്കയിലും കാനഡയിലും ഓസ്ട്രേലിയയിലുള്ളവരെ ഇപ്പോൾ റൈറ്റ് മാറിയിട്ടില്ല. പക്ഷേ ഞങ്ങളുടെ കൂദാശകൾ അവിടെ വെച്ച് നടത്തണം. അതിന് ഇപ്പോൾ ഒരു ഡിസ്പ്യൂട്ട് വന്നിരിക്കുകയാണ്. കൂദാശകൾ നടത്തണമെങ്കിൽ ഡെലഗേഷൻ വേണമെങ്കിൽ കൊടുക്കാമെന്നാണ്. അത് അച്ഛൻ ആദ്യത്തെ ചോദ്യം അതാണ്, ഡെലഗേഷനെ കുറിച്ചാണ്. ഞാൻ എൻ്റെ ബാക്ക്ഗ്രൗണ്ടാണ്. അപ്പം അങ്ങനെ 2-3 കല്യാണങ്ങൾ ഇൻവാലിഡ് മാരേജാണ്, നടത്താൻ പറ്റില്ല. ലാറ്റിൻ പള്ളിയിൽ പോകുന്ന ആൺകുട്ടിയും പെൺകുട്ടിയും സീറോ മലബാറിൽ ജനിച്ച മാതാപിതാക്കളുടെ കുട്ടികൾക്ക്. അപ്പോൾ അതാണ് ഡിസ്പ്യൂട്ട്. അപ്പോൾ അച്ഛൻ്റെ ആദ്യത്തെ ചോദ്യം, അങ്ങനെ ഞങ്ങൾ ഇതിന് ഡിസ്പ്യൂട്ട് വന്നു. ഒക്ടോബർ 4 ഞാനൊരു വീഡിയോ ഇട്ടു. ഒക്ടോബർ 11 ഞങ്ങളൊരു ഫോറം ഉണ്ടാക്കി. ആ ഫോറത്തിൻ്റെ കെറോഫിലാണ് ഇപ്പോൾ പരിപാടി. സഭാ വിരോധികളല്ല, സഭയിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി പറയണം. എവിടെയൊക്കെ നമുക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്ത് സഭ നന്നായിട്ട് പോകണം. ഒരു നവീകരണം എവിടെയാണ് ആവശ്യം, അതിന് കാനോലോ വെച്ച് ഞങ്ങളെ ഭീഷണിപ്പെടുത്തരുതെന്ന് മാത്രമാണ് ഞങ്ങൾ പറയുക. നമുക്ക് ഒരുമിച്ച് പഠിച്ചിട്ട് മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യാം. അച്ഛാ, ആദ്യത്തെ ചോദ്യം എല്ലാവർക്കും വേണ്ടി ഞാൻ ചോദിക്കുന്നത്, ഈ പ്രോസസ് ഓഫ് ഡെലഗേഷൻ ഇൻ കണ്ടക്ടിങ് ദ സാക്രമെന്റ്സ് എസ്പെഷ്യലി മാരേജ് ഇൻ എ ലോക്കൽ RC ചർച്ച്. ഉദാഹരണത്തിന് അച്ഛന് അത് ഫരീദാബാദിയായിട്ട് വേണമെങ്കിൽ കൂട്ടിപ്പെടുത്തി പറയാം. ഫരീദാബാദ് രൂപത വന്നതിന് ശേഷം ഫരീദാബാദിലെ ലാറ്റിൻ പള്ളിയിൽ പോകുന്ന ആൾക്കാരുണ്ട്, സീറോ മലബാറിൽ പോകുന്നുണ്ട്. അപ്പോൾ സീറോ മലബാറിൽ വെച്ച് നടത്തണമെങ്കിൽ എന്താണ് അതിൻ്റെ പ്രോസസ്സ്, ആ ഡെലഗേഷൻ എങ്ങനെയാണ് കൊടുക്കേണ്ടത്? അതാണ് ആദ്യത്തെ ചോദ്യം. എനിക്ക് മനസ്സിലായത് ഇതാണ്, 2 സീറോ കേൾക്കാലോ അല്ലേ? കേൾക്കാം അച്ഛാ. 2 സീറോ മലബാറുകാര് വർഷങ്ങളായിട്ട് ലാറ്റിൻ പള്ളിയിൽ അവർ പോകുന്നു. അവർക്ക് അവരുടെ കല്യാണം ലാറ്റിൻ പാരിഷസിൽ നടത്തണം. അവര് സീറോ മലബാർ പള്ളിയായിട്ട് കണക്ഷൻ ഒന്നുമില്ല, അല്ലെങ്കിൽ അവിടെ എൻറോൾ ചെയ്തിട്ടില്ല. ഇതാണ് സംഭവം. ഞാൻ ഇത് അന്ന് ചോദ്യം അയച്ചു തന്നപ്പോൾ ഞാൻ കുറച്ച് അന്വേഷണമൊക്കെ നടത്തി. അതായത് ലാറ്റിൻ പള്ളിയിൽ 2 സീറോ മലബാറുകാരുടെ കല്യാണം നടത്താം. നമുക്ക് അങ്ങനെ സാധിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു പോകാം. 2 പേരുടെ നടത്താം, അല്ലെങ്കിൽ ഒരു സീറോ മലബാർ പള്ളിയിൽ 2 ലാറ്റിൻസിന്റെ നടത്താം. അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നടത്തുമ്പോ നമ്മൾ പറയുന്ന നിയമം ഇതാണ്, സെലബ്രന്റിന്റെ റൈറ്റ് ആയിരിക്കണമെന്ന് പറയും. അപ്പൊ ആ കല്യാണം കെട്ടിക്കുന്നത് ഒരു ലാറ്റിൻ അച്ഛനാണെങ്കിൽ
ആ അച്ഛന് സീറോ മലബാർ കുർബാനയോ സീറോ മലബാർ രീതിയിലോ ചെല്ലാൻ പാടില്ല. അത് ലാറ്റിൻ രീതിയിലാണ് ആ കല്യാണം നടത്താവും. അത് കാർമ്മികന് കാർമ്മികനെ സംബന്ധിക്കുന്ന ഒരു നിയമമാണത്. ഇപ്പൊ എനിക്ക് സീറോ മലബാർ റൈറ്റിൽ മാത്രമാണ് കല്യാണം നടത്താൻ പറ്റുകയുള്ളൂ. രണ്ട് ലാറ്റിൻസ് ഇപ്പൊ നാട്ടിലൊക്കെ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കല്യാണം കഴിച്ചിട്ടുണ്ട്. ചിലപ്പോ ചേട്ടത്തിയുടെ ആങ്ങളുടെ കല്യാണമായിരിക്കും, അവൻ കെട്ടുന്നത് ലാറ്റിനെ ആയിരിക്കും. ഞാൻ കെട്ടിക്കാൻ ചെന്നാൽ സീറോ മലബാർ രീതിയിലാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ ഒരു ലാറ്റിൻ അച്ഛൻ വന്നാൽ ലാറ്റിൻ രീതിയിലേ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്, ബൈ റിച്വലിസം വേണമെന്ന് പറയും. അതായത് രണ്ട് റൈറ്റിലും എക്സർസൈസ് ചെയ്യാനുള്ള പ്രത്യേക അനുവാദം റോം തന്നിരിക്കണം. ഉദാഹരണത്തിന് നമ്മുടെ അച്ഛന്മാര് ലാറ്റിൻ രൂപതകളിൽ ഇപ്പൊ ഇംഗ്ലണ്ടിലൊക്കെ വർക്ക് ചെയ്യാൻ വരുമ്പോ ആ അച്ഛൻ ബിഷപ്പ് വഴി ഇവിടുത്തെ ബിഷപ്പും UK ബിഷപ്പും റെക്കമെൻഡ് ചെയ്ത് റോമിന് എഴുതിയിട്ടാണ് ആ അനുവാദം വാങ്ങിക്കുക. ആ അച്ഛന് ലാറ്റിൻ കുർബാനയും ചെല്ലാം, സീറോ മലബാർ കുർബാനയും ചെല്ലാം. അപ്പൊ ഞാൻ പറഞ്ഞത്, ലാറ്റിൻ ഇടവകയില് രണ്ട് സീറോ മലബാറുകാരുടെ കല്യാണം നടത്തുന്നത് ലാറ്റിൻ അച്ഛനാണെങ്കിൽ കർമ്മം ലാറ്റിൻ ആയിരിക്കും. നടത്തുന്നത് നമ്മുടെ ഒരു ബന്ധു അല്ലെങ്കിൽ പരിചയക്കാരൻ സീറോ മലബാർ അച്ഛനാണെങ്കിൽ സീറോ മലബാർ രീതിയിലായിരിക്കും. ബൈ റിച്വലിസം ഫാക്കൽറ്റി ഉള്ള ഒരു അച്ഛനാണെങ്കിൽ ഏത് രീതിയിലും നമുക്ക് പറഞ്ഞു ചെയ്യിക്കാം. ഇനി ഇതിനുള്ള ഞാൻ പറഞ്ഞു തീർന്നില്ല. ഇതിനുള്ള പെർമിഷൻ സംഭവമാണ് പ്രശ്നം. ഈ ലാറ്റിൻ പാരിഷ് പ്രീസ്റ്റിന് ഇവരുടെ രണ്ടുപേരുടെ കല്യാണം നടത്താനുള്ള അധികാരമുണ്ടോ എന്നുള്ളതാണ്. അപ്പൊ നമ്മളിതിൽ കാണേണ്ട ഒരു കാര്യം, നമ്മുടെ രൂപത വരുന്നതിന് മുമ്പ്, അതായത് ബ്രിട്ടനിൽ സീറോ മലബാർ രൂപത വരുന്നതിന് മുമ്പ് സീറോ മലബാർ വിശ്വാസികള് ലാറ്റിൻ രൂപതയുടെ പാസ്റ്ററൽ കെയറിന് ഏൽപ്പിക്കപ്പെട്ടവരാണ്. അവരാണ് വേണമെങ്കിൽ ഒരു സീറോ മലബാർ അച്ഛനെയൊക്കെ നമുക്ക് വേണ്ടി നിയമിക്കുന്നത് ഒരു രൂപത വരുന്നതിന് മുമ്പ്. അപ്പോ മിക്കവാറും രൂപതകളില് ചിലപ്പോൾ ഒരു സീറോ മലബാർ അച്ഛനെ നിയമിക്കും, അല്ലെങ്കിൽ ലാറ്റിൻ അച്ഛന്മാർക്ക് അവിടുത്തെ പിതാക്കന്മാര് പ്രത്യേക ഫാക്കൽറ്റി കൊടുക്കും ഓറിയന്റൽസിന്റെ കല്യാണം നടത്താനായിട്ടുണ്ട്. അപ്പൊ നമ്മൾ അവിടെ ഒരു ലാറ്റിൻ ഇടവകയിൽ ചെന്ന് നമ്മൾ താമസിക്കുമ്പോൾ നമുക്ക് അവിടെ സീറോ മലബാർ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ആ ലാറ്റിൻ രൂപതയുടെ ഭാഗമാണ്. നമുക്ക് എല്ലാ സാക്രമെന്റ്സും അവിടെ ചെയ്യാം. മാക്സിമം അവർ ചോദിക്കുന്നത് നാട്ടിൽ നിന്ന് ഒരു ബാപ്റ്റിസം സർട്ടിഫിക്കറ്റ് ആയിരിക്കും അവർ ചോദിക്കുന്നത്. അതേസമയം നമുക്കൊരു രൂപത വന്നു കഴിയുമ്പോൾ ഈ നിയമത്തിന് പ്രശ്നമുണ്ട്. ആ പ്രൊസീജിയർ മാറും. അത് നിയമം അങ്ങനെയാണ്. അതിന്റെ പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസ് നമ്മൾ എങ്ങനെ ഓവർകം ചെയ്യണമെന്നുള്ളത് നമുക്ക് ചിന്തിക്കുകയും അതിന്റെ പരിഹാരങ്ങൾ ഇപ്പൊ ഞാൻ പറഞ്ഞോണം പല രൂപതകളിൽ പല വിധത്തിലാണ് കണ്ടെത്തിയിട്ടുള്ളത്. അത് വേറൊരു ചർച്ചയാണ്. അപ്പൊ ഈ പുതിയ രൂപത വന്നപ്പോഴുള്ള സംഭവം എന്ന് വെച്ചാൽ ആ രൂപതയുടെ ടെറിറ്ററിയിൽ താമസിക്കുന്ന സീറോ മലബാറുകാരെല്ലാവരും ഈ രൂപത അംഗങ്ങളാണ് എന്നുള്ളതാണ് നിയമം. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു കൺഫ്യൂഷൻ ഉള്ളത്. ഈ ഡൊമിസൈൽ ഉള്ളത് കൊണ്ട് ഓട്ടോമാറ്റിക്കലി മെമ്പർഷിപ്പ് വരുന്നുണ്ടോ എന്നുള്ള സംശയം പറഞ്ഞത് അതുകൊണ്ടാണ്. അതിന്റെ റെലവൻസ് അവിടെ വരുന്നത്. നിങ്ങൾ അവിടെ താമസിച്ച് 20 വർഷം നിങ്ങൾ എൻറോൾ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ സീറോ മലബാർ രൂപതയിൽ സീറോ മലബാർ രൂപതയുടെ അംഗങ്ങളാണോ എന്നുള്ളതാണ്. അപ്പൊ ഈ ലാറ്റിൻ അച്ഛന് അവിടെ വെച്ച് കല്യാണം നടത്തണമെങ്കിൽ ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ശ്രാമ്പിക്കൽ പിതാവ് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്, ഈ സീറോ മലബാർ അംഗം താമസിക്കുന്ന ഇടത്തെ സീറോ മലബാർ അച്ഛന്റെ ഭാഗത്ത് നിന്ന് ഒരു നോൺ ഒബ്ജെക്ഷൻ വേണമെന്നുള്ളതാണ് പറഞ്ഞിരിക്കുക. അപ്പൊ ഈ ഫരീദാബാദിൽ ഈ പ്രശ്നം ഉണ്ടായപ്പോ അവർ പരിഹരിച്ചത്, ഈ ലാറ്റിൻ അച്ഛൻ ഇതിന്റെ എൻറ്റയർ ഡൊസിയർ, അതായത് പ്രീ നൊപ്ഷ്യൽ എൻക്വയറി എന്ന് അത് പറയുക, ചെറുക്കനെയും പെണ്ണിനെയും വിളിച്ചിരുത്തി ആ കുറെ ഫോമൊക്കെ പൂരിപ്പിച്ച് എല്ലാ പ്രൊസീജിയറും ഈ ലാറ്റിൻ അച്ഛൻ ചെയ്യുന്നു. എന്നിട്ട് ഈ ഡൊസിയർ ഈ കൺസൈൻഡ് സീറോ മലബാർ അച്ഛന് നോൺ ഒബ്ജെക്ഷന് വേണ്ടിയിട്ട് അയക്കുന്നു. അപ്പൊ ഈ സീറോ മലബാർ അച്ഛൻ
ഫരീദാബാദിൽ ഞാൻ കേട്ടതനുസരിച്ച് ചെയ്യുക, ഒബ്ജക്ഷൻ ഇല്ല, നടത്തിക്കോളാൻ പറഞ്ഞു. ഈ ഡൊസിയർ പരിശോധിച്ചിട്ട് അങ്ങ് തിരിച്ചയക്കാനത്. അത് ഞാൻ പറഞ്ഞു. ശംഷാബാദ് രൂപത വന്നപ്പോ ഈ പ്രാക്ടീസിനെ കുറിച്ച് അവിടെ വലിയ കൺഫ്യൂഷനും ഡിബേറ്റും ഉണ്ടായി. ഈ ലാറ്റിൻ ഇടവകയിലെ അച്ഛൻ ഈ ഡൊസിയർ സീറോ മലബാർ അച്ഛൻ അയച്ചു കഴിയുമ്പോൾ ആ അച്ഛൻ അറിയാത്ത ഒരാളെ കുറിച്ചാണ് ഈ നോൺ ഒബ്ജക്ഷൻ ചോദിക്കുന്നത്. അതുകൊണ്ട് ഈ ശംഷാബാദിൽ അവർ തീരുമാനമെടുത്തു, ഈ സീറോ മലബാർ ഇടവകയിൽ ചേർന്നിട്ടുള്ളവരെ ഒഫീഷ്യലി ഫോർമലി എങ്കിലും ചേർന്നിട്ടുള്ളവർക്ക് മാത്രമാണ് അവർ ഈ നോൺ ഒബ്ജക്ഷൻ കൊടുക്കുകയുള്ളൂ. അപ്പൊ ലാറ്റിൻ പള്ളിയിൽ കൂദാശകൾ സ്വീകരിക്കുന്നതിനോ അവിടെ ആക്റ്റീവായിട്ട് തുടരുന്നതിനോ അല്ല തടസ്സം. പക്ഷെ ഫോർമലി എങ്കിലും ഈ സീറോ മലബാർ ഇടവകയിൽ ഇവർ എൻറോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഈ കൂദാശകൾ സ്വീകരിക്കാൻ നോൺ ഒബ്ജക്ഷൻ കൊടുക്കുകയുള്ളൂ. അത് ഒരു പോളിസി എടുത്തതാണ്. ശംഷാബാദിൽ അതിന്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്ന് പറയുന്നു. എന്നാലും ഇത്രയും ഇപ്പൊ നിങ്ങൾ പറയുന്ന വർഷങ്ങളോളം അവിടെ ലാറ്റിൻ ഇടവകളിൽ താമസമാക്കിയവർ ചിലപ്പോൾ അധികം ഇല്ലായിരിക്കും, എനിക്ക് അറിഞ്ഞുകൂടാ അത്ര കൃത്യമായിട്ട്. ഇതാണ് പ്രശ്നം. ഈ ഞാൻ മനസ്സിലാക്കിയതും അത് തന്നെയാണ് യു കെയിൽ ഉണ്ടായിരിക്കുന്ന പ്രശ്നം. അവിടെ എൻറോൾ ചെയ്യാതെ സീറോ മലബാർ അച്ഛൻ ഈ നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കില്ല എന്നുള്ള ഒരു 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 പ്രോബ്ലമാണ് വന്നിരിക്കുന്നത്. അച്ഛൻ പറഞ്ഞത് correct ആണ്. ഓക്കെ. അതിനകത്ത് ഒരു ഒബ്സർവേഷൻ കൂടെ പറയാച്ച, 22,000 ഫാമിലി സീറോ മലബാർ ഉണ്ടെന്നാണ് പറയുന്നത് യു കെയിൽ. അതിൽ 15,000 പേര് അച്ഛൻ ഈ പറഞ്ഞ മാതിരി എൻറോൾ ചെയ്തിട്ടുണ്ട്. എൻറോൾ ചെയ്യുന്ന പറഞ്ഞ ഒരു ഫോം പൂരിപ്പിച്ച് കൊടുക്കണം. ഞാനടക്കം ഒരു 5,000-ലും ഒരു 8,000-നും ഇടയ്ക്ക് ഫാമിലി പൂരിപ്പിച്ച് കൊടുത്തിട്ടില്ല. അവർക്ക് അത് പൂരിപ്പിച്ച് കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല, നമ്മൾ ലാറ്റിൻ പള്ളിയുമായിട്ടുള്ളൊരു അറ്റാച്ച്മെൻറ്റും ഒരു കണക്ഷനും 20-25 വയസ്സായിട്ടുണ്ട്. കാരണം നമ്മൾ ആ പള്ളിയിൽ പോയില്ലെങ്കിൽ ആ പള്ളി പലതും പൂട്ടിക്കൊണ്ടിരിക്കുന്ന പ്രായമുള്ള ആൾക്കാർ, ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. അച്ഛൻ പറഞ്ഞ പ്രോസസ്സ് വെച്ചാണെങ്കിൽ ഈ പ്രശ്നം യു കെയിൽ ഉണ്ടാകില്ലായിരുന്നു. അതായത് ഒരു ഡാരൻ ക്ലരീന എന്ന് പറഞ്ഞ ഒരു കപ്പിളിനാണ് അവർ ഇൻവാലിഡ് മാരേജ് എന്ന് പറഞ്ഞ് ലെറ്റർ കൊടുത്തത്. അപ്പോൾ ലാറ്റിൻ പള്ളിയിലെ 2 പള്ളിയിലെ അച്ഛന്മാർക്ക് ഇവരെ നന്നായിട്ട് അറിയാം 20 വർഷമായിട്ട്. അപ്പോൾ ഇത് സീറോ മലബാറിൽ ചോദിച്ചപ്പോൾ അവർ നോ ഒബ്ജക്ഷൻ കൊടുത്താൽ മതി ഡെലഗേഷൻ. അതവർ പറഞ്ഞപ്പോൾ കൊടുക്കണമെങ്കിൽ നിങ്ങൾ എവിടെയാണോ നിങ്ങളുടെ സീറോ മലബാർ അച്ഛനുണ്ട് അവിടെ പോയി എൻറോൾ ചെയ്തിട്ട്, കാരണം ആ അച്ഛന് ഇവരെ കുറിച്ച് ഒന്നും അറിയില്ല, എല്ലാ രേഖകളും ലാറ്റിൻ പള്ളിയിലാണ്. അപ്പോൾ അത് ഈ മീറ്റിങ്ങിൽ തീരില്ല. അച്ഛനത് ക്ലാരിഫിക്കേഷൻ പറഞ്ഞു തന്നാൽ അതാണ് നമ്മുടെ ഡിസ്പ്യൂട്ട്. നമ്മൾ മാർപ്പാപ്പയ്ക്ക് അവർ എഴുതിയിട്ടുണ്ട്. മാർപ്പാപ്പയുടെ മറുപടി അറിഞ്ഞിട്ട് നമ്മൾ കോടതിയിലേക്ക് പോകാനാണ് പ്ലാൻ. അച്ഛൻ രണ്ടാമത്തേത് അച്ഛൻ പറഞ്ഞു വെച്ചു, ഈ ഡെലഗേഷനും ഡിസ്പെൻസേഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറയാമോ? ഡെലഗേഷൻ നോൺ NOC എന്നൊക്കെ പറയുന്ന അച്ഛൻ പറഞ്ഞത് ഡെലഗേഷൻ ആണ്. ഈ ഡിസ്പെൻസേഷൻ ഈ ഡെലഗേഷൻ കൺസെപ്റ്റ് എന്ന് പറയുന്നത്, ഇപ്പൊ ഞാനാണ് കോമ്പറ്റന്റ് വികാരിച്ചനെങ്കിൽ വേറൊരാൾക്ക് ഞാൻ ആ പവർ ഡെലഗേറ്റ് ചെയ്യുന്നതാണ് ആ അച്ഛൻ. അത് നമ്മുടെ ഇതിൽ പറയുന്നത് വികാരിയച്ഛനാണ് കല്യാണം നടത്താനുള്ള കോമ്പിറ്റൻസ് ഉള്ളത്, പെൺകുട്ടിയുടെ വികാരിച്ചനോ ചെറുക്കന്റെ വികാരിച്ചനോ. വേറൊരു തേർഡ് അച്ഛനാണ് ചെയ്യുന്നതെങ്കിൽ ഇവരിൽ രണ്ടുപേര് ആ ആളെ അതാണ് നമ്മൾ ഈ കുറി കൊടുക്കുന്നത്. നാട്ടിലെ രീതിയാണെങ്കിൽ 2 വികാരിച്ചന്മാരും കുറി അയക്കണം. അവിടത്തേക്ക് രീതി അനുസരിച്ച് ഒരു വികാരിച്ചൻ ഇതിന്റെ എല്ലാ മാരേജ് പേപ്പേഴ്സ് തയ്യാറാക്കിയിട്ട് ആ അച്ഛനാണ് ഈ കെട്ടിക്കാൻ പോണ അച്ഛനും ഈ ഡെലഗേഷൻ കൊടുക്കണമെന്ന് പറയുന്നു. ഡിസ്പെൻസേഷൻ വരുന്നത് ഏതെങ്കിലും നിയമത്തിന്റെ ഒരു റിക്വയർമെന്റിൽ നിന്ന് ഇളവ് കൊടുക്കുന്നതാണ്. ചില മിക്കവാറും നിയമങ്ങളിൽ നിന്ന് ബിഷപ്പിനാണ് കൊടുക്കാനുള്ള പവർ ഉള്ളത്. വളരെ ചുരുക്കം വികാരിച്ചിന് ഡിസ്പെൻസേഷൻ കൊടുക്കാൻ വളരെ ചുരുക്കം. പക്ഷെ അത് ഒരു ഉദാഹരണം പറയാമോ? ഡിസ്പെൻസേഷൻ ഒരു ഉദാഹരണം പറയാമോ? ബിഷപ്പ് ആണെങ്കിൽ ഇപ്പോ നമ്മൾ പറയുന്ന ഡിസ്പെൻസേഷൻ, മാരേജിൽ ഡിസ്പെൻസേഷൻ വരുന്നത് ഇപ്പൊ നമുക്കൊരു ഇംപെഡിമെന്റ് എന്ന് പറയും. ഇംപെഡിമെന്റ് ഇപ്പൊ അടുത്ത ബന്ധുക്കൾ തമ്മിൽ കല്യാണം കഴിക്കാൻ പാടില്ല. അതിന് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇപ്പൊ ആങ്ങളെ പെങ്ങള് മക്കള് കല്യാണം കഴിക്കാൻ പാടില്ല എന്നോ, അത് ഒരിക്കലും ഡിസ്പെൻസ് ചെയ്യില്ല. ഇനി അടുത്ത തലമുറയിലുള്ളവർ തമ്മിലാണ് എന്തെങ്കിലും കാര്യം ഇഷ്ടപ്പെട്ടു അവർക്ക് കല്യാണം കഴിക്കുന്നു, നിയമം അനുസരിച്ച് ഇംപെഡിമെന്റ് ആണ്. ഇത്ര തലമുറയുടെ അത് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു വിധമുണ്ട് രക്തബന്ധത്തിന്. പക്ഷെ ഒരു വിധത്തിലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സംഭവമാണെങ്കിൽ അതിന്റെ കാര്യകാരണങ്ങൾ പറഞ്ഞ് ബിഷപ്പിന് നമുക്ക് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ
ബിഷപ്പ് അതിലൊരു ഡിസ്പെൻസേഷൻ കൊടുക്കുന്നു എന്ന് പറഞ്ഞു, ഒരു ഇളവ് കൊടുക്കുകയാണ്. ആ നിയമത്തിന്റെ ആ റിക്വയർമെന്റിൽ നിന്ന് ഒരു ഇളവ് ആ ദമ്പതികൾക്ക് മാത്രമായിട്ട് അവരുടെ പർട്ടിക്കുലർ സിറ്റുവേഷൻ പരിഗണിച്ച് കൊടുക്കുന്നതാണ്. അപ്പൊ അത് രണ്ടും തമ്മിൽ എനിക്ക് അറിഞ്ഞുകൂടെ ഏത് ഇഷ്യൂലാണ് ഇത് തമ്മിൽ കൺഫ്യൂഷൻ നിങ്ങൾക്ക് തോന്നിയെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ കൺസെപ്റ്റ് രണ്ടും ഡിസ്റ്റിങ്ക്റ്റ് ആണ്. അത് ഇവിടെ ഡിസ്പെൻസേഷൻ ബാധകമല്ല. ഇപ്പൊ ഇതാണ് ഇന്റർകാസ്റ്റ് മാരേജ്, ഒരു കാത്തലിക് ഒരു മുസ്ലിമിനെ ഒരു ഹിന്ദുവിനെ കിട്ടുന്നു. അപ്പൊ അത് ഡിസ്പെൻസേഷനുമായിട്ട് ബന്ധമുണ്ടോ? വേണമെങ്കിൽ ബിഷപ്പിന്റെ അനുവാദത്തോടു കൂടി നമുക്കൊരു കുർബാനയൊന്നും ചെല്ലൂലെന്നാണ് ഞങ്ങൾ അറിഞ്ഞത്. അപ്പൊ വേണമെങ്കിൽ നമുക്ക് പള്ളിയിൽ വെച്ച് ബ്ലസ് ചെയ്യത്തില്ലേ ഇന്റർകാസ്റ്റ് മാരേജ്? അത് ഡിസ്പെൻസേഷന്റെ പരിധിയിൽ വരുന്നതാണോ? അതെ, ഡിസ്പാരിറ്റി ഓഫ് കൾട്ട് മാരേജ്. കാരണം നമ്മുടെ കോമൺ നിയമം നമുക്ക് ഒരു കാത്തലിക്കിന് ഒരു കത്തോലിക്കിനെയാണ് വിവാഹം ചെയ്യാവൂ. അപ്പൊ ആ നിയമത്തിന്റെ റിക്വയർമെന്റിൽ നിന്ന് ബിഷപ്പ് കൊടുക്കുന്ന ഇളവാണ് വേറൊരു മതവിശ്വാസിയെ കല്യാണം കഴിക്കാനായിട്ട്. അത് ഈവൻ ഈ മിക്സഡ് മാരേജിന്റെ പെർമിഷനുകളൊക്കെ ആ വിധത്തിലാണ് പറയുന്നത്. ഓക്കെ, ഞാൻ പെട്ടെന്ന് ഈ ചോദ്യങ്ങൾ ചോദിക്കാം, അതിനുശേഷം ഇവിടെ ഉള്ളവർക്ക് ചോദ്യങ്ങൾ കാണുക. വെച്ചാൽ അടുത്ത ചോദ്യം, മൂന്നാമത്തെ ചോദ്യം. ഞാൻ ഈ ഫോറത്തിന്റെ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ഡിസംബർ 3-ാം തീയതി മൗണ്ട് സെന്റ് തോമസിൽ പോയി ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടലിനെ കണ്ടിരുന്നു. അദ്ദേഹത്തോട് അപ്പോയിൻമെന്റ് എടുത്തപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ വന്ന് കൂടുതൽ സമയം സംസാരിച്ചത് ഫാദർ എബ്രഹാം കാവിൽപ്പുരയിടം, ചാൻസലർ, അച്ചൻപടി ചാൻസലർ എന്നറിഞ്ഞു. അദ്ദേഹം എന്നോട് പെട്ടെന്ന് ഇങ്ങനെയുള്ള കാര്യം പറഞ്ഞപ്പോഴേക്കും പറഞ്ഞത്, നിങ്ങൾക്ക് അവിടെയാണ് സ്നേഹം കൂടുതലെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് ചേർന്നാൽ പോരെ, എന്നാൽ ഈ പ്രശ്നം തീർന്നല്ലോ എന്ന്. അത് വളരെ ഒരു അബ്രപ്റ്റ് ആയിട്ടുള്ളതാണ്, ഒരു മീറ്റിങ്ങിൽ പറയാൻ പാടില്ലാത്തതാണ്. നമ്മൾ ലാറ്റിൻ പള്ളിയിൽ പോകുന്നു, അവിടുത്തെ കാര്യങ്ങളെല്ലാം സഹായിക്കുന്നു, എന്നാൽ പിന്നെ നിങ്ങൾക്ക് അങ്ങോട്ട് ചേർന്നാൽ പോരെ എന്ന്. അപ്പോൾ ഒരു ചാൻസലർ ചോദിക്കാൻ പാടില്ലാത്തൊരു ചോദ്യമാണ്. അപ്പം ഇനിയിപ്പം ഈ ഇവിടെ ഇരിക്കുന്ന മനസ്സിലാക്കണം, അങ്ങനെ ഇപ്പം ചേരുവാന്ന് വിചാരിച്ചു ഞങ്ങൾക്ക് ഇവിടെ ചേരണമെങ്കിൽ എങ്ങനെയാണ് ഒരു റൈറ്റിൽ നിന്ന് സീറോ മലബാറിൽ നിന്ന് ലാറ്റിനിലേക്ക് മാറുന്നത്? ഞങ്ങൾ അവിടെ ഒരു ഫോം പൂരിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അതല്ല ഞങ്ങൾ ഉദ്ദേശിച്ചത്. ഈ കാവിൽപ്പുരയുടെ അച്ഛൻ പറഞ്ഞ മാതിരി നമ്മൾ അങ്ങോട്ട് ചേരാൻ ഞങ്ങൾക്ക് ആർക്കും താല്പര്യമില്ല. നമ്മൾ അവിടെ കൂദാശകൾ പോകുന്നു, ഞായറാഴ്ചയോടെ പങ്കെടുക്കുന്നു. പോകണമെങ്കിൽ അത് ആരാണ് അനുവാദം തരേണ്ടത്? ബിഷപ്പാണോ? എന്താണ് അതിന്റെ പ്രോസസ്സ്? അതാണ് മൂന്നാമത്തെ ചോദ്യം. നമ്മൾ ഇതിന്റെ കൺസെപ്റ്റ് ചേഞ്ച് ഓഫ് ചർച്ച് സൂയൂരിസ്, നമ്മൾ പറഞ്ഞ 24 സഭകളിൽ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് പോകാനുള്ള സാധ്യതയാണ്. അപ്പൊ ഈ ഡൽഹി ഫരീദാബാദില് കല്യാണങ്ങളൊക്കെ ഉണ്ടായപ്പോ കുറെ കുടുംബങ്ങൾ ഈ പറഞ്ഞോണം മാറാനായിട്ട് ആഗ്രഹിച്ചിരുന്നു. അവര് ഇൻഡിവിജ്വൽ അപേക്ഷ വെച്ച് ബിഷപ്പാണ് അത് ഗ്രാൻഡ് ചെയ്തത്. കാരണം അങ്ങനെ ചെയ്യാമെന്ന് റോമിന്റെ നിർദ്ദേശം ഉണ്ടായിരുന്നു. അതേസമയം ഫരീദാബാദിൽ വന്നു കഴിഞ്ഞപ്പോ എനിക്ക് ഒരു 4000 പേരോ 2000 പേരോ അങ്ങോട്ടൊക്കെ ഒപ്പിട്ട് അവരയച്ചതിൽ അവര് പറഞ്ഞത് ഞങ്ങൾക്ക് മാറാൻ താല്പര്യമില്ല എന്നാ പറഞ്ഞു. We want to continue in the Syro Malabar Church, but we want to be active in the Latin parish. അപ്പൊ അതിന് വന്നിരിക്കുന്ന മറുപടി ഇത് നമുക്ക് വളരെ, ഞാൻ ഓപ്പൺ ആയിട്ട് പറയാണ്, വളരെ സ്ട്രെയിഞ്ച് ആയിട്ട് പറയുന്ന ഒരു കാര്യം. അത് നിങ്ങളുടെ സ്റ്റാൻഡ് പ്രൈസ് വർത്തിയാന്ന് പറയണേ. അതായത് നിങ്ങൾ ലാറ്റിൻ സഭയിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞത് വളരെ പ്രൈസ് വർത്തിയാണെന്ന് റോം പറയുന്നത്. അപ്പൊ അതുകൊണ്ട് സഭയുടെ പ്രൊവിഷനുകളിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങളുടെ സീറോ മലബാർ അംഗത്വം തുടരുകയും ലാറ്റിൻ ഇടവകകളില് കർമ്മങ്ങളില് കൂദാശകളിൽ പങ്കെടുക്കുകയും ചെയ്യാമെന്നുള്ളൊരു പ്രൊവിഷനാണ്. നമ്മുടെ നിയമം അനുസരിച്ച് എത്ര വർഷം നമ്മൾ വേറൊരു ചർച്ച് സൂയൂരിസിന്റെ സാക്രമെന്റ്സിൽ പങ്കെടുത്താലും നമ്മുടെ അംഗത്വം മാറുന്നില്ല. അത് കൃത്യമായിട്ട് നിയമം പറയുന്നതാണ്. 20-40 വർഷം ഞാൻ ലാറ്റിൻ പാരീഷിൽ ആക്റ്റീവായിട്ട് ജീവിച്ചാൽ പോലും എൻ്റെ സീറോ മലബാർ സഭ അംഗത്വം പോകുന്നില്ല. ഇനി ഞാൻ അതിന് ആഗ്രഹിക്കുന്നു എന്ന് വിചാരിക്കും, ഞാൻ അത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സഭയിലെ പ്രൊസീജിയർ ഈ 2 ബിഷപ്സും തമ്മിൽ എഗ്രി ചെയ്യണമെന്നുള്ളതാണ്. 2 ബിഷപ്പും എഗ്രി ചെയ്യുന്നുണ്ടെങ്കിൽ കോളിസിയുടെ പെർമിഷൻ ഇംപ്ലൈഡ് ആണെന്നാണ് അതിൽ പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഒരു ചേരാനുള്ള സാധ്യത പറയുകയാണെങ്കിൽ പ്രൊസീജിയർ അതാണ്. ഇപ്പൊ നാട്ടില് ആർക്കും താല്പര്യമില്ല. ഇവിടെ ആരും അത് ചേരാൻ പോകുന്നുണ്ടോ എന്ന് തോന്നുന്നില്ല. അതിന്റെ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രം ചോദിച്ചതാണ് ആ ചോദ്യം. സമയക്കുറവ് പറഞ്ഞ 4-ാമത്തെ ചോദ്യത്തിലേക്ക് പോകട്ടെ അച്ഛാ. അതിന് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ഉണ്ടോ? 4-ാമത്തെ ചോദ്യവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഞാൻ പറഞ്ഞത് ഒന്ന് ടോം ചേട്ടൻ ആഡ് ചെയ്തത്, നാട്ടിലെ സിറ്റുവേഷനിൽ ഈ അപേക്ഷകൾ വരാറുണ്ട്. അതായത് ഇപ്പൊ ഒരു ലാറ്റിൻ പെൺകുട്ടി
മാത്രമുള്ള കുടുംബം, അതായത് ഒരു മകള് മാത്രമുള്ള കുടുംബം, ആ ലാറ്റിൻ പെൺകുട്ടിയെ ഒരു സീറോ മലബാർ പയ്യൻ വിവാഹം ചെയ്യുന്നു. നമ്മൾ പറയുന്ന ഈ അവകാശി പെൺകുട്ടി എന്നൊക്കെ പറയില്ല, അവിടെ സെറ്റിൽഡ് ആവാനായിട്ട് ഇവൻ ആഗ്രഹിക്കുകയാണെങ്കിൽ നമ്മുടെ കോമൺ നിയമം അനുസരിച്ച് സീറോ മലബാർ പയ്യന് അങ്ങോട്ട് മാറാൻ പാടില്ല. അതേസമയം ഒരു ലാറ്റിൻ പയ്യൻ സീറോ മലബാർ പെൺകുട്ടിയെ കെട്ടിയാൽ അവരിങ്ങോട്ട് മാറാനുള്ള ഫ്രീഡം ഉണ്ട് നമ്മുടെ നിയമം അനുസരിച്ച്. അപ്പൊ ഈ നമ്മുടെ സീറോ മലബാർ പയ്യൻ ഒരു ലാറ്റിൻ പെൺകുട്ടിയെ വിവാഹം ചെയ്ത് അവളുടെ വീട്ടിൽ സെറ്റിൽഡ് ആകുന്നു. ആ ഇടവകയില് അവര് അംഗമാകാൻ ആഗ്രഹിക്കുന്നു. ഇവൻ ഈ സൂയി യൂരിസ് ചർച്ച് മാറാൻ ആഗ്രഹിച്ചാൽ നമ്മുടെ അരമനയിൽ അപേക്ഷ വരുന്നു. ലാറ്റിൻ ബിഷപ്പിന്റെ ഒരു കൺസെന്റ്, നോൺ ഒബ്ജെക്ഷൻ മേടിക്കുന്നു. നമ്മൾ അനുവദിക്കുന്ന ഒരു പ്രോസസ്സാണ്. അത് നാട്ടിൽ നടക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞ നിങ്ങളുടെ അവിടുത്തെ കോണ്ടെക്സ്റ്റ്, ഈ റീസൺ എന്ന് പറയുന്നത് ഇതല്ല. അവിടെ അതെ. വർഷങ്ങളായിട്ട് ആ ഇടവകയിലായതുകൊണ്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ പ്രൊസീജിയർ ഇതാണ്. പിന്നെ ഒരു റൈറ്റ് അല്ല അത്. റിക്വസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ സാഹചര്യങ്ങൾ പരിഗണിച്ച് ബിഷപ്പിന്റെ ഒരു ഡിസ്ക്രീഷണറി പവർ അതിലുണ്ട്. അത് ഓർത്തേക്കണം. അതായത് ഈ സൂയൂരിസ് ചർച്ച് മാറാമെന്നുള്ള ഓപ്ഷൻ ഒരു വിശ്വാസിയുടെ റൈറ്റ് ആയിട്ട് പ്രസന്റ് ചെയ്യുന്നില്ല. ഒരു താങ്ക് യു അച്ഛാ. സ്പെഷ്യൽ, ഒരു ജസ്റ്റിഫയബിൾ റീസൺ ഉണ്ടെങ്കിൽ ബിഷപ്പ് അനുവദിക്കണം എന്നാണ് ഒരു സ്റ്റാൻഡ്. ഓക്കെ, താങ്ക് യു. നാലാമത്തെ ചോദ്യത്തിലേക്ക് പെട്ടെന്ന് പോകാം. ഇതുമായിട്ട് ഇതിനു മുമ്പിലത്തെ ചോദ്യമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഡ്യുവൽ മെമ്പർഷിപ്പ് പാടുണ്ടോ എന്നുള്ള. ഉദാഹരണത്തിന് എൻ്റെ കേസ്, ഞാൻ എൻ്റെ രജിസ്റ്റേർഡ് ഇടവക കോതമംഗലം രൂപതയിൽ മുതലക്കുടമാണ്. ഇപ്പോഴും എൻ്റെ എല്ലാ രേഖകളും എൻ്റെ കുടുംബ സ്ഥലത്ത് നിന്ന് അത് വേറെ ഒരു ഇടവകയിൽ ഇങ്ങോട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. ശരിക്കും ഞങ്ങൾ പറയുന്നത് ഞങ്ങളുടെ ഒരു ഇമോഷണൽ കണക്ഷനാണ് മുതലക്കുട ഇടവക. ഒരുപക്ഷെ ഞങ്ങൾ ഇവിടുന്ന് UK വെച്ച് മരിച്ചാൽ ഒരുപക്ഷെ നാട്ടിൽ കൊണ്ട് അടക്കണമെങ്കിൽ മുതലക്കുടത്താണ് ഖബറടക്കേണ്ടത്. അതിപ്പോൾ ഇവിടെ നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ചല്ല ചോദ്യം. മുതലക്കുടത്തെ കുറി ഞാൻ മാറ്റിയിട്ടില്ല, ഇപ്പോഴും അവിടെ തന്നെയാണ്. പക്ഷെ ഞാൻ ലാറ്റിൻ രൂപതയിലാണ് ഇവിടെ ചേർന്നിരിക്കുന്നത്. അവിടെ ഞാൻ മുതലക്കുടത്തേത് അംഗത്വം വെട്ടി മാറ്റിയിട്ട് ഇങ്ങോട്ട് ചേർന്നിട്ടില്ല. പക്ഷേ സീറോ മലബാർ രൂപത വന്നപ്പോൾ ശ്രാമ്പിക്ക പിതാവ് പറയുന്നില്ല നിങ്ങളെ മാതൃ ഇടവകയിൽ നിന്നും വെട്ടി മാറ്റിയിട്ട് ഇവിടെ വന്ന് ചേരണമെന്ന് പറയുന്നില്ല, ഞങ്ങളുടെ ഒരു ഫോം പൂരിപ്പിച്ച് തന്നേ പറയുന്നുള്ളൂ. ഇത് ഭയങ്കര കൺഫ്യൂഷനാണ്. നമ്മുടെ ഇടവക ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയാം എൻ്റെ ഇടവക മുതലക്കുടമാണ്. എൻ്റെ രണ്ടാമത്തെ ഇടവക എൻ്റെ ലാറ്റിൻ ഇടവകയാണ്, സീറോ മലബാർ അല്ല. UK സീറോ മലബാർ അല്ല. അവിടെ ഒരു ഫോം പൂരിപ്പിച്ചു കൊടുക്കുക എന്നുള്ള ഒരു പേപ്പറാണ്. അതിനെക്കുറിച്ച് അച്ഛൻ്റെ അഭിപ്രായം എന്താണ്? അതിന് കാനൂണിൽ എന്തെങ്കിലും പറയുന്നുണ്ടോ? വിദേശത്ത് പോകുന്നവര് അല്ല, എനിക്ക് എൻ്റെ അറിവനുസരിച്ച് ഇത് ഇപ്പോഴും പരിഹരിക്കപ്പെടാത്ത പ്രശ്നമാണ്. ഞങ്ങൾ നാട്ടിലെ അച്ഛന്മാര് ഇതിന്റെ കുറേയേറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. കാരണം ഇപ്പൊ കാനഡയിലെ രൂപതയിൽ നിന്ന്, അവിടുത്തെ ഇടവകയിൽ നിന്ന് അവരുടെ മെമ്പർ ആണെന്നും പറഞ്ഞ് എല്ലാ മാരേജ് പേപ്പേഴ്സും തയ്യാറാക്കിയിട്ട് നാട്ടിലേക്ക് കൊടുത്തുവിടാണ്. ഇവരുടെ കല്യാണം അവിടെ വെച്ച് നടത്തുക എന്ന് പറഞ്ഞു. സത്യത്തിൽ നമ്മുടെ കുടുംബ രജിസ്റ്ററിൽ ഇവള് നമ്മുടെ ഇടവക അംഗമാണ്. അപ്പൊ നിയമം അനുസരിച്ച് ഈ കോമ്പിറ്റന്റ് പാരിഷ് പ്രീസ്റ്റ് ഇവിടെ ഉള്ളതാണ്. ഇതിൽ പരിഗണിക്കപ്പെടാതെ പോകുന്ന ഒരു നിയമം, ഈ ഈ വിശ്വാസിയുടെ ആഗ്രഹം പരിഗണിക്കപ്പെടണമെന്ന് പറയുന്നുണ്ട്. അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ടോ ഈ ഇടവക മാറാനായിട്ട്? ഇതാണ് വലിയൊരു ചോദ്യം. അപ്പൊ ഇവിടെ നിന്ന് കാനഡയിൽ പോയി താമസിക്കുകയാണെങ്കിലും നാട്ടിൽ അംഗത്വം നിലനിർത്താനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ എങ്ങനെയാണ് അവിടെ മെമ്പർഷിപ്പ് കൊടുക്കുക എന്നുള്ളതാണ് വലിയ ചോദ്യം വരുന്നത്. അപ്പൊ ഈ വിശ്വാസിയുടെ ആഗ്രഹം, അപ്പൊ വരുന്ന ഒരു ഒബ്ജെക്ഷൻ ഇതാണ്: ഈ 5 വർഷം നാട്ടിലെ ഇടവകയിൽ നിന്ന് മാറി കാനഡയിലെ ഇടവകയിൽ താമസിച്ചാൽ ഈ ഡൊമിസൈൽ വഴി അവിടെ ഓട്ടോമാറ്റിക് മെമ്പർഷിപ്പ് ആയി എന്നുള്ളതാണ് ഒരു ഒപ്പീനിയൻ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യം. എനിക്ക് തോന്നുന്നു ഈ പുതിയ പർട്ടിക്കുലർ ലോ വരുന്നതിൽ അതിനെന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടാകണം എന്ന് എനിക്ക് തോന്നുന്നു. ഇത് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണ്. കാരണം ഇവൻ ഇപ്പൊ ഒരു കൺസേൺഡ് യങ് ബോയ്, അവൻ കാനഡയിൽ ചെന്നു, അവിടെ ഇടവക ചേർന്നു. ഇവിടുത്തെ അടുത്ത് നിന്ന് ഒരു ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് വാങ്ങാതെ അവിടെ മിസിസാഗോയിലെ പാരിഷ് പ്രീസ്റ്റ് ആ പയ്യനെ അവിടെ ഇടവക ചേർത്താൽ അവനവിടെ സുഖമായിട്ട് മാരേജ് നടത്താം. അവൻ്റെ നമ്മളിവിടെ അറിയ പോലുമില്ല, നമ്മുടെ അടുത്തൊന്നും ഒന്നും ചോദിക്കുന്നില്ല അച്ഛൻ. അവിടെ കല്യാണം കഴിഞ്ഞു, ഡൈവോഴ്സും കഴിഞ്ഞു, നമ്മുടെ അടുത്ത് വന്നിട്ട് ഒന്നും അറിയാത്തോളം ഇവന് വേറെ കല്യാണം നടത്താം.
അതിന് പരിഹാരമായിട്ട് അല്ലെങ്കിൽ ഒരു പ്രൊട്ടക്ഷൻ ആയിട്ടാണ് നമ്മൾ ഈ ഫ്രീ സ്റ്റേറ്റ് സർട്ടിഫിക്കറ്റ് അവിടെ ഉള്ളിടത്തുനിന്ന് മേടിച്ചു കൊണ്ടുവരണമെന്ന് പറയും. അപ്പൊ ഇവൻ എന്ത് ചെയ്യും? ഇവൻ അടുത്തുള്ള ലാറ്റിൻ പള്ളി പോയി അവിടെ 5-6 ഞായറാഴ്ച കുർബാനയ്ക്ക് പോയിട്ട് ആ ലാറ്റിൻ അച്ഛൻ്റെ അടുത്ത് നിന്ന് ഇത് മേടിച്ചിട്ട് വരും. അപ്പൊ ഇത് നമുക്കൊരു വലിയൊരു ചീറ്റിങ്ങിന് സാധ്യത നമ്മുടെ മുമ്പിലുള്ളത് കൊണ്ടാണ് ചില നിയമങ്ങൾ കുറെ കൂടി നമ്മൾ റെസ്ട്രിക്ട് ചെയ്ത് കൊണ്ടുവരും. ഈ ഡബിൾ ഡൊമിസൈൽ മൾട്ടി ഡൊമിസൈൽ ഒരാൾക്കുണ്ടാകാം, പക്ഷെ മെമ്പർഷിപ്പ് സിംഗിൾ ആകുന്നതാണ് എപ്പോഴും നിയമപരമായിട്ട് നമുക്ക് സേഫ് ആയിട്ട് വരും. അതിന്റെ നിങ്ങൾ പറഞ്ഞ ചോദ്യം തീർച്ചയായിട്ടും റെലവെന്റ് ആണ്. കാരണം അതിൽ കുറച്ചുകൂടി ക്ലാരിറ്റി വരാനുണ്ട്. പുറമെയുള്ള രൂപതകൾക്ക് തീർച്ചയായിട്ടും അവിടെ ചെല്ലുന്ന എല്ലാവരെയും അവിടുത്തെ അംഗങ്ങളാക്കാനുള്ള ഒരു ആഗ്രഹമുണ്ട്. കാരണം അതുപോലൊരു സ്ട്രക്ചർ നമ്മൾ തുടങ്ങിയിട്ട് അവിടെ താമസിക്കുന്ന ആരും ആ സ്ട്രക്ചറിനെ മൈൻഡ് ചെയ്യുന്നില്ലെങ്കിൽ അത് എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നിങ്ങളുടെ പാസ്റ്ററൽ നീഡ്സ് കെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സംവിധാനങ്ങൾ കൊണ്ടുവരുന്നത്. കുറെ പേര് പറയുന്നവർക്ക് അത് ആവശ്യമില്ല, അവർ ഓൾറെഡി ലാറ്റിൻ ഇടവകളിൽ അവരുടെ ആവശ്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന് പറയും. ഈ പുതിയ രൂപത തുടങ്ങിയവർക്കും അത് കൊണ്ടു നടക്കുന്നവർക്കും തീർച്ചയായിട്ടും ആഗ്രഹമുണ്ടാകും അവിടെ ഇവരെ എൻറോൾ ചെയ്യാനായിട്ട്. അപ്പൊ ഇവർ എന്തെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് ചോദിച്ചാൽ, ഇപ്പൊ ഉദാഹരണത്തിന് മിസിസാഗയിൽ ഒരു മാരേജ് പ്രിപ്പറേഷൻ കോഴ്സ് നടക്കുന്നുണ്ട്. നാട്ടിൽ 1 മാസത്തേക്ക് അവധി വരുന്ന പയ്യൻ കല്യാണം നടത്താൻ അവന് സമയം കുറവായതുകൊണ്ട് മിസിസാഗ രൂപത നടത്തുന്ന പ്രീ മാരേജ് കോഴ്സിൽ പങ്കെടുക്കാൻ ആഗ്രഹിച്ച് അവൻ അവിടെ അപ്ലൈ ചെയ്താൽ തീർച്ചയായിട്ടും ഇവിടെ നിന്ന് എഴുത്ത് ചോദിച്ച് ഇവനെ അവിടെ ചേർക്കാണ് മിക്കവാറും കേസുകൾ. അപ്പൊ അത് അങ്ങനെ ചേർന്നാലാണ് അവിടുത്തെ കോഴ്സിന് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അത് ചിലപ്പോൾ അവരോട് പറയും ടെമ്പററി മെമ്പർഷിപ്പ് ആന്ന് പറയും, പെർമനന്റ് മെമ്പർഷിപ്പ് ആന്ന് പറയും. പിന്നെ അവിടെ നിന്നാണ് നമുക്ക് കുറി വരും, ഇവൻ ഇവിടുത്തെ അംഗമാണ്, ഇന്ന ഇടവകയിൽ ഇവന്റെ കല്യാണം നാട്ടിൽ വെച്ച് നടത്തിക്കൊള്ളാം. നമ്മളിവിടെ 3 ഞായറാഴ്ച വിളിച്ച് നമ്മുടെ അംഗമാണെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഈ പറഞ്ഞ കുറി വരും. ഇത് കൺഫ്യൂഷൻ ഉണ്ട്. എനിക്ക് തോന്നുന്നു സഭയുടെ വിവിധ തലങ്ങളിൽ തീർച്ചയായിട്ടും അത് പരിഹരിക്കപ്പെടണം. ഈ പർട്ടിക്കുലർ ലോയുടെ റിവിഷനിൽ അതൊരു മെയിൻ ടോപ്പിക് ആണെന്നാണ് എൻ്റെ അറിവ്. എന്തെങ്കിലും തീരുമാനം നിങ്ങൾ നിങ്ങളുടെ കൺസേൺസ് തീർച്ചയായിട്ടും റേസ് ചെയ്യുക, പല വേദികളിൽ എഴുതി അറിയിക്കുക, സംസാരിക്കുക. തീർച്ചയായിട്ടും ഈ നിയമനിർമ്മാണം നടക്കുന്നത് അത് കണക്കിലെടുക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനി ഒരു ചോദ്യം കൂടി ഉള്ളു, കോമൺ ഞാൻ ആയിട്ടുള്ള ഒരു കാര്യം ചോദിച്ചോട്ടെ ടോം, ഒരു കാര്യം ചോദിച്ചോട്ടെ. ഒന്ന് തീർക്കട്ടെ. ഒരു ചോദ്യം കൂടി ചോദിച്ചിട്ട് നമുക്ക് കോമൺ ആയിട്ട് ചോദിക്കാനായിട്ട് കൊടുക്കാം. 4ാമത്തെ ചോദ്യം നമ്മുടെ ഇവിടെ നടന്ന ഒരു ഇൻസിഡന്റ് ആണ്. 2020 ഒരു കല്യാണം നടക്കുന്ന ഒരു പെൺകുട്ടി സീറോ മലബാറിലെ മെമ്പർഷിപ്പ് എടുത്തിട്ടില്ല, ലാറ്റിൻ പള്ളിയിലാണ് പോകുന്നത്. ആ പെൺകുട്ടിയെ സീറോ മലബാറിന്റെ അച്ഛൻ്റെ അടുത്ത് വന്ന് കുമ്പസാരിക്കണമെന്ന് പറഞ്ഞ് നിർബന്ധിക്കുന്നു. അങ്ങനെ ലാറ്റിൻ പള്ളിയിൽ വെച്ച് കുമ്പസാരിച്ചതിനെ വീണ്ടും 2ാമതൊരു കുമ്പസാരക്കൂട്ടിൽ കുമ്പസാരിപ്പിക്കുന്നു മലയാളി അച്ഛൻ. രൂപതയുടെ ചാൻസലർ വിളിച്ചു പറയുന്നു, 2016 ഞങ്ങൾ രൂപത വന്നതാണ്, നിങ്ങളുടെ കല്യാണം 2020 നടക്കണമെങ്കിൽ 4 കൊല്ലത്തെ കുടിശ്ശിക കൊടുക്കണം. ഈ കാനോൻ നിയമത്തിൽ എവിടെയെങ്കിലും പറയുന്നുണ്ട് ഈ കുടിശ്ശികയുടെ കാര്യം, പൈസയുടെ കാര്യം? അങ്ങനെ അവരെ കൊണ്ട് 2500 പൗണ്ട് 2.5 ലക്ഷം രൂപ അടപ്പിച്ചിട്ടാണ് കല്യാണം നടത്തിയത്. ഇത് കാനോൻ നിയമത്തിനെതിരാണോ അതെയോ ഇതെന്താണ് ഇതിന്റെ ഒരു അച്ഛൻ്റെ ഒരു അഭിപ്രായം? നമ്മുടെ നിയമം അനുസരിച്ച് നമ്മുടെ ഇടവകകളുടെ നടത്തിപ്പിന് വേണ്ടിയിട്ട് ഇടവക അംഗങ്ങളിൽ നിന്ന് തീർച്ചയായിട്ടും കോൺട്രിബ്യൂഷൻസ് അത് പൊതുയോഗത്തിൽ തീരുമാനിക്കും. ഒരു രൂപത തലത്തിലാണെങ്കിൽ നമ്മുടെ പല സമിതികളിലൊക്കെ തീരുമാനിച്ച് അങ്ങനെയാണ് ഇത് റൺ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഞങ്ങളുടെയൊക്കെ നാട്ടിൽ തരുന്ന നിർദ്ദേശം അത് തരാത്തതിന്റെ പേരിൽ ഒരു കൂദാശ നിഷേധിക്കരുത് എന്ന് തന്നെയാണ്. നമ്മുടെ എനിക്ക് തോന്നുന്നു സഭയുടെ ഔദ്യോഗിക സ്റ്റാൻഡ് അത് തന്നെയാണ്. അത് തരാൻ അവർക്ക് കഴിവില്ലാത്തത് കൊണ്ട് തരാത്തവരുണ്ടാകും, തീർച്ചയായിട്ടും താല്പര്യമില്ലാത്തത് കൊണ്ട് തരാത്തവരുണ്ടാകും. അപ്പൊ നമ്മുടെ ഇടവകയിലൊക്കെ പല പിരിവ് ചോദിച്ചാൽ നമുക്ക് തരില്ല, വിയാരിച്ചൻ പറയുന്ന പിരിവ് തരില്ല. പക്ഷെ വിൻസെന്റ് പോളിന് വളരെ ജനറസ് ആയിട്ട് കൊടുക്കണവരുണ്ട്. അത് അവരുടെ ഒരു കാഴ്ചപ്പാടാണ്. അച്ഛൻ ചിലപ്പോൾ അല്ലെങ്കിൽ പള്ളി സമിതി നന്നായിട്ട് അത് വിനിയോഗിക്കുന്നില്ല, പക്ഷെ വിൻസെന്റ് പോള് നന്നായിട്ട് വിനിയോഗിക്കുന്നുണ്ട് എന്ന് വിചാരിച്ച് കൊടുക്കും. അപ്പൊ അതുകൊണ്ട്
നമ്മൾ ഈ ഒരു പിരിവ് സംവിധാനം നമുക്ക് സഭയിലുള്ളതാണ്, അത് ലീഗലാണ്. പക്ഷെ അത് തരാത്തതിന്റെ പേരിൽ ഒരു സാക്രമെന്റ് ഡിനൈ ചെയ്യാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് സഭയുടെ കറക്റ്റ് അച്ഛ. സ്റ്റാൻഡ്. ജനറൽ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. ഇനി നമുക്ക് 4 പേരാണ് കൈവക്കിയിരിക്കുന്നത്, 5 പേര്. ആദ്യം ദീപ, അതിനുശേഷം ലൈജു, സിബി തോമസ് കണ്ടത്തിൽ 3-മത്, ജെയിംസ് ജോൺ 4-മത്, സണ്ണി വർഗീസ് 5-മത്. ഞാൻ ഓരോരുത്തരുടെയും പേര് വിളിക്കാം. ഒരവസരം എനിക്ക് വേണം കേട്ടോ. താങ്കള് കൈവക്കിയിട്ടില്ല അല്ലെ? പേരെന്ന് പറയാമോ? ഡാനി. ഡാനി യു കെയിൽ നിന്നോ പുറത്തുനിന്നാണോ? ഞങ്ങൾ അയർലൻഡാണ്. ഡാനി 6-മത്തേതാണ് കേട്ടോ. ഡാനി ഓർത്തിരുന്നോളാം. കൈ ഒന്ന് റേസ് ചെയ്യാൻ വേണമെങ്കിൽ ഇതിനകത്ത്. ദീപ പെട്ടെന്നായിരിക്കണം, സ്ട്രേറ്റ് ചോദ്യമായിരിക്കണം. ദീപ നമ്മുടെ മെമ്പർ ദീപയാണോ? കമ്മിറ്റിയിലുള്ള ദീപയാണോ? ദീപ മ്യൂട്ടാണ്, അൺമ്യൂട്ട് ചെയ്യൂ. ഓക്കെ, ദീപ മിണ്ടുന്നില്ല. ലൈജു അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കും. മ്യൂട്ടാണ്, അൺമ്യൂട്ട് ചെയ്യൂ പ്ലീസ്. അൺമ്യൂട്ട് ആയിട്ടില്ല. കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഉണ്ട്, ചോദിച്ചോളൂ. അച്ഛൻ, ഞാൻ അയർലൻഡിൽ നിന്നാണ്, ഡബ്ലിനിൽ നിന്നാണ്. എൻ്റെ ഒരു ചോദ്യം, നമ്മൾ കാനോൻ ലോയുടെ പ്രസക്തിയും നിയമങ്ങളെ പറ്റിയൊക്കെ പറയുമ്പോൾ എൻ്റെ ഒരു അതല്ലെങ്കിൽ എന്നെ പോലുള്ള വിശ്വാസികളുടെ ഒരു ആവറേജ് സാഹചര്യം എങ്ങനെയാന്ന് വെച്ചാൽ, ഞാൻ അങ്കമാലിക്കടുത്ത് കറുകുറ്റി ഒരു പള്ളിയിൽ ഇടവക്കാരനായിട്ട് ജനിച്ച് വളർന്ന് കാറ്റീസവും അവിടെയാണ് എൻ്റെ ബന്ധങ്ങൾ. എനിക്കിപ്പോൾ 50 വയസ്സായി. അതിനുശേഷം ഒരു 5-6 വർഷം മുമ്പ് ഞാനൊരു വീട് മേടിക്കുകയും തൊട്ടടുത്തുള്ള ഇടവകയിലെ ഒരു വീട് മേടിച്ച് അവിടെ വെഞ്ചിരിപ്പിന് വന്നപ്പോൾ അവിടുത്തെ പള്ളിയിൽ ചേരണമെന്ന് പറഞ്ഞ് നിയമപരമായിട്ട് ഞാൻ അവിടെ ചേർന്നു. പക്ഷേ വീട്ടിൽ എൻ്റെ തറവാട്ടിൽ അമ്മ മാത്രമുള്ളായിരുന്നു. ഞാൻ എൻ്റെ വീട്ടിൽ നിൽക്കുകയും ആ വീട്ടിൽ യാതൊരു കാരണവശാലും പോകുന്നില്ല, അതവിടെ അടഞ്ഞു കിടക്കുക. അപ്പോൾ വീണ്ടും തിരിച്ചു വരാൻ ഞാൻ ആവശ്യപ്പെടുമ്പോൾ അതവർ തരുന്നുമില്ല. ഇനി അതവിടെ നിൽക്കട്ടെ. ഇവിടെ സീറോ മലബാറിന്റെ പള്ളിയുടെ എല്ലാ കാര്യങ്ങളിലും പിരിവിലും എല്ലാം പങ്കെടുക്കുന്നതിനോടൊപ്പം ഇവിടുത്തെ ലോക്കൽ ഐറിഷ് പള്ളിയിൽ ആണ് നമ്മൾ സഹകരിക്കുന്നത്. അപ്പൊ സീറോ മലബാർ പള്ളിയിൽ ഇപ്പോൾ പോകാൻ പറ്റുന്നില്ല. ഇപ്പൊ ഞാൻ വീട് മാറിയപ്പോൾ ഇത്തിരി അകലെയാണ്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞങ്ങളുടെ ഐറിഷ് പള്ളിയിൽ പാലക്കാട് നിന്നുള്ളൊരു അച്ഛനാണ് ഇവിടെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രീസ്റ്റായിട്ട് വന്നിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ 4 പള്ളിയുമായിട്ട് ഇടവകയുമായിട്ട് ഞാൻ സഹകരിച്ച് പോകുന്നുണ്ട്. പക്ഷേങ്കില് ഹലോ, പറഞ്ഞോ കേൾക്കാൻ പറ്റും. അപ്പൊ എന്റെ ചോദ്യം വളരെ കൃത്യമാണ്. 4 പള്ളി അവരുടെ ഫിനാൻഷ്യൽ കാര്യങ്ങളൊക്കെ നമ്മൾ മീറ്റ് ചെയ്യുമ്പോൾ നാളെ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഇഷ്ടത്തിനാണോ എന്നെ കുഴിച്ചിടണേ, അതെ കാനോൻ നിയമം അനുസരിച്ചിട്ട് 4 പള്ളി ഡിവൈഡ് ചെയ്ത് കൊണ്ടുപോവോ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. കാരണം ചോദ്യം ഞാൻ ചോദിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു വിശ്വാസി എന്താവശ്യപ്പെടുന്നോ അതിനല്ല നമുക്ക് പ്രയോറിറ്റി. പകരം നിയമങ്ങളുടെ ചില കുരുക്കിൽപ്പെടുത്തി പൈസ പിടുങ്ങുക എന്നുള്ളൊരൊറ്റ രീതിയാണ് സീറോ മലബാറിൻ്റെ ഇന്നത്തെ കൃത്യമായ പോക്ക്. അപ്പോൾ ആ ഒരു രീതി മാറേണ്ട സമയം കഴിഞ്ഞു. പർട്ടിക്കുലർ ലോ ആയാലും കോമൺ ലോ ആയാലും ഇല്ലെങ്കിൽ ഈ വിശ്വാസികൾ എല്ലാം കൊഴിഞ്ഞുകൊണ്ടിരിക്കുക. അതാണ് ഞാൻ പറയാൻ ആഗ്രഹിച്ച കാര്യം. സ്റ്റേറ്റ്മെന്റ് ആണ് പറഞ്ഞത്. ചോദ്യം എന്താണെന്ന് ഒന്നുകൂടെ പറയാം. അച്ഛൻ ഉത്തരം പറയാൻ ചോദ്യം ഇത്രയാണ്. എന്റെ ഇഷ്ടം നിറവേറ്റാൻ ഇന്നത്തെ സാഹചര്യത്തിൽ ഈ കത്തോലിക്ക നിയമത്തിൽ, കാനോൻ നിയമത്തിൽ എന്തെങ്കിലും പ്രൊവിഷൻ ഉണ്ടോ? താങ്ക് യു. അച്ഛാ, ഈ ലൈജു ഫ്യൂണറലിന്റെ കാര്യം ചോദിച്ചത്, അത് നാട്ടിലെ രീതി എന്ന് പറയുന്നത് സ്വന്തം ഇടവകയിൽ നമുക്ക് റൈറ്റ് ഉണ്ട്. മറ്റൊരു ഇടവകയിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ ചെയ്യണമെങ്കിൽ നമ്മൾ സ്വന്തം ഇടവകയിലെ വികാരിച്ചിന്റെ എഴുത്ത് മേടിക്കണം. ഒരു ജസ്റ്റിഫയബിൾ റീസൺ ഉണ്ടാകണം നമുക്ക്. എനിക്ക് മനസ്സിലാവാഞ്ഞത്, ഈ മാറിയ ഇടവകയിൽ നിന്ന് തറവാട്ടിലേക്ക് തിരിച്ചു പോകാൻ എഴുത്ത് ചോദിച്ചിട്ട് കൊടുക്കാതിരുന്നത് എന്തുകൊണ്ടാന്ന് എനിക്കറിയില്ല. കൊടുക്കേണ്ടതാണ്. അത് അച്ഛൻ ഓരോ കാരണങ്ങൾ പറഞ്ഞ് തരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കിപ്പോ സുന്ദരമായിട്ട് ഞാനിപ്പോ ഈ 4 പള്ളിയിലും ഫിനാൻഷ്യൽ സപ്പോർട്ട് ചെയ്തു കൊടുക്കാനുള്ള ഒരു സാമ്പത്തിക കാരണമാണ് അച്ഛൻ അതിന്റെ പിന്നില്. ലൈജു, ഇൻഡിവിജ്വൽ ഒരു സംഭവമാണ് എനിക്ക് തോന്നുന്നു. അത് അതിന്റെ വിശദാംശങ്ങളൊക്കെ അറിഞ്ഞ അച്ഛൻ എന്നെ കാറ്റിസം പഠിപ്പിച്ച സ്കൂൾ ടീച്ചറിന്റെ റിട്ടയർമെന്റിന് വരെ
എൻ്റെ അടുത്ത് പിരിവ് ചോദിക്കുന്നു. ഞാൻ അത് കൊടുക്കുന്നു സന്തോഷമായിട്ട്. ആ സമയത്ത് തന്നെ ഞാൻ പുതിയ ഇടവക ചേർന്ന് എൻ്റെ അടുത്തായതുകൊണ്ട് അവിടുത്തെ കാര്യങ്ങളിലും പള്ളി പെരുന്നാൾ പിരിവ് എല്ലാ കാര്യങ്ങളും നമ്മളോട് ചോദിക്കുന്നു, നമ്മൾ കൊടുക്കുന്നു. ഇവിടെ സീറോ മലബാറിനും കൊടുക്കുന്നു. അതിൻ്റെ ഒപ്പം തന്നെ എൻ്റെ ലോക്കൽ പള്ളി ചോർന്ന് ഒലിച്ച് നശിച്ചു പോകാറാവുന്ന രീതിയിൽ വരുമ്പോൾ നമ്മൾ അറിഞ്ഞു തന്നെ അതിനും കൊടുക്കുന്നു. അപ്പൊ ഇത്തരം സാഹചര്യങ്ങൾ കൊടുക്കുന്നതിൽ നമുക്ക് സങ്കടമില്ല. പക്ഷെ അച്ഛാ, ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു വിശ്വാസിയുടെ താല്പര്യങ്ങളെ ഈ കത്തോലിക്ക സഭ സംരക്ഷിക്കപ്പെടുന്നുണ്ടോ? അത് കോമൺ നിയമം തുടങ്ങി പർട്ടിക്കുലർ ലോ, ഏതെങ്കിലും ലോ ആ കാര്യത്തില് എന്തെങ്കിലും നിയമമുണ്ടോ? അത് തന്നെയല്ല, ആ നിയമത്തില് ഒരു വിശ്വാസിയുടെ നിയമനിർമ്മാണ സാധ്യത, അവന്റെ പാർട്ടിസിപ്പേഷൻ ഇല്ല. ഇവിടെ ഈ നിയമങ്ങൾ അടിമുടി മാറ്റിയില്ലെങ്കിൽ പുതിയ തലമുറ ഈ കത്തോലിക്ക വിഭാഗത്തിൽ നിന്ന്, ഇപ്പൊ ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇത്രയാണ്: എൻ്റെ മരണം, എൻ്റെ പിള്ളേര്, ഞാനൊരു വിശ്വാസിയായിട്ട് മരിക്കണോ ഹിന്ദു ആയിട്ട് മരിക്കണോ, എൻ്റെ ബോഡി നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാം. കാരണം എൻ്റെ താല്പര്യം ഞാൻ ജനിച്ച ആ ഇടവകയിലേക്ക് തിരിച്ചു പോകണമെന്നുള്ള, കാരണം എന്നെ അറിയുന്നവർ അവിടെ ഉള്ളൂ. പക്ഷെ അതിനും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് തടയിടുന്ന ഒരു രീതിയാണ് ഇപ്പൊ നാട്ടിൽ കാണുന്നത്. ഒരു കല്യാണത്തിന് ഇപ്പൊ ഇവിടുത്തെ ഒരു അച്ഛൻ്റെ, അയർലൻഡിലെ ഡബ്ലിൻ്റെ അച്ഛൻ്റെ കല്യാണക്കുറിയും കൊണ്ട് തൊടുപുഴയിലെ ഒരു പള്ളിയിൽ ചെന്നപ്പോൾ പറഞ്ഞു, ആ കുറി കൊണ്ട് ഇവിടെ വന്നിട്ട് കാര്യമില്ല, എന്നിട്ട് ആ കല്യാണം അവിടെ നിർത്തിച്ചിട്ട്, മനസ്സുമം നിർത്തിച്ചിട്ട് പെണ്ണിന്റെ വീട്ടിൽ നിന്ന് വേറെ കുറി കൊണ്ടുവന്നിട്ടാണ് നടത്തുന്നത്. അപ്പൊ ഈ നിയമങ്ങളൊക്കെ പലപ്പോഴും സാമ്പത്തിക കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാന്ന് വെച്ചാൽ, മറ്റേ അച്ഛൻ കുറി തരണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഇവിടുത്തെ കുറെ കാര്യങ്ങൾ അറിഞ്ഞത് കൊണ്ട് എനിക്ക് പറയാൻ പറ്റുന്നത്, ആ കൃത്യമായ ഫിനാൻഷ്യൽ സപ്പോർട്ട് തന്ന ഒരു കുറി എല്ലാം കൃത്യമായിട്ട് കൊടുക്കും. ഈ നിലപാട് സീറോ മലബാർ സഭ, കത്തോലിക്ക സഭ അടിയന്തരമായി നിർത്തിയില്ലെങ്കിൽ ഇവിടെ ഒരു വിശ്വാസികളും ഇനി ഉണ്ടാവില്ല. ഓക്കെ, താങ്ക് യു ലൈജു. അച്ഛന് അതിനകത്ത് ക്ലാരിഫിക്കേഷൻ എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമെന്നില്ല, കാരണം സ്റ്റേറ്റ്മെന്റ് ആണ് പറഞ്ഞത്. അച്ഛന് എന്തെങ്കിലും ഒറ്റ വാക്കിൽ ഉത്തരം ഉണ്ടെങ്കിൽ പറയാം. എന്നിട്ട് അടുത്തത് സിബി തോമസ് കണ്ടത്തിലാണ് കേട്ടോ, കാരണം നമുക്ക് 1.5 മണിക്കൂറായി. ചില അബ്യൂസസ് ചിലയിടത്തുണ്ടാവാം, അല്ലെങ്കിൽ ചില വ്യക്തികള്. അച്ഛ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് കേൾക്കാൻ. ഇപ്പൊ കേൾക്കാം, പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞത് ലൈജു പറഞ്ഞ എപ്പിസോഡ് ഇനിയും ചിലപ്പോൾ വേറെ ഇതൊക്കെ വരാം. അതായത് പലയിടത്തും അബ്യൂസസ് ഉണ്ട്, നമ്മുടെ ഇടവകളിലായാലും രൂപതകളിലായാലും, അല്ലെങ്കിൽ ചില ഇൻഡിവിജ്വൽ അച്ഛന്മാരുടെ പെരുമാറ്റങ്ങളിൽ പ്രശ്നങ്ങളുണ്ട്. നമുക്കതൊരു കോമൺ നിയമ പ്രശ്നമായിട്ട് നമുക്ക് ചിലത് അങ്ങനെ എല്ലായിടത്തും നമ്മൾ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് റേസ് ചെയ്യണം. അത് നിയമനിർമ്മാണം വഴിയൊക്കെ പരിഹരിക്കേണ്ടതാണ്. ഒരു ഇൻഡിവിജ്വൽ വികാരിയത്തിന്റെ ചില പെരുമാറ്റ രീതി, നിലപാടുകളുടെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് നമ്മൾ തീർച്ചയായിട്ടും അധികാരിയോട് പരാതിപ്പെട്ടാണ്, അല്ലെങ്കിൽ നമ്മൾ അത് അധികാരിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയാണ് നമ്മൾ പരിഹരിക്കേണ്ടത്. ഞാൻ അരമനയിലൊക്കെ ഇരിക്കുമ്പോൾ എനിക്കറിയാം എത്രയോ പരാതികളും വരുന്നു. നമ്മൾ അതിൽ ഇടപെടും, കറക്റ്റ് ചെയ്യാവുന്നതാണെങ്കിൽ കറക്റ്റ് ചെയ്യും, നിർദ്ദേശങ്ങൾ അച്ഛന്മാർക്ക് കൊടുക്കും. അതൊരു നിയമനിർമ്മാണമല്ല വരേണ്ടത്, നമുക്ക് ആ കോൺക്രീറ്റ് പേഴ്സണെയാണ് നമുക്ക് ഹാൻഡിൽ ചെയ്യേണ്ടത്. ലൈജു പറഞ്ഞ മെമ്പർഷിപ്പിന്റെ ഇഷ്യൂ പിന്നീട് ഒന്ന് എന്നെ കോണ്ടാക്ട് ചെയ്താൽ ഞാൻ അതൊന്ന് ഹെൽപ്പ് ചെയ്യാവുന്നതാണ്. തീർച്ചയായും. താങ്ക് യു ലൈജു. ലൈജു ഒന്ന് ഹാൻഡ് ഒന്ന് ലോവർ ചെയ്തോളൂ കേട്ടോ. ഇനി അടുത്ത ചോദ്യം ചോദിക്കുമ്പോൾ നമ്മൾ സമയക്കുറവ് കാരണം പെട്ടെന്ന് ചോദ്യം മാത്രം പെട്ടെന്ന് ചോദിക്കണേ. രണ്ടാമത്തേത് സിബി കണ്ടത്തിൽ, ചോദ്യം സ്പെസിഫിക് ആയിട്ട്. എൻ്റെ പേര് സിബി. ഞാൻ UK നിന്നാണ്. ആദിപതിന് അച്ഛൻ്റെ ക്ലാസ് വളരെയധികം ഇഷ്ടപ്പെട്ടു. വളരെയധികം നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. കുറെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ പറ്റി. എനിക്ക് 2 ചോദ്യം പെട്ടെന്ന് ഞാൻ അച്ഛനോട് ചോദിക്കാം. നമ്മൾ സീറോ മലബാർ വിശ്വാസികൾക്ക് ഒരേ സമയം 2 രൂപതയിൽ അംഗമായിരിക്കുവാൻ സാധിക്കുമോ? ഉദാഹരണം, കോതമംഗലം രൂപതയും ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതയും. അങ്ങനെ ആയാൽ ഞങ്ങളുടെ അടുത്ത ജനറേഷനുള്ള കുട്ടികൾ ഏത് രൂപതയിൽ അംഗമായിരിക്കും? വേറൊരു ചോദ്യം എനിക്കുള്ളത്, ഇവിടുത്തെ സാഹചര്യം അനുസരിച്ച് വാക്കബിൾ ഡിസ്റ്റൻസിലുള്ള നമ്മൾ ലോക്കൽ പള്ളിയിൽ കുദാശകൾക്ക് നമുക്ക് ലഭിക്കുമോ? അല്ലെങ്കിൽ അതിനുള്ള എന്തെങ്കിലും തടസ്സം കാനൻ ലോയിലുണ്ടോ? ഈ 2 ചോദ്യം ഞാൻ പെട്ടെന്ന് ചോദിക്കുക അച്ഛനുണ്ട്. ആദ്യത്തെ വിഷയം നമ്മൾ ഒന്ന് സംസാരിച്ചതാണ്, കൺഫ്യൂഷൻ. ഇതിലുള്ള പ്രശ്നം ഈ നാട്ടിലെ ഇടവകയിൽ നിന്ന് ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് മേടിക്കാതെ പുറമെയുള്ള ഒരു ഇടവകയിൽ മെമ്പറാക്കി ചേർക്കുന്നത് നമുക്ക് കുറേ ഇഷ്യൂസ് കൊണ്ടുവരും. ഞാൻ നേരത്തെ കുറെ പറഞ്ഞതാണ്. അപ്പൊ അതുകൊണ്ട് അത് ചെയ്യരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. തീർച്ചയായിട്ടും പുറമെ നിങ്ങൾ ഒത്തിരി പെർമനന്റ് ആയിട്ട് അവിടെ താമസിക്കുന്നവരാണെങ്കിൽ
അവിടെ ചേരണമെന്നുള്ളതാണ് സഭയുടെ ഒരു ആഗ്രഹം. അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞോണം നിങ്ങളുടെ റൂട്ട്സ് ഇവിടെയാണ്, ചിലപ്പോൾ പേരൻസ് ഇവിടെ ആയിരിക്കും, ബ്രദേഴ്സ് എല്ലാവരും ഇവിടെ ആയിരിക്കും. നമുക്ക് ഞാൻ പറഞ്ഞ ഈ ഞാൻ ആ നിയമങ്ങളുടെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു നാച്ചുറൽ ലോ, ഡിവൈൻ ലോ, ഇതൊന്നും മാറ്റാൻ പറ്റാത്തതായിട്ടുള്ളൂ. ഈ സിവിൽ ലോ, കാനൻ ലോ ഒക്കെ നമ്മൾ ആവശ്യങ്ങൾ വരുമ്പോൾ, ചലഞ്ചസ് വരുമ്പോൾ നമ്മൾ ബുദ്ധിയുള്ള എല്ലാവരും ഒരുമിച്ചിരുന്ന് ഇതിന് സൊല്യൂഷൻസ് കണ്ടുപിടിച്ച് പുതിയ നിയമം ഉണ്ടാക്കണം. എത്രയോ നിയമങ്ങൾ, സഭാ നിയമത്തിൽ മാറ്റം വന്നിട്ടുണ്ട്. ഈ കോഡ് ഇറങ്ങിയിട്ടും എത്രയോ പ്രാവശ്യം റിവിഷൻസ് ഓരോ നിയമങ്ങളെ കുറിച്ച് വന്നിട്ടുണ്ട്. നിങ്ങൾ പറയുന്ന ഒരു ഇഷ്യൂ ഞാൻ പറഞ്ഞ ഈ വിദേശത്തുള്ള പലരും ഫേസ് ചെയ്യുന്ന ഒന്നാണെങ്കിൽ ഇപ്പൊ സഭ നിർദ്ദേശിക്കുന്ന സൊല്യൂഷൻ നിങ്ങൾക്ക് സ്വീകാര്യമല്ല, കുറേയേറെ അസൗകര്യങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് സഭയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്ന തീർച്ചയായിട്ടും പുതിയ പുതിയ സൊല്യൂഷനുകളിലേക്ക് പോകണം. ഞാൻ മനസ്സിലാക്കുന്ന കാര്യം ഒരു നന്മയും തിന്മയും തമ്മിലുള്ള ഓപ്ഷനെ കുറിച്ചല്ല നമ്മൾ ഡിബേറ്റ്. ഇത് രണ്ട് നന്മകളെ കുറിച്ചുള്ള ഡിബേറ്റാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്തിനാണ് ഈ ഒരു നന്മയും തിന്മയുള്ള ചോയ്സ് ആണെങ്കിൽ നമുക്ക് പറയാം നന്മയെ പറ്റുള്ളൂ, തിന്മ ഒരു കാരണവശാലും പാടില്ല. പക്ഷേ ഈ നന്മയും തമ്മിലുള്ള ചോയ്സ് ആണെങ്കിൽ കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആയിട്ടുള്ള നിയമനിർമ്മാണം ഉണ്ടാകണമെന്നുള്ളത് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം ഞാൻ പറയുന്നതാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്വീകാര്യമായ, ഇപ്പൊ എല്ലാവരെയും നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ലെങ്കിലും ഒരു കൺസിഡറബിൾ നമ്പർ ഓഫ് ഫെയ്ത്ത്ഫുൾ ഒരു നിയമം മൂലം വിഷമിക്കുന്നുണ്ടെന്ന് സഭയ്ക്ക് മനസ്സിലായ എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും സഭ പരിഗണിച്ചിട്ടുണ്ട്. അത് നമ്മുടെ വേദികളിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് അവതരിപ്പിക്കേണ്ട വിധത്തിൽ, അവതരിപ്പിക്കേണ്ട വേദികളിൽ ചിലപ്പോൾ നമ്മൾ ആദ്യം സ്നേഹത്തോടെ പറഞ്ഞു, ചിലപ്പോൾ കേട്ടില്ല എന്ന് വരും, ചിലപ്പോൾ ഇത്തിരി കൂടിയും അതിൻ്റെ അടുത്ത ഞങ്ങളുടെ വിഷയങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലുണ്ട്. അപ്പൊ അത് നമ്മുടെ ആ ആഗ്രഹം ശക്തമാണെന്ന് അധികാരികളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ നമ്മൾ അതിൻ്റെതായ ചിലപ്പോൾ മാർഗങ്ങളൊക്കെ സ്വീകരിക്കേണ്ടി വരും. പക്ഷെ എനിക്ക് തോന്നുന്നു സഭ ഒരു പ്രധാന വിഷയമാണ് വരുന്നതെങ്കിൽ, ഇപ്പൊ രണ്ടാമത്തെ ചോദ്യവും നമുക്ക് അങ്ങനെ ഒരു തടസ്സമൊന്നുമില്ല. കൂദാശകൾ മറ്റ് ഇടവകയിൽ പോയി സ്വീകരിക്കാൻ യാതൊരു തടസ്സമില്ല. നിങ്ങൾ നോക്കിയേ, ഒരു യാക്കോബായ ഓർത്തഡോക്സ് സഭയുടെ പള്ളിയിൽ പോലും നമുക്ക് അത്യാവശ്യമുണ്ടെങ്കിൽ കുർബാന സ്വീകരിക്കാമെന്നുള്ളതാണ്, കുംസാരിക്കാമെന്നുള്ളതാണ്. അവർക്ക് നമ്മുടെ അടുത്തും വരാം, കാരണം ആ സാക്രമെന്റ്സ് വാലിഡാണ്. അപ്പൊ അത്രയും സഭ കൺസിഡറേഷൻ കാണിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് നിയമനിർമ്മാണത്തിൽ അപാകതകൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ചില പ്രത്യേക കോണ്ടെക്സ്റ്റുകളെ ഫേസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യങ്ങൾ മീറ്റ് ചെയ്യാൻ എക്സിസ്റ്റിംഗ് നിയമങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നിയമം മാറ്റിക്കൊണ്ടിരിക്കണം. അത് നമ്മൾ പറഞ്ഞ ഓരോ രൂപതയ്ക്കും മോർ പർട്ടിക്കുലർ ലോ എന്ന് പറഞ്ഞെന്താണ്, ആ രൂപതയുടെ പ്രത്യേക സാഹചര്യങ്ങൾ പരിഗണിച്ച് ചില കാര്യങ്ങളിൽ പ്രത്യേക നിയമങ്ങൾ ഉണ്ടാക്കാം. അപ്പൊ അത് നിങ്ങൾ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, കല്യാൺ രൂപതയുടെ സ്ഥാപനം ഉണ്ടായപ്പോ അവിടെ ഒരു ലൈറ്റി ഫോറം രൂപപ്പെട്ടു. അവർ റോമായിട്ട് കണ്ടിന്യൂസ് കോണ്ടാക്റ്റ് ആയിരുന്നു. അതിന്റെ വെളിച്ചത്തിലാണ് ഒരു തീരുമാനം വരുന്നത്. ഫരീദാബാദ് രൂപത വന്നു കഴിഞ്ഞപ്പോ ഇതുപോലെ തന്നെ ഒരു ലൈറ്റി ഫോറം രൂപപ്പെട്ടു. അവര് റോമായിട്ട് നിരന്തരം കോണ്ടാക്ട് ചെയ്തു. ആദ്യത്തെ എഴുത്തുകൊണ്ട് ഒന്നും സാധിക്കില്ല. അവര് നോക്കും ഇതെന്തുമാത്രം ഇവര് ആഗ്രഹിക്കുന്നുണ്ട്, ഇവരിതില് ഇൻസിസ്റ്റ് ചെയ്യുന്നുണ്ടോ, സ്ട്രോങ് ആണോ. നമ്മൾ കാണേണ്ടവരെ കാണണം, പ്രകടിപ്പിക്കേണ്ടടുത്ത് പ്രകടിപ്പിക്കണം. അങ്ങനെ വരുന്ന തീർച്ചയായിട്ടും അതിന് ഉത്തരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത് ഞാൻ പറയുക, നമ്മൾ എല്ലാത്തിനും ഒറ്റയടിക്ക് സൊല്യൂഷൻ ഉണ്ടായില്ലെങ്കിലും ഒരു കൺസിഡറബിൾ നമ്പർ ഓഫ് ഫെയ്ത്ത്ഫുൾ ഒരു സഫർ ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും സഭ പരിഗണിക്കും. വെച്ച അതിനാണ് നമ്മൾ ഒരു ഫോറം ഉണ്ടാക്കിയിരിക്കുക. UK അതൊരു മോഡലാണ്. അത് അമേരിക്കയിലും ഓസ്ട്രേലിയയിലും കാനഡയിലും ഉള്ളവരൊക്കെ നമ്മളെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്നറിയാം. നമ്മളൊക്കെ അവർക്ക് ഒരു കൺസൾട്ടേഷൻ കൊടുക്കുന്നുണ്ട്. ഇനി 9 ചോദ്യമാണുള്ളത്. പറ്റുമെങ്കിൽ നമ്മൾ മാക്സിമം 10 മിനിറ്റ്, കാരണം അച്ഛൻ്റെ തൊണ്ടയൊക്കെ ഇത്തിരി ഇതായിട്ടുണ്ട്. അച്ഛൻ എത്ര സമയമുണ്ട്? 9 അച്ഛനെ എപ്പോൾ സ്റ്റോപ്പ് ചെയ്യണമെന്ന് അപ്പം നിർത്താം. അടുത്തത് ജെയിംസ് ജോണ്, അതിനുശേഷം സണ്ണി വർഗീസ്. BT എന്നെഴുതിയിരിക്കുന്ന ആളുണ്ട്, അത് ഫുൾ നെയിം പറയണം കേട്ടോ അതിനു മുമ്പ്. അതിനുശേഷം ജെയിംസ് വർഗീസ്. സജിമോൻ നമ്മുടെ സെക്രട്ടറിയാണ്. പിന്നെ കാനഡയിൽ നിന്ന് അല്ലാത്ത അവിടുന്ന് അയർലൻഡിൽ നിന്നുള്ള ഒരാളുണ്ട്, ബിട്ടാജ് ഉണ്ട്. അവസാനം ജോസനാണ്. ജെയിംസ് ജോൺ, പെട്ടെന്ന് തന്നെ ചോദിക്കണം. സ്റ്റേറ്റ്മെന്റ് അല്ല, ചോദ്യം. ഞാൻ പറയുന്നത് കേൾക്കാമോ?
കേൾക്കാം, ചോദിച്ചോളൂ. കേൾക്കാം. എൻ്റെ ചോദ്യം ഇത് വിവാഹവുമായിട്ട് ബന്ധപ്പെട്ടതല്ല. ഒരു ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്ക് ഒരു ബിഷപ്പിനെ കുറിച്ച് ഒരു കൺസേൺ ഉണ്ടെങ്കിൽ ഒരു കാനൻ ലോയുടെ ബേസിൽ ഒരു ബിഷപ്പിനെ റിമൂവ് ചെയ്യാൻ എന്താണ് കാനൻ ലോയിൽ പറയുന്നത്? ക്വസ്റ്റ്യൻ നമ്പർ 1. ക്വസ്റ്റ്യൻ നമ്പർ 2 എന്ന് പറയുന്നത്, ഒരു പുതിയ ബിഷപ്പിനെ ഇലക്ട് ചെയ്യാനായിട്ട് ഇലക്ഷൻ റോളിനെ കുറിച്ച് അച്ഛൻ ആദ്യം പറഞ്ഞു, ആ ഒരു പാനലിനെ കുറിച്ച് പറഞ്ഞു. ലൈത്തിക്ക് എന്തെങ്കിലും ബേസിക് റോളുണ്ടോ? പ്ലീസ്. രണ്ടാമത്തെ ആദ്യം പറയാം. Thank you. നമ്മുടെ ബിഷപ്പിനെ സെലക്ട് ചെയ്യുന്ന പ്രോസസ്സ് നാട്ടിലെ പുറത്ത് അല്പം ഡിഫറെന്റ് ആണ്. ഞാൻ പറഞ്ഞ നേരത്തെ പ്രോപ്പർ ടെറിട്ടറി, ഔട്ട്സൈഡ് ടെറിട്ടറി അല്പം വ്യത്യാസമുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് നാട്ടിലൊരു രൂപതയിൽ ഒരു ബിഷപ്പ് റിട്ടയർ ചെയ്യാൻ പോകുന്നു. ആ ബിഷപ്പാണ് 3-4 പേരുടെ അദ്ദേഹത്തിന് പിൻഗാമിയായിട്ട് വരേണ്ടവരുടെ പേര് സിനഡിൽ അവതരിപ്പിക്കുന്നത്. എങ്ങനെയാണ് ആ ബിഷപ്പ് ആ 3-4 പേരുടെ പേര് കണ്ടെത്തുന്നത്? നിയമത്തിൽ പറയുക, അദ്ദേഹം വൈദികരുടെയും സന്യസ്തരുടെയും അൽമാരുടെ ഇടയിൽ ആവശ്യമായ അന്വേഷണം നടത്തിയിട്ട് വേണം ആ പേര് കണ്ടെത്താൻ എന്നാണ്. സാധാരണ നമ്മുടെ രൂപതകളിൽ സാധാരണ കേട്ടോ, എല്ലായിടത്തും നിർബന്ധമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, അച്ഛന്മാരുടെ മീറ്റിങ്ങിൽ കോൺഫിഡൻഷ്യൽ ആയിട്ട് 3-4 പേരുടെ പേര് എഴുതി കൊടുക്കാൻ പറയും. ജനറൽസ്, പ്രൊവിൻഷ്യൽസ് ഒക്കെ ആയിട്ടുള്ളവരോട് പറയും. അൽമായരുള്ള നമ്മുടെ ഈ പാസ്റ്ററൽ കൗൺസിലിലൊക്കെ ഉള്ള അൽമായരോട്, അല്ലെങ്കിൽ കുറച്ച് പ്രോമിനന്റ് ആയിട്ടുള്ള മെമ്പേഴ്സ് ഒക്കെ വളരെ സജീവമായിട്ടൊക്കെ ഉള്ള ഇപ്പൊ ജസ്റ്റിസുമാരോ അങ്ങനെ സഭയോടൊക്കെ സഹകരിക്കുന്ന അങ്ങനെ വൈദികരെ അറിയുന്നവരോട് ചോദിച്ചിട്ടാണ് ഈ ബിഷപ്പ് ഒരു 3-4 പേരുടെ പേര് സിനഡിൽ പ്രപ്പോസ് ചെയ്യുന്നത്. അത് എപ്പോഴുമുള്ള ഒരു പരാതി, അദ്ദേഹത്തിന് താല്പര്യമുള്ളവരെ മാത്രം അദ്ദേഹത്തെ പ്രപ്പോസ് ചെയ്യുന്നു എന്നുള്ള പരാതി, അത് അതിൻ്റെ ഒരു ലിമിറ്റേഷനാണ്. പക്ഷെ ബിഷപ്പാണ് പ്രപ്പോസ് ചെയ്യുന്നത്. സിനഡിലെ മറ്റ് മെമ്പേഴ്സ് ആയിട്ടുള്ള ബിഷപ്സിന് വേണമെങ്കിൽ ആഡ് ചെയ്യാം ആരുടെയെങ്കിലും പേര്. അപ്പൊ അങ്ങനെ ഒരു ലിസ്റ്റ് ഓഫ് കാൻഡിഡേറ്റ്സ് വന്നു എന്ന് വിചാരിക്കുക. അത് ഒരു ബിഷപ്പിനെ അപ്പോയിന്റ് ചെയ്യാൻ സാധാരണ 3 ആണ് വേണ്ടത്. ആ 3-ന് പകരം അവരൊരു 6 പേരുടെ പേര് സെലക്ട് ചെയ്തു. ഈ 6 പേരെ കുറിച്ചും ഒരു അന്വേഷണം സിനഡിൽ നിന്ന് പോകും. ആരുടെ അടുത്താണ് അന്വേഷിക്കുന്നത്? ഞാൻ കേട്ടിട്ടുള്ളതനുസരിച്ച് ഒരു 10-100 പേരുടെ അടുത്തേക്കെങ്കിലും അതിൻ്റെ ഒരു വലിയ ക്വസ്റ്റ്യനെയർ പോകും. എല്ലാ ബിഷപ്സിനും പോകും ക്വസ്റ്റ്യനെയർ. പിന്നെ ഈ പറയുന്ന രൂപതയിലെ കൺസൾട്ടേഴ്സ് ബോഡിയിലുള്ള അച്ഛന്മാർക്ക് പോകും, കൂരിയയിലൊക്കെ ഉള്ളവർക്ക്, സീനിയർ അച്ഛന്മാർക്ക്, അൽമായ പ്രതിനിധികൾക്ക് പോകും, സന്യസ്തർക്ക്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനെയറാണ്. അത് സിനഡില് ചാർജ് ഉള്ളവരുണ്ട്. അവിടെ കൂരിയയിൽ പിതാവും വേറെ ഒരു ടീമുണ്ട്. അവരത് അസസ് ചെയ്തിട്ട് അതിൻ്റെ ഒരു റിപ്പോർട്ടാണ് സിനഡിലെ എല്ലാ ബിഷപ്സിനും കൊടുക്കുന്നത്. സിനഡിലെ എല്ലാ ബിഷപ്സിനും കൊടുത്തിട്ട് പിന്നത്തെ സെഷനിലാണ് അവര് ഈ കാൻഡിഡേറ്റ്സ് 6 കാൻഡിഡേറ്റ്സിന്റെ പേരുണ്ടെങ്കിൽ അത് വോട്ട് ചെയ്ത് അതിൽ 3 ആക്കും. ഈ 3 പേരുടെ പേര് റോമിലേക്ക് അയച്ച് അവര് നോൺ ഒബ്ജക്ഷൻ മേടിക്കണമെന്നുണ്ട്. അപ്പൊ റോമിലേക്ക് അയക്കുമ്പോൾ അവര് നുൻഷിയോ വഴി ഒരു അന്വേഷണം നടത്തും ഈ 6 അച്ഛന്മാരെ കുറിച്ച്, അല്ലെങ്കിൽ ഈ 3 അച്ഛന്മാരെ കുറിച്ച് അന്വേഷണം നടത്തിയിട്ട് റോമിന് വേണമെങ്കിൽ പറയാം, ഈ 3-ൽ ഒരാൾ ഞങ്ങൾക്ക് സ്വീകാര്യനല്ല, 2 പേരെ ഞങ്ങൾക്ക് താല്പര്യമുള്ളൂ. അല്ലെങ്കിൽ ഇവർ 6 പേരുടെ അങ്ങോട്ട് അയച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് പറയാം 5 പേര് ഓക്കെയാണ്, ഒരാള് താല്പര്യമില്ല എന്ന് പറയാം. എന്നിട്ട് തിരിച്ചു വന്ന് നോൺ ഒബ്ജക്ഷൻ കിട്ടി തിരിച്ചു വന്നു കഴിയുമ്പോൾ സിനഡിലാണ് ബിഷപ്സ് വോട്ട് ചെയ്ത് ഇതിൽ നിന്ന് ഒരാളെ തെരഞ്ഞെടുക്കുന്നത്. ഞാൻ പറഞ്ഞു, ഈ ഔട്ട്സൈഡ് ടെറിട്ടറിയിലാണെങ്കിൽ ഈ പ്രോസസ്സ് വ്യത്യാസമുണ്ട്. അവിടെയുള്ള ഒരു ബിഷപ്പ് മാറുമ്പോൾ ആ ബിഷപ്പ് സിനഡിൽ പറഞ്ഞ് സിനഡ് പ്രപ്പോസ് ചെയ്യും വത്തിക്കാൻ ഈ കാൻഡിഡേറ്റ്സിന്റെ പേര്. അവര് നുൻഷിയോ വഴിയായിരിക്കും കൂടുതൽ അന്വേഷണം നടത്തുക ഈ കാൻഡിഡേറ്റ്സിനെ സംബന്ധിച്ച്. റോമിൽ നിന്ന് നേരിട്ട് അപ്പോയിന്റ്മെന്റ് ആണ് ഈ ഔട്ട്സൈഡ് ടെറിട്ടറികളിലുള്ള നമ്മുടെ 4 രൂപതകളിൽ വരുമ്പോൾ. അപ്പൊ സിനഡിന്റെ താല്പര്യം തീർച്ചയായിട്ടും അതിൽ വരും. കാരണം ഇവരാണ് കാൻഡിഡേറ്റ്സിന്റെ ലിസ്റ്റ് കൊടുക്കുക. അവരാരും റോമിന് സ്വീകാര്യമല്ലെങ്കിലാണ് അവർ ചിലപ്പോൾ വേറൊരാളെ കുറിച്ചൊക്കെ ആലോചിക്കേണ്ടി വരിക. അതാണ് ഈ മെത്രാൻ നിയമനം വരുന്നു എന്ന് കേൾക്കുമ്പോഴേക്കും കാൻഡിഡേറ്റ്സിന്റെ ലിസ്റ്റ് കോൺഫിഡൻഷ്യൽ ആയിട്ടൊക്കെ എത്ര വെച്ചാലും
അത് പുറത്തു പോവുകയും അവരെ കുറിച്ചൊക്കെ പരാതികൾ റോമിലേക്ക് ചെല്ലും. റോമിൽ അവര് ഈ നോൺ ഒബ്ജക്ഷൻ അയക്കുമ്പോൾ ഈ പരാതികൾ പരിഗണിക്കും. അപ്പൊ അങ്ങനെ ഒരു സിസ്റ്റമാണ് സഭയിൽ നടക്കുക. താല്പര്യമുള്ളവരെ ആക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അതൊക്കെ ഈ പ്രോസസ്സ് എത്രമാത്രം ഒബ്ജക്റ്റീവ് ആണ്, അതിൽ ഇൻവോൾവ്ഡ് ആയിട്ടുള്ളവര് എത്രമാത്രം സത്യസന്ധമായിട്ടൊക്കെ ആ പ്രോസസ്സ് നടത്തുന്നു എന്നുള്ളതിനെ കുറിച്ചൊക്കെ ആശ്രയിച്ചിരിക്കും. ആദ്യത്തെ ചോദ്യം, ഒരു ബിഷപ്പിനെ റിമൂവ് ചെയ്യാൻ എന്തെങ്കിലും സീരിയസ് കാരണം വേണം. നമ്മുടെ കാനൻ ലോ അനുസരിച്ച് ബിഷപ്സിനെതിരെയുള്ള എല്ലാ പരാതികൾ എന്ന് പറഞ്ഞാൽ ഗൗരവമായ കുറ്റകൃത്യമുള്ള പെയിനൽ പരാതികളെല്ലാം മാർപ്പാപ്പയ്ക്ക് റിസർവ്ഡ് ആണ്. മാർപ്പാപ്പയാണ് ഏത് പ്രോസസ്സ് വഴി അത് പഠിക്കണം, അതിന് തീരുമാനമെടുക്കുന്നതെന്ന് തീരുമാനിക്കുക. അത് നമ്മുടെ സഭാ നിയമത്തിലുള്ളതാണ്. എന്തെങ്കിലും രൂപതകളൊക്കെ തർക്കോ പിന്നെ അങ്ങനെയൊക്കെ ഉള്ളത് മാത്രമാണ് സിനഡിലൊക്കെ ചെയ്യുള്ളൂ. പ്രത്യേകിച്ച് ഔട്ട്സൈഡ് ടെറിട്ടറി ആണെങ്കിൽ ഡയറക്റ്റ്ലി മാർപ്പാപ്പയാണ് അതിനുള്ള പരാതികൾ കൈകാര്യം ചെയ്യുക. മാർപ്പാപ്പ അവിടെ റോമിലുള്ള ഏതെങ്കിലും ഡിക്കാസ്ട്രികളെ, ബിഷപ്സിന്റെ ചാർജുള്ള ഡിക്കാസ്ട്രികളുണ്ട്, കുറ്റകൃത്യത്തിന്റെ നേച്ചർ അനുസരിച്ച് അവിടെ ചില ഡിപ്പാർട്ട്മെന്റുകൾ പ്രത്യേകം കോമ്പിറ്റന്റ് ആയിട്ടുണ്ട്. അത് മാർപ്പാപ്പ അവരെ എൻട്രസ്റ്റ് ചെയ്യും. താങ്ക് യു അച്ഛാ. താങ്ക് യു നമ്മൾ ഫാദർ. സമയക്കുറവുകാരൻ അടുത്ത ക്വസ്റ്റിലേക്ക് പോവുകയാണ്. സണ്ണി വർഗീസ്. സണ്ണി കേൾക്കാമോ സ്ഥലം കേൾക്കാം, പറഞ്ഞോളൂ. സ്ഥലം എവിടെയാണ്? അച്ഛാ, എൻ്റെ പേര് സണ്ണി. ഞാൻ അങ്കമാലി എറണാകുളം അതിരൂപതയാണ്. ഓക്കെ, ചോദ്യം പ്ലീസ്. അച്ഛൻ്റെ പ്രോപ്പർട്ടിക്ക് പുറത്ത് കാനോനിക നിയമങ്ങളുടെ ദുർവ്യാഖ്യാനമാണെന്ന് നമുക്കിപ്പോൾ ക്ലാസ് കേട്ട് കഴിഞ്ഞപ്പോൾ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. നാട്ടിൽ നിന്നും ജീവിക്കാൻ വേണ്ടി ലോകം മുഴുവൻ കഷ്ടപ്പെടുന്ന സീറോ മലബാർ വിശ്വാസികളെ വിവിധങ്ങളായ കാരണങ്ങൾ കൊണ്ട് സഭ തന്നെ പീഡിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ്. അഥവാ വിശ്വാസികൾ സമരത്തിന് ഇറങ്ങേണ്ട സാഹചര്യമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം രണ്ട് വഴിയാണ് ഇപ്പോൾ മുന്നിലുള്ളത്. ഒന്ന് സീറോ മലബാർ സഭയുടെ അധികാരികളോട് തന്നെ പരാതി പറയുക എന്നതും, രണ്ട് റോമിനെതിരെ പരാതിപ്പെടുക എന്നതും നമുക്ക് പരിചയമുള്ള സമര പരിപാടികളുമായി മുന്നിട്ടിറങ്ങുക എന്നുള്ളതാണ്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് സമരം ചെയ്യുമ്പോൾ സമരക്കാർക്കുള്ള ഒരു ആനുകൂല്യം നാട്ടിലെ പോലെ ഭരണാധികാരികളെ ഇവർക്ക് സ്വാധീനിക്കാൻ കഴിയില്ല. സ്വാഭാവികമായും കുറ്റാരോപിതരായ പല സീറോ മലബാർ വൈദികരും ഈ രാജ്യങ്ങളിലെ നിയമ നടപടികൾക്ക് വിധേയമാകേണ്ടി വരും. നമ്മളൊന്നും അങ്ങനെ നേരിട്ട് മത്സരിക്കാനോ ബുദ്ധിമുട്ടിക്കാനോ സത്യത്തിൽ ആഗ്രഹിക്കുന്നില്ല, പക്ഷെ നിർബന്ധിക്കപ്പെടുകയാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇത്തരം ആരോപണങ്ങൾ ഉണ്ടാകുകയാണ്. എനിക്ക് അച്ഛനോട് ചോദിക്കാനുള്ളത്, സീറോ മലബാർ സഭയിൽ നിന്നും പരാതികളുമായി ചെന്നാൽ വിശ്വാസികൾക്ക് എന്തെങ്കിലും നീതി കിട്ടാനുള്ള സാഹചര്യം നിലവിലുണ്ടോ, അതോ വിശ്വാസികൾ സ്വയം സംഘടിക്കുകയാണോ വേണ്ടത്? ഒരു കാര്യം കൂടി, അത് ചേട്ടനോടാണ്. ശംഷാബാദ് രൂപതയിൽ സമരം നയിച്ച ജിജി ഫിലിപ്പിയേട്ടനാണ്. അദ്ദേഹം നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു ക്ലാസ് ഇവിടെ വെച്ചാൽ നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തമാകും. താങ്ക് യു അച്ഛാ, ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നീതി കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും കുറെ കാര്യങ്ങൾക്കൊക്കെ കിട്ടും, കുറെ കാര്യങ്ങൾക്കൊക്കെ സമയം എടുക്കുമെന്ന് ഞാൻ പറയുള്ളൂ. നമ്മൾ ഇൻസിസ്റ്റ് ചെയ്യുക. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എറണാകുളത്തെ സംഭവങ്ങളൊക്കെ. നിങ്ങൾക്ക് ചിലപ്പോൾ കേൾക്കുന്നവർക്ക് പല ഒപ്പീനിയനൊക്കെ ആയിരിക്കാം. പക്ഷെ നമ്മൾ ആ ഒരു ഇഷ്യൂവിന്റെ പിന്നാലെ കാര്യമായിട്ട് സമീപിക്കേണ്ടവരെ സമീപിച്ചു, എഴുതേണ്ടടുത്ത് എഴുതി, കാണേണ്ടവരെ കണ്ടു. എന്തുമാത്രം എത്ര വർഷത്തെ നമ്മൾ സ്ട്രഗിള്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത് നീതി കിട്ടില്ല എന്നൊന്നും ഞാൻ ഒരിക്കലും പറയില്ല. കാരണം ചില കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നമുക്ക് അന്ന് തന്നെ കിട്ടും, വേറെ ചില കാര്യങ്ങൾക്ക് കുറെ സമയം എടുക്കും. ആ ഒരു പേഷ്യൻസോടുകൂടിയൊക്കെ നമ്മൾ എനിക്ക് മനസ്സിലാക്കാം, നമ്മളൊരു നന്മ അനുവദിച്ചു കിട്ടാൻ വേണ്ടി സമരം ചെയ്യേണ്ടി വരിക എന്ന് പറയുന്നത് ദുഃഖകരമായ കാര്യമാണ്. പക്ഷേ എല്ലാവരും ഒരുപോലെ ചിന്തിക്കാത്തത് കൊണ്ടും സഭയെക്കുറിച്ചായാലും സംവിധാനങ്ങളെ കുറിച്ചായാലും നിയമത്തെക്കുറിച്ചായാലും പലതരം കാഴ്ചപ്പാട് ഉള്ളത് കൊണ്ട് എല്ലാവരും നന്മ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. എല്ലാവരുടെയും മനസ്സിൽ നന്മയാണ്. പക്ഷെ ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴുള്ള ചില പ്രശ്നങ്ങളാണ് വരുന്നത്. അപ്പൊ അത് ഈ കഴിഞ്ഞ ക്ലാസ് നിങ്ങൾ സിനഡാലിറ്റിയെ കുറിച്ചായിരുന്നു പറഞ്ഞു. സഭയിൽ എമർജ് ചെയ്യുന്ന പുതിയ ഒരു ട്രെൻഡ് അതാണ്.
ഇനി മുകളിൽ നിന്നൊരു തീരുമാനം എടുത്ത് അത് അടിച്ചേൽപ്പിച്ചു കഴിഞ്ഞാൽ അത് പ്രാക്ടിക്കൽ ആവില്ല എന്ന് എനിക്ക് തോന്നുന്നു എല്ലാവരും തിരിച്ചറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് കുറെ കൂടി ഈ പറയുന്ന സിനഡൽ അപ്രോച്ച് എല്ലാവരും കണക്കിലെടുത്ത് ഒരു നിയമം വരുമ്പോ ആരെയൊക്കെ അഫക്റ്റ് ചെയ്യുമെന്നൊന്ന് മുൻകൂട്ടി കാണാനും അവരുടെ പോസിബിൾ ആയിട്ടുള്ള ഡിഫിക്കൽട്ടീസ് എന്താന്നൊക്കെ ഒന്ന് മുൻകൂട്ടി കണ്ട് നിയമനിർമ്മാണം നടത്താനൊക്കെയുള്ള ഒരു എനിക്ക് തോന്നുന്നു ഒരു അജപാലന വിവേകം സാവധാനത്തിൽ സഭയിൽ എമർജ് ചെയ്യുന്നത് ചില പർട്ടിക്കുലർ കേസുകളിൽ ഇനിയും ചിലപ്പോൾ സമയം എടുക്കുമായിരിക്കും. അപ്പൊ അതുകൊണ്ട് നമുക്കൊരു ബോധ്യമുണ്ട്, നമുക്കൊരു ഇംപ്രഷൻ തോന്നിയാൽ നമ്മൾ വേറൊരാളായിട്ട് പങ്കുവെക്കുക, ഒരു ഗ്രൂപ്പിൽ പങ്കുവെക്കുക, പല ഗ്രൂപ്പുകളിൽ പങ്കുവെക്കുക. അവിടെയാണ് നമ്മൾ ഒരു കൺസെൻസസിലേക്ക് വരും. അപ്പൊ നമുക്ക് മനസ്സിലാവും നമ്മുടെ മനസ്സിൽ തോന്നിയ കാര്യം സത്യമാണ്. ഇത്രയും പേര് അത് ഷെയർ ചെയ്യുന്നുണ്ട്, അവരത്രയും പേര് അതിന്റെ നന്മകൾ പറയുന്നു. അപ്പോഴാണ് നമ്മളൊരു കോമൺ പ്ലാറ്റ്ഫോമിലേക്കൊക്കെ വരുന്നതും നമ്മൾ ഇതിനു വേണ്ടിയിട്ടൊക്കെ അപ്രോച്ച് ചെയ്യേണ്ടവരെയൊക്കെ അപ്രോച്ച് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു നമ്മൾ ആദ്യം ഒരു റെസിസ്റ്റൻസ് എപ്പോഴും ഉണ്ട്. നമ്മളൊരു ഉള്ള സാഹചര്യത്തിൽ ഒരു മാറ്റം ആവശ്യപ്പെടുന്ന ഒരു റെസിസ്റ്റൻസ് പൊതുവെ നമ്മൾ എപ്പോഴും കാണുന്നതാണ്. പക്ഷേ സാവധാനം സംസാരിച്ച് നമ്മുടെ ഇന്റൻഷൻ ജെന്യൂയിൻ ആണ് എന്ന് ബോധ്യപ്പെടുത്തത്തക്ക വിധത്തില് ചർച്ചകളും മീറ്റിങ്ങുകളൊക്കെ നടന്നു കഴിയുമ്പോൾ ഞാൻ കണ്ടിട്ടുള്ളത് മാറ്റങ്ങളാണ് കണ്ടിട്ടുള്ളത്. നമ്മുടെ എത്രയോ നിയമങ്ങൾ നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഒരു പർട്ടിക്കുലർ ഉദാഹരണം നിങ്ങളെ അഫക്റ്റ് ചെയ്യുന്നത് ഞാൻ പറയാം. നാട്ടിൽ വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു, മനസ്സമ്മതം കഴിഞ്ഞ് 3 ഞായറാഴ്ച വിളിച്ചു ചൊല്ലിയാലാണ് കല്യാണം നടത്താവുക. അതിൽ ഒരാഴ്ചയൊക്കെ വിളിച്ചു ചെല്ലണമെങ്കിൽ ഇളവ് കിട്ടണമെങ്കിൽ ഫൊറോന വികാരിയുടെ അടുത്തൊക്കെ പോണാർ, അരമനെ പോണാർ. അത് കഴിഞ്ഞ് ഈ പ്രവാസികൾ ഉന്നയിച്ച ഒരു ജെന്യൂയിൻ നീഡ് മനസ്സിലാക്കിയാണ് സഭ കൊണ്ടുവന്നത് മനസ്സമ്മതത്തിന് മുമ്പ് നമുക്ക് വിളിച്ചു ചൊല്ലാമെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ അവധിക്ക് വന്ന് ആകെ ഒരു മാസമേ ഉള്ളൂ, മനസ്സമ്മതവും കല്യാണവും ഒക്കെ അതിന് നടക്കണം, കുറച്ച് ദിവസം നിങ്ങൾക്ക് കിട്ടണം. അപ്പൊ അതുകൊണ്ട് ആ പ്രോസസ്സിലേക്ക് വന്ന് ഇപ്പൊ അത് ഇത്രയും നാള് അങ്ങനെ മുൻകൂട്ടി വിളിച്ചു ചെല്ലണമെങ്കിൽ ഫൊറോന വികാരിയുടെ അടുത്ത് പോയി അനുവാദം മേടിക്കണമെന്നായിരുന്നു. അതിൻ്റെയും പ്രായോഗിക ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി ഇപ്പൊ കഴിഞ്ഞ സിനഡില് അത് ആ വികാരിച്ചന്മാര് രണ്ടുപേരും ധാരണയായി ചെയ്യാമെന്ന് വന്നിട്ടുണ്ട്. അപ്പൊ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കൺസേൺസ് നമ്മൾ ഷെയർഡ് കൺസേൺസ് പ്രസന്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും റിസൾട്ട് ഉണ്ടാവും. ചില കാര്യങ്ങളിൽ ഈ പറഞ്ഞോണം നമ്മൾ അല്പം ഇൻസിസ്റ്റ് ചെയ്യേണ്ടി വരും. താങ്ക് യു അച്ഛ. ആ ചോദ്യം വളരെ പ്രസക്തമാണ്. കാരണം ഞങ്ങളുടെ ഫോറത്തിനുണ്ടായ 2 അനുഭവം ഞാൻ പെട്ടെന്ന് പറയാം, സെക്കൻഡ് മാത്രമേ എടുക്കുള്ളൂ. ഒന്ന്, 11-ാം തീയതി ഫോറം ഉണ്ടായി, ഒക്ടോബർ 17 ഞങ്ങളെ മീറ്റിങ്ങിന് വിളിച്ചു. ക്യൂരിയ 5 പേരെ കണ്ടു, ചാൻസലർ, ബിഷപ്പ്, പ്രോട്ടോസിഞ്ചലസ്. എന്നിട്ട് ആ മീറ്റിങ്ങിൻ്റെ മിനിറ്റ്സ് അവർ എഴുതാമെന്ന് പറഞ്ഞു. ഞങ്ങളെ കൊണ്ട് എഴുതിച്ചില്ല, ആ മീറ്റിങ്ങിൻ്റെ മിനിറ്റ്സ് പോലും തന്നില്ല. എന്തൊരു ഒരു വൈരുദ്ധ്യമായിരുന്നു ഞങ്ങൾ ആലോചിക്കുന്നത്. അതിനുശേഷം ഞങ്ങൾ അച്ഛൻ പറഞ്ഞു മൗണ്ട് സെൻറ് തോമസിന് UK സഭയുടെ അധികാരം ഇല്ലെങ്കിലും ഒരു സാമാന്യ മര്യാദ വെച്ച് 2 പ്രാവശ്യം പോയിട്ട് 3-ാമത്തെ പ്രാവശ്യം അപ്പോയിൻമെൻറ്റ് കിട്ടിയത്. ആദ്യത്തെ വർത്തമാനം തന്നെ, നിങ്ങൾ അവിടെ പോവുകയാണെങ്കിൽ അങ്ങോട്ട് ചേർന്നാൽ പോരെ. ഞാൻ പറഞ്ഞു, ഇത്ര ധിക്കാരപരമായിട്ട് സംസാരിക്കുന്ന ഒരാളെ ചാൻസലർ തട്ടിപ്പിതാവ് അത് പറഞ്ഞെങ്കിൽ ഇത് മനസ്സിലാവും. ഒരു ചാൻസലർ അദ്ദേഹത്തെ കാണാനല്ല ഞാൻ പോയത്, നിങ്ങൾക്ക് അങ്ങോട്ട് ചേർന്നാൽ പോരെ. ഇതാണ് ആറ്റിറ്റ്യൂഡ് അച്ഛ, ധിക്കാരം, അഹങ്കാരം. ഞാൻ ഹൃദയവേദനയോടുകൂടി പറയുക, ഒരു ഫോറത്തിൻ്റെ പ്രസിഡൻ്റായിട്ട് ഞാനിപ്പം അനുഭവിക്കുന്ന ചില കോൺഫ്ലിക്റ്റുകളും ഒക്കെ ഇതിനകത്ത് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അടുത്ത ചോദ്യത്തിലേക്ക്. BT-യുടെ ഫുൾ നെയിം പറയാമോ? BT എന്നാണ് ഞാൻ കാണുന്നത്. താങ്കളുടെ പേര് പറയാമോ? എന്താണ്? ബിനു. ചോദ്യം പെട്ടെന്ന് ചോദിക്കണം. അച്ഛാ, എന്റെ പേര് ബിനു തോമസ്. ഞാൻ അയർലൻഡിൽ നിന്നാണ്, കോർക്ക്. ഞാനപ്പോ ഇവിടെ നമ്മുടെ പർട്ടിക്കുലർ ലോയും ഇതൊക്കെ ചേർത്ത് അച്ഛൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാനപ്പോ ഇവിടത്തെ ഒരു സിറ്റുവേഷൻ ഞാൻ ക്ലിയർ ആയിട്ട് പറയാം. നമുക്കിപ്പോ ഇവിടെ ഉള്ളത് അപ്പസ്തോലിക് വിസിറ്റേഷൻ ആണ്. പക്ഷെ ഇവിടെ സീറോ മലബാർ സഭ ഉണ്ട് എന്ന് പറഞ്ഞ് ഫോമുകൾ കൊടുക്കുന്നു. സഭയാണ് എന്ന് പറഞ്ഞ് ഇതുപോലെ തന്നെ വിവാഹത്തിന് കുറികൾ ഞങ്ങളുടെ കയ്യിൽ നിന്ന് മേടിക്കണമെന്ന് പറയുന്നു. പിന്നെ ഇപ്പൊ നേരത്തെ പറഞ്ഞു, ഒരു സ്ഥലത്ത് രൂപത വന്നു കഴിഞ്ഞാൽ അവിടെ ആളെ ചേർക്കണം എന്ന് അവർക്ക് സ്വാഭാവികമായൊരു താല്പര്യം ഉണ്ടാകും എന്ന് പറയുന്നു. ഇവിടെ അത് മാറ്റി നിർത്തുന്ന ഒരു രീതി കണ്ടുവരുന്നുണ്ട്. എൻ്റെ കേസിൽ അത് ഉണ്ടായതാണ്. ഞാനത് കൃത്യമായിട്ട് അത് ഉന്നയിച്ചിരുന്നു. മറ്റൊരു കാര്യം, പർട്ടിക്കുലർ ലോ
ബേസിൽ എന്ന് പറഞ്ഞ് ഇവിടെ ഒരു നിയമം അവര് അതായത് നിലവിൽ ഇപ്പൊ ഇവിടെ ഉള്ളത് ഒരു നാഷണൽ കോർഡിനേറ്റർ, സീറോ മലബാർ സഭയ്ക്ക് ഒരു നാഷണൽ കോർഡിനേറ്റർ എന്ന് പറഞ്ഞ് ഒരാൾ ഡബ്ലിനിലുണ്ട്. പിന്നെ വിവിധ രൂപതകളിൽ അച്ഛന്മാരുണ്ട്. അതാത് രൂപതകൾ നിയമിച്ചിരിക്കുന്ന അച്ഛന്മാരാണ്, നാട്ടിൽ നിന്ന് വന്നിരിക്കുന്ന അച്ഛന്മാർ. എന്നിട്ട് അവരൊരു നിയമം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞിട്ട് ഞാനത് പറയാൻ കാരണം നമ്മുടെ ഡിസ്ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ടല്ലോ പർട്ടിക്കുലർ ലോയിൽ, അതില് പൈസ തരാത്തവനെ ഡിസ്ക്വാളിഫൈ ചെയ്യും എന്ന് ഒരു ക്ലോസ് തന്നെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെ ഇവിടുത്തെ നിലവിലെ സഭാ സംവിധാനം എന്ന് ഉദ്ദേശിക്കുന്നത് വൈദികർ ഇവിടെ വരുന്നു, അതാത് രൂപതകളിലെ സീറോ മലബാർ അംഗങ്ങൾക്ക് പാസ്റ്ററൽ കെയർ കൊടുക്കുന്നു. ഇങ്ങനെയുള്ളവർക്ക് ചെയ്യാൻ സാധിക്കുന്നതാണോ? സമയമില്ലാത്തതുകൊണ്ട് കൂടുതൽ പറയുന്നില്ല, സ്ട്രെയിറ്റ് ആണ്. എന്തിൽ നിന്നാ ഡിസ്ക്വാളിഫൈ ചെയ്യണമെന്നൊന്ന് പറയാമോ ബിനു? പൊതുയോഗങ്ങൾ, പൈസ കൊടുത്ത് പൊതുയോഗങ്ങൾ. അത് ഒന്നാമത്തെ കാര്യം. ഇവിടെ എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിന്ന് ഞാൻ ഇവരോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ഇവിടെ ഇടവകയില്ല, രൂപതയില്ല, ഇടവകയില്ല, പൊതുയോഗം എല്ലാവരെയും ഉൾപ്പെടുത്തേണ്ടതാണ്. അതിനുശേഷം ഞാൻ പൈസ തന്നുകൊള്ളാം എന്ന് പറഞ്ഞ് ഒരു ഫോം എഴുതി ഒപ്പ് ഇട്ടില്ലെങ്കിൽ മാറ്റി നിർത്തുമെന്ന് പറഞ്ഞ് അങ്ങനെ എന്നെ മാറ്റി നിർത്തിയ ആളാണ്, ഞാൻ മാറ്റി നിർത്തപ്പെട്ട ഒരാളാണ്. എനിക്ക് എൻ്റെ അടുത്ത് പ്രശ്നമൊന്നുമില്ലാത്ത കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ആദ്യത്തെ ട്രസ്റ്റി ഞാൻ തന്നെയാണ്. അപ്പൊ ട്രസ്റ്റിയെ പോലും മാറ്റി നിർത്താൻ മാതിരി അത്രയധികം അധികാരം തലയ്ക്ക് പിടിച്ച രീതിയിലാണ് സീറോ മലബാർ പ്രവാസികളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നത്. ഞാൻ ഇതിന്റെ കോപ്പി തരാൻ, എൻ്റെ കയ്യിൽ കോപ്പി ഉണ്ട്. ഇവിടെ 6.1.7 വരെ ഉള്ളൂ ഡിസ്ക്വാളിഫിക്കേഷൻസ് എന്ന് പറഞ്ഞ് നമ്മുടെ സെക്ഷനിൽ പർട്ടിക്കുലർ ലോയിലുള്ളത്. അതിനൊരു സെക്ഷനും കൂടെ ആഡ് ചെയ്ത് ഒരു സെക്കൻഡ്, പേഴ്സൺസ് ഹു ഡെലിബറേറ്റ്ലി റെഫ്യൂസ് ടു പേ ദ പാരിഷ് ആൻഡ് സബ്സ്ക്രിപ്ഷൻ ഡ്യൂസ് ഈവൻ ആഫ്റ്റർ റിപ്പീറ്റഡ് റിമൈൻഡേഴ്സ് എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് ക്ലോസും കൂടെ അവർ ആഡ് ചെയ്താണ് ഈ പരിപാടി ഇവിടെ നടത്തുന്നത്. ഇതിനൊക്കെ സാധിക്കുമോ? കാരണം ഒരു അപ്പസ്തോലിക് വിസിറ്റേഷൻ മാത്രമാണ് ഇവിടെ ഉള്ള. ചെറപ്പണത്ത് പിതാവിന് അഡ്മിനിസ്ട്രേറ്റീവ് പവർ ഇല്ല. ഇവിടെ പൈസ പിരിക്കുന്നു. കൂടാതെ വളരെ റീസെന്റ് ആയിട്ട് ഡബ്ലിനിൽ ഒരു സ്ഥലവും വാങ്ങിച്ചിട്ടുണ്ട്, സഭയുടെ പേരിൽ എന്ന് പറഞ്ഞാണ് മേടിച്ചത്. എങ്ങനെ ഇത് സാധിക്കും? ഞാൻ ഇതിന്റെ കോപ്പി ഇപ്പൊ നമ്മുടെ ചാറ്റിൽ ഷെയർ ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും വേണ്ടി. എനിക്ക് അറിയാത്ത ഇത് പർട്ടിക്കുലർ ഇഷ്യൂ ആണ്, എനിക്ക് അറിയാത്തൊരു സംഭവം. ഞാൻ അതിനെക്കുറിച്ച് കമന്റ് ചെയ്യുന്നത് ശരിയല്ല. ഇത് ഞാൻ ജനറലി പറയുന്നത് അത് ഇവോൾവ് ചെയ്യാൻ രൂപതയാകാനുള്ള ഒരു അപ്പൊ അവര് അതിങ്ങനെ ഒരു രൂപതയുടെ നിയമങ്ങൾ തന്നെ തുടക്കത്തിൽ ഇങ്ങനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് നോക്കുന്നതാണ്. ഈ പറഞ്ഞ ഡിസ്ക്വാളിഫൈ ചെയ്യുന്ന ആ ക്ലോസ് നമ്മൾ ഇത് നാട്ടിലായാലും ഇത് യൂണിറ്റുകളിലും പാരിഷുകളിലൊക്കെ ആളുകൾ ഡിമാൻഡ് ചെയ്യും. അവൻ പിരിവ് തന്നില്ലല്ലോ, പിന്നെ എന്താണ് അവന്റെ വീട്ടിൽ എന്തിനാണ് വെഞ്ചിരിപ്പിന് പോയത്? ആളുകൾ എപ്പോഴും ചോദിക്കും. കാരണം ഈ ഇന്റൻഷനലി ഒരാള് നമ്മളോട് സഹകരിക്കാതെ നിൽക്കുന്ന കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അവന് പൈസ തരാൻ ഇല്ലാത്തത് കൊണ്ട് അവൻ തരുന്നില്ലെങ്കിൽ ആർക്കും ബുദ്ധിമുട്ടില്ല. അതേസമയം ഒരു ഈ കമ്മ്യൂണിറ്റിയോട് ഒരു കാര്യത്തിലും സഹകരിക്കാതെ മാറി നിന്നിട്ട് അവന്റെ അവകാശങ്ങൾക്ക് മാത്രമായിട്ട് വരുന്ന ഈ പറഞ്ഞോണം ആളുകൾ തന്നെ അച്ഛൻ്റെ മേൽ സമ്മർദ്ദം ഉണ്ടാവും, അച്ഛന്മാർക്കും ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ അത് നേരത്തെ നമ്മൾ പറഞ്ഞ സാക്രമെന്റ്സ് ഒന്നും ഡിനൈ ചെയ്യരുതെന്ന് നമ്മൾ പറയും ഈ പറഞ്ഞോണം സഹകരിക്കാത്തതിന്റെ പേരിൽ സാമ്പത്തികമായിട്ടൊക്കെ. പക്ഷേ വേറെ ചില കാര്യങ്ങളിൽ അങ്ങനെ അവിടുത്തെ ലോക്കൽ അതൊരു കോമൺ ഇഷ്യൂ ആണെങ്കിൽ ആളുകളെ സഹകരിപ്പിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നതായിരിക്കും. പക്ഷെ അത് നമ്മൾ വെളുക്കാൻ തയ്ക്കുന്നത് പാണ്ട് ആവണ ഫലമാണെങ്കിൽ എനിക്ക് തോന്നുന്നു അധികാരി വിവേകത്തോടെ അതുകൂടി അതൊക്കെ ചെയ്യേണ്ടതാണ്. അച്ഛാ, അതിനകത്ത് എനിക്ക് തോന്നുന്ന ഒരു കാര്യം, അവിടെ വിസിറ്റേഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ വിസിറ്റേഷൻ ഉള്ളവരുടെ അധികാരം എന്തൊക്കെയാണ് രൂപതയില്ലാത്ത, അതിനെക്കുറിച്ചൊരു ക്ലാരിഫിക്കേഷനാണ്. പക്ഷെ നമ്മുടെ ഈ ചർച്ചയിൽ അത് പോയാൽ നമുക്കൊരു ഉത്തരം കിട്ടുകയില്ല. താങ്ക് യു ബിനു ഫോർ റേസിംഗ്. അടുത്തത് ജെയിംസ് വർഗീസ് ആണ്. ജെയിംസ് വർഗീസ്, വളരെ ക്വിക്കായിരിക്കണം ക്വസ്റ്റ്യൻ കേട്ടോ പ്ലീസ്. ജെയിംസ് വർഗീസ്, ജെയിംസ് മ്യൂട്ടാണ്. ഹലോ, എനിക്ക് ചോദിക്കേണ്ട മെയിൻ ചോദ്യങ്ങൾ ഇതിനു മുമ്പ് ഒരാൾ ചോദിച്ചു. പക്ഷെ എന്നാലും അതിലുപരി ഒരു ചെറിയ ചോദ്യം കൂടെ അതിനോട് ചേർത്ത് ഞാൻ ചോദിക്കുകയാണ്. ഈ പർട്ടിക്കുലർ നിയമങ്ങൾ അല്ലെങ്കിൽ കോമൺ നിയമങ്ങൾ, പർട്ടിക്കുലർ നിയമങ്ങൾ എന്നൊക്കെ നമ്മൾ ഇതിനകത്ത് സിനറാലിറ്റിക്കകത്ത് കേട്ടപ്പോൾ പർട്ടിക്കുലർ നിയമങ്ങൾ ഉണ്ടാക്കുന്ന സീറോ മലബാർ രൂപതാ നേതൃത്വത്തിന് വിശ്വാസികൾക്കെതിരായിട്ട് ഉള്ള പ്രവർത്തികൾക്ക്
എന്തേലും വിശ്വാസികൾക്കെതിരെ എന്തേലും ഒക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ അത് എവിടെയാണ് പരാതി കൊടുക്കേണ്ടത്? അതിന് അതാത് രൂപത നേതൃത്വത്തിന് മേലിൽ ഏതേലും കമ്മീഷനുകളോ അതോ എവിടെയാ പരാതി, അതോ മാർപ്പാപ്പയ്ക്ക് നേരിട്ടാണോ കൊടുക്കേണ്ടത്? അതൊന്ന് പറയാമോ ഒന്ന്? നമ്മ നേരത്തെ പറഞ്ഞ ഈ പ്രോപ്പർ ടെറിട്ടറി, ഔട്ട്സൈഡ് ടെറിട്ടറി ഇതൊരു ബാധകമാണ്. ഇപ്പൊ നാട്ടില് ഒരു ബിഷപ്പിന്റെ ഏതെങ്കിലും അഡ്മിനിസ്ട്രേറ്റീവ് ആക്ടിനെതിരെ പരാതി കൊടുക്കേണ്ടത് മേജർ ആർച്ച് ബിഷപ്പിനാണ്. ഏത് രൂപതയെന്നായാലും പിതാവിന്റെ ആക്ടിനെതിരെ. അതേസമയം ഇപ്പൊ അവിടുത്തെ വികാരിയൻ റാഡോ അങ്ങനെയൊക്കെ ആണെങ്കിൽ അത് ബിഷപ്പിന് നമ്മൾ പരാതി കൊടുക്കും. ബിഷപ്പിന്റെ ഒരു ഡിക്രിക്കെതിരെ പരാതി കൊടുക്കേണ്ടത് നമ്മുടെ നിയമം അനുസരിച്ച് മേജർ ആർച്ച് ബിഷപ്പിനാണ്. മേജർ ആർച്ച് ബിഷപ്പിന്റെ ഒരു ഡിക്രിക്കെതിരെ പരാതി കൊടുക്കേണ്ടത് സിനഡില് 3 ബിഷപ്സിന്റെ ഒരു ട്രിബ്യൂണൽ പോലൊരു സംവിധാനമുണ്ട്. അവിടേക്കാണ് നമ്മൾ കൊടുക്കുന്നത്. ഔട്ട്സൈഡ് ടെറിട്ടറി തീർച്ചയായിട്ടും ഈ പറഞ്ഞോണം റോമിനാണ് പോകേണ്ടത് പരാതി. നമുക്ക് 2 മണിക്കൂർ സമയമായി. നമുക്കിനി 5 കൈ കൂടെ ഉണ്ട്. അതിനിപ്പോ അടുത്തത് സജിമോനാണ്. സജിമോൻ ഞങ്ങളുടെ സെക്രട്ടറിയും കൂടെയാണ് ഫോറത്തിന്റെ. സജി, പെട്ടെന്ന് ചോദിക്കാമോ? ഹലോ അച്ഛാ, എന്റെ പേര് സജി, ഞാൻ UK നിന്നാണ്. കേക്കാവോ? കേൾക്കാം, പറഞ്ഞോളൂ സജി. ചോദ്യത്തിലേക്ക് പെട്ടെന്ന്. 3 ചോദ്യങ്ങളാണ്. ഒന്ന്, പ്രീനപ്ഷ്യൽ ഫോം, ലാറ്റിൻ ചർച്ചിൽ നിന്നും പ്രീനപ്ഷ്യൽ ഫോം ക്ലിയറായി വരുന്ന വധൂവരന്മാർ, അത് സ്വാഭാവികമായിട്ടും അവര് ഫെയ്ത്ത് പ്രാക്ടീസ് ചെയ്യുന്നു. അതുപോലെ തന്നെ കാനൻ ലോ ഡിഫൈൻ ചെയ്യുന്ന ഇംപെഡിമെന്റ്സ് ഒന്നുമില്ല. കാനൻ ലോ ഡിഫൈൻ ചെയ്യുന്ന 9 ഇംപെഡിമെന്റ്സ് ഉണ്ടല്ലോ, അതൊന്നുമില്ല. അങ്ങനെ ക്ലാരിഫൈ ചെയ്ത് ഫെയ്ത്തും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് എന്ന് കൺഫേം ചെയ്യുന്ന ഒരു കേസിൽ എങ്ങനെയാണ് അവർക്ക് സിറോ മലബാറിൽ നിന്നും ആ ഡെലിഗേഷന് കിട്ടാനുള്ള അവകാശം ഉണ്ടല്ലോ, ആ ഡെലിഗേഷൻ കൊടുക്കാതെ വെച്ചുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു കാനൻ ലോ വയലേഷൻ അല്ലേ? അതാണ് നമ്പർ 1. നമ്പർ 2, ഈ ബൈറിച്വൽ ഫാക്കൽറ്റി ഉള്ള ഒരു സെലിബ്രന്റിനെ ഇത്തരം കേസിൽ ഇപ്പൊ ഈ ഫാമിലി ഐഡന്റിഫൈ ചെയ്ത് ഇവിടെ കുർബാന അർപ്പിക്കാൻ കൊണ്ടുവന്നാൽ ആ കേസിൽ ഡെലിഗേഷൻ റിക്വസ്റ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ? കാരണം അദ്ദേഹത്തിന് ബൈറിച്വൽ ഫാക്കൽറ്റി ഉണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് ലാറ്റിൻ പ്രീസ്റ്റിന് സിറോ മലബാർ റൈറ്റില് സെലിബ്രേറ്റ് ചെയ്യാനുള്ള ആ ഫാക്കൽറ്റി ഉണ്ടെങ്കിൽ പിന്നെ ഇവിടെ ഡെലിഗേഷന്റെ ആവശ്യമുണ്ടോ? അതാണ് 2ാമത്തെ ചോദ്യം. 3ാമത്തെ ചോദ്യം അസ്ക്രിപ്ഷൻ ആണ്. ബൈ ബാപ്റ്റിസം, ഇപ്പോ ഞങ്ങള് സിറോ മലബാറിൽ നാട്ടില് ഞങ്ങളുടെ ഇടവകയില് ബാപ്റ്റിസം ചെയ്യുന്നതിലൂടെ വി ആർ നാച്ചുറലി അസ്ക്രിപ്റ്റഡ് ടു സിറോ മലബാർ റൈറ്റ്. അതുകൊണ്ട് ഞങ്ങള് ഈ ലോകത്തിന്റെ എവിടെ പോയാലും ഏത് ഭാഗത്ത് പോയാലും സിറോ മലബാറിനോട് നാച്ചുറലി എന്താ പറയാ, അസ്ക്രിപ്റ്റഡ് ആണല്ലോ, അല്ലെങ്കിൽ മെമ്പറാണല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ വീണ്ടും ഒരു നാച്ചുറൽ ആയിട്ട് ഇവിടെ വന്നിട്ടുള്ള ഒരു മെമ്പർഷിപ്പ് എടുക്കേണ്ട ആവശ്യകതയുണ്ടോ? ഇതാണ് എന്റെ 3 ചോദ്യം. താങ്ക് യു. ഈ ബൈറിച്വലിസത്തിന്റെ കാര്യം പറയാം, കാരണം അത് കൺഫ്യൂഷൻ ഉണ്ടാകരുത്. ബൈറിച്വലിസം ഉണ്ട് എന്ന് വിചാരിച്ച് അച്ഛൻ കോമ്പിറ്റൻസ് ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല ആ കല്യാണം നടത്താനായിട്ട്. ഞാൻ പറഞ്ഞത് നമ്മുടെ നിയമം അനുസരിച്ച് പാരിഷ് പ്രീസ്റ്റിനാണ് കോമ്പിറ്റൻസ് ഉള്ള. വേറൊരാള് വന്നു കഴിഞ്ഞാൽ ആ ആൾക്ക് ഡെലഗേറ്റ് ചെയ്യണം ആളെ. ആ ആൾക്ക് കർമ്മം നടത്താനായിട്ട് ലാറ്റിൻ റൈറ്റിലോ സീറോ മലബാർ റൈറ്റിലോ നടത്താനുള്ള ഫാക്കൽറ്റി ആണ് നമ്മൾ പറയുന്ന ബൈറിച്വലിസം. അതിൽ ഡെലഗേഷൻ വേണം. ഈ അസ്ക്രിപ്ഷന്റെ കാര്യം പറഞ്ഞത്, ഈ നമ്മള് ഇപ്പൊ നാട്ടില് തന്നെ നമ്മൾ ഒരു അതായത് നമ്മൾ കത്തോലിക്ക സഭയിൽ അംഗമാകുന്നത് ഏതെങ്കിലും ഈ 24 സഭയിൽ ഒരു സഭയിലെ അംഗത്വം വഴിയായിരിക്കണമെന്ന് പറയും. അതല്ലാതെ നമുക്ക് നേരിട്ട് കത്തോലിക്ക സഭയിൽ ചേരാൻ പറ്റില്ല. അപ്പൊ അതുപോലെ നമ്മൾ സീറോ മലബാർ സഭയിലൂടെയാണ് നമ്മൾ കത്തോലിക്ക സഭയിൽ അംഗമാകുന്നത്. ഈ സീറോ മലബാർ സഭയിൽ അംഗമാകുന്നത് ഏതെങ്കിലും ഒരു പാരീഷിലൂടെ ആയിരിക്കണം. അതിന്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നോക്കിക്കോ. ഇപ്പൊ ഒരു കുഞ്ഞിന്റെ അമ്മ ലാറ്റിനാണ്. ആ അമ്മ ഡെലിവറിക്ക് വേണ്ടി ലാറ്റിൻ പാരീഷിൽ അവളുടെ സ്വന്തം ഇടവകയിൽ പോയി അവിടെ ഡെലിവറി കഴിഞ്ഞ് ആ ലാറ്റിൻ ഇടവകയിൽ വെച്ചായിരിക്കും നാട്ടിലെ രീതി അനുസരിച്ച് ബാപ്റ്റിസം. ലാറ്റിൻ പള്ളിയിൽ ലാറ്റിൻ ക്രമം അനുസരിച്ചായിരിക്കും മാമോദിസ എന്ന് വിചാരിച്ച് ആ കൊച്ച് ലാറ്റിൻ അല്ല. ലാറ്റിൻ പള്ളിയിൽ മാമോദിസ മുങ്ങിയാലും അവിടുന്ന് മാമോദിസ സർട്ടിഫിക്കറ്റ് മേടിച്ചു കൊണ്ടുവന്ന്
കുഞ്ഞിന്റെ അപ്പൻ സീറോ മലബാർ ആണെങ്കിൽ ആ കുഞ്ഞിന്റെ അപ്പന്റെ ഇടവകയിൽ അത് എൻറോൾ ചെയ്യുമ്പോഴാണ് കൊച്ച് സീറോ മലബാർ ആകുന്നത്. അപ്പൊ നമ്മുടെ ബാപ്റ്റിസം ഏത് റൈറ്റിൽ സ്വീകരിക്കുന്നു എന്നുള്ളതല്ല നമ്മളെ ലാറ്റിനോ സീറോ മലബാർ ആക്കുന്നത്. അതാണ് ആ അസ്ക്രിപ്ഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റിൻ്റെ ഇത് വരുന്നത്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു പാരിഷ് വഴിയാണ് നമ്മൾ സീറോ മലബാർ സഭയിൽ അംഗമാകുന്നത്. അപ്പൊ നമ്മുടെ നേരത്തെ പറഞ്ഞ വീണ്ടും ആ ചോദ്യം നിങ്ങൾ ആവർത്തിക്കുകയാണെങ്കിൽ 2 പാരിഷിൽ ഒരേ സമയം മെമ്പർഷിപ്പ് പറ്റുമോ എന്നുള്ളതാണ്. 2 സ്ഥലത്ത് നമുക്ക് ഡൊമിസൈൽ ആകാം. അപ്പൊ ഈ ഞാൻ പറഞ്ഞത് 2 ഒപ്പീനിയൻ എന്ന് പറഞ്ഞത്, ചിലർ പറയുന്നു ഡൊമിസൈൽ ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി മെമ്പർഷിപ്പ് ഉണ്ട്. വേറെ ചിലർ പറയുന്നു ഓട്ടോമാറ്റിക്കലി മെമ്പർഷിപ്പ് വന്നാൽ മൾട്ടിപ്പിൾ മെമ്പർഷിപ്പ് വരും ഒരു അംഗത്തിന്, കാരണം പല സ്ഥലത്ത് മാറി മാറിയൊക്കെ താമസിക്കാം. അതേസമയം ഓട്ടോമാറ്റിക്കലി മെമ്പർഷിപ്പ് വരുന്നില്ല, അദ്ദേഹം ഇന്റൻഷനലി എൻറോൾ ചെയ്താൽ മാത്രമാണ് മെമ്പർഷിപ്പ് വരുന്നതെന്ന് ആണ് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ. കുറച്ചുകൂടി റീസണബിൾ ആയിട്ടുള്ളത്, പ്രായോഗികമായിട്ടുള്ളത് ആ ഒപ്പീനിയനാണ്. അങ്ങനെ അദ്ദേഹം ഇന്റൻഷനലി എൻറോൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ നിർദ്ദേശം ഇതാണ്: ആദ്യത്തെ ഇടവകയിൽ നിന്ന് ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് കൊണ്ടുവരാതെ ഒരു കാരണവശാലും ഇദ്ദേഹത്തെ ഈ 2ാമത്തെ രൂപതയിലോ പാരിഷിലോ അംഗമായിട്ട് എൻറോൾ ചെയ്യരുത്. ചെയ്താൽ നമ്മൾ നേരത്തെ പറയുന്ന കൺഫ്യൂഷൻ ഒഴിവാകുന്നില്ല. നമുക്ക് ആളെ കൂട്ടാൻ വേണ്ടിയിട്ട് മുതലക്കോടത്തെ മെമ്പർഷിപ്പ് തുടർന്നോട്ടെ, ഇവിടെ ഞങ്ങൾ അങ്ങനെ എനിക്ക് വേറെ എന്തെങ്കിലും ഒരു കാറ്റഗറി കണ്ടുപിടിക്കണം നമ്മൾ. ഇപ്പൊ ഞങ്ങൾ എറണാകുളത്ത് സിറ്റിയിൽ കുറേയേറെ പേര് ഈ പറഞ്ഞ ഇടുക്കി, പാല, കുട്ടനാട് അവിടെ ജോലിക്ക് വേണ്ടി നമ്മൾ താമസിക്കും. അവരാരും ഇടവക ചേരാൻ തയ്യാറല്ല. പക്ഷെ അവർക്ക് കുടുംബ യൂണിറ്റിൽ വരണം, കുട്ടികൾക്ക് കാറ്റഗിസത്തിൽ പോകണം, ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യണം. അപ്പൊ നമ്മൾ അവിടുത്തെ കുട്ടനാടിലുള്ള വികാരിച്ച് നമുക്ക് തന്നു വിടുന്നത്, അച്ഛാ ഇവര് അവിടെ മെമ്പർഷിപ്പ് എടുക്കുന്നില്ല, പക്ഷെ ഇവരുടെ എല്ലാ ആത്മീയ ആവശ്യങ്ങളും അച്ഛൻ അവിടെ നടത്തി കൊടുക്കണം. കൊച്ചുങ്ങൾ കാറ്റഗിസത്തിന് ചേരുന്നു, കുടുംബ യൂണിറ്റിൽ വരുന്നു, പക്ഷെ ചില കാര്യങ്ങൾ അവർക്ക് ഡിനൈഡ് ആണ്. എന്താണ് ഡിനൈഡ്? പാരിഷ് കൗൺസിൽ അംഗമാകണമെങ്കിൽ ഇടവകയിലെ മെമ്പർ ആയിരിക്കണമെന്ന് നമുക്ക് നിയമമാണ്. അപ്പോൾ ഒരു എലക്ഷൻ വഴി ഭാരവാഹിയായി വരാൻ അവർക്ക് പറ്റില്ല. ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ അവർക്ക് ചെയ്യാം. പക്ഷേ അവരുടെ മകളുടെ കല്യാണം ഇവിടെ നടക്കണമെങ്കിൽ കുട്ടനാടുള്ള പാരിഷിൽ നിന്ന് അവര് കുറി കൊണ്ടുവരാതെ നമുക്ക് എറണാകുളത്തെ പാരിഷിൽ നടത്താൻ പറ്റില്ല. അവർ 17 വർഷമായി ഇവിടെ താമസിക്കുന്നു എന്ന് പറഞ്ഞാലും അവിടെ നിന്ന് കൊണ്ടുവരാൻ. ഞാൻ പറഞ്ഞത് നമുക്ക് വിദേശികളുടെ ഒരു പ്രശ്നം മാത്രമല്ല, നാട്ടിലുള്ളവരുടെയും ഒരു പ്രശ്നമാണ്. അപ്പൊ ആളുകളോട് നമ്മൾ ചേരാൻ പറയുമ്പോൾ അവർ പറയാ വെച്ചാൽ തറവാട് അവിടെ ചേരുന്നില്ല. ആകെ ഈ കല്യാണത്തിന്റെയാണ് മെയിൻ ആയിട്ടൊരു വിഷയം വരുന്നത്. സർട്ടിഫിക്കറ്റ് മേടിക്കേണ്ടി വരും, കുറികളുടെ പ്രശ്നം വരും. അപ്പൊ അവിടുത്തെ അച്ഛനെ പോയി കാണേണ്ടി വരും, നമസ്കാരം കേൾക്കേണ്ടത് അവിടെ ആയിരിക്കും, വിളിച്ചു ചെല്ലേണ്ടത് ആ പള്ളിയിലായിരിക്കും. ഇവിടെ 20 വർഷമായെങ്കിലും ഇവിടെ നമുക്ക് വിളിച്ചു ചെല്ലില്ല. ഇത് നാട്ടിലുമുള്ള ഒരു വിഷയമാണ്. നമുക്ക് പുതിയ ഇത് കുറേ പേർക്ക് അസൗകര്യമാകുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ എന്തെങ്കിലും ഒരു കാറ്റഗറി നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ ഇങ്ങനെ വരുന്നവർ മിക്ക ഇടവകളിലും നമ്മൾ ടെമ്പററി മെമ്പർഷിപ്പ് ഉണ്ടോ എന്തെങ്കിലും പറഞ്ഞിട്ട് അച്ഛന്മാര് ഒരു രജിസ്റ്റർ സൂക്ഷിക്കുന്നവരുണ്ട്. യൂണിറ്റുകളുടെ മെമ്പർഷിപ്പിൽ അവരെ പെടുത്തുന്നുണ്ട്, പക്ഷെ ഇടവക മെമ്പർഷിപ്പ്. അച്ഛാ നമുക്ക് 4 പേരും കൂടെ കൈപ്പൊക്കിയിട്ടുണ്ട്. അച്ഛനെ ഇപ്പൊ സമയം 2 മണിക്കൂറായി. ഒരു സെക്കൻഡ്, അച്ഛന്റെ പ്രീനപ്ഷലിനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല. അത് വളരെ ഇമ്പോർട്ടന്റ്, നമ്മുടെ ഡാരൻ ആൻഡ് സീയുടെ കാര്യത്തിലുള്ള റെലവെന്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. പ്രീനുപ്ഷ്യൽ എൻക്വയറി ലാറ്റിൻ പ്രീസ്റ്റ് നടത്തുന്നതിന് അതൊരു അനോമലിയാണ് സത്യത്തിൽ. ഞാൻ പറഞ്ഞ ഈ ക്ലിയർ നിയമം പറഞ്ഞു കഴിഞ്ഞാൽ കോമ്പിറ്റന്റ് പാരിഷ് പ്രീസ്റ്റ് ആണ് ഈ പറയുന്ന പ്രീനുപ്ഷ്യൽ എൻക്വയറി നടത്തേണ്ടത്. ഇവിടുത്തെ കൺഫ്യൂഷൻ എന്താണ്? നമ്മുടെ രൂപത, ഈ ഗ്രേറ്റ് ബ്രിട്ടൻ രൂപത വരുന്നതിന് മുമ്പേ തന്നെ നിങ്ങൾ അവിടെ ലാറ്റിൻ ഇടവകയിലെ അംഗങ്ങളാണ്. ഈ രൂപത ഇല്ലാത്തപ്പോ നമുക്കൊരു സീറോ മലബാർ പ്രോപ്പർ രൂപത ഇല്ലാത്ത സമയത്ത് അവിടെ ചെന്നിരിക്കുന്ന എല്ലാ സീറോ മലബാറുകാരും അവരായിരിക്കുന്ന ലാറ്റിൻ ഇടവകകളുടെ പാസ്റ്ററൽ കെയറിന് ഏൽപ്പിക്കപ്പെട്ടവരാണ്. അപ്പൊ ആ വിധത്തിൽ അവര് നിങ്ങളെ പാരിഷ് മെമ്പേഴ്സ് ആയിട്ട് കരുതുന്നത് കൊണ്ടാണ് ഈ പറയുന്ന പ്രീനുപ്ഷ്യൽ എൻക്വയറി ആ വികാരിയച്ഛൻ നടത്തുന്നത്. നമ്മളിപ്പോ എനിക്ക് തോന്നുന്നു സറാമ്പിക്കൽ പിതാവായാലും സിനഡായാലും പറയുന്നത് രൂപത വന്നത് കൊണ്ട് സീറോ മലബാർ വികാരിച്ചനാണ്
പ്രീനപ്ഷ്യൽ എൻക്വയറി സത്യത്തിൽ നടത്തും. പക്ഷേ നിങ്ങളുടെ പ്രത്യേക സിറ്റുവേഷനിൽ നിങ്ങൾ ഈ സീറോ മലബാർ പള്ളിയിലേക്ക് പോയിട്ടില്ല, അതുമല്ല അത്രയും സംവിധാനങ്ങളൊന്നും നമുക്ക് ആയിട്ടില്ല, അവിടുത്തെ ദൂരം സംഭവങ്ങളെല്ലാം ഉണ്ട്. അപ്പൊ ഇതൊരു അണ്ടർസ്റ്റാൻഡിങ് ആണ്. ഈ പറയുന്ന ലാറ്റിൻ പ്രീസ്റ്റിന് പ്രീനുപ്ഷ്യൽ എൻക്വയറി നടത്താം. പക്ഷേ ഞാൻ പറഞ്ഞോണം, ഫരീദാബാദിൽ അവർ ചെയ്തിരിക്കുന്ന കാര്യം, ഈ ലാറ്റിൻ പ്രീസ്റ്റ് സീറോ മലബാർ പ്രീസ്റ്റിന്റെ കയ്യിലേക്ക് ഈ ഡോസിയർ അയച്ചു കൊടുത്ത് ഒരു നോൺ ഒബ്ജെക്ഷൻ മേടിക്കണം. ഇവർ ചെയ്യുന്നുണ്ട്. ഗ്രേറ്റ് ബ്രിട്ടനിലായാലും അങ്ങനെ ചെയ്യാനായിട്ട് ഒരു തടസ്സം പറയുന്നത്, ഞങ്ങൾ അറിയില്ല ഇയാളെ, ഈ അറിയാത്ത ആളെ സംബന്ധിച്ച് ഞങ്ങൾ എങ്ങനെയാണ് നോൺ ഒബ്ജെക്ഷൻ അയക്കും? അതൊരു റീസണബിൾ ചോദ്യമല്ലേ എന്ന് നമ്മൾ ചിന്തിക്കണം. റീസണബിൾ ആണ്. ഇനി അത് അത് നിങ്ങൾക്ക് പ്രായോഗികമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു, നമുക്കൊരു പുതിയ സൊല്യൂഷൻ കണ്ടുപിടിക്കണം. അത് സജി, അതിനകത്ത് നമ്മളൊരു സ്വാഭാവികമായി ഫർദർ ചോദ്യത്തിലേക്ക് പോകാതെ, അതാണ് നമ്മൾ റേസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഫോർത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് അത്. ഇവിടെ നമ്മൾ അച്ഛന് അതിനകത്ത് ഒരു 100% അതോറിറ്റി ആയിട്ട് എന്തൊരു പറയാൻ പറ്റില്ല. അയക്കാലും നമ്മൾ ഈസ്റ്റേൺ ഡിക്കാസ്ട്രിക്ക് അയച്ചിട്ടുണ്ടല്ലോ, അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അച്ഛാ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻ സമയമുണ്ടോ അതേ നമുക്ക് നിർത്തണം? എങ്ങനെയാണ്? 4 പേരും കൂടെ കൈവക്കിയിട്ടുണ്ട്. 2 മണിക്കൂർ സമയമായി. വേറെ ഇത് തന്നെ ആവർത്തിക്കാതെ വേറെ പുതിയ ചോദ്യം അതെ, എന്ന് പറഞ്ഞല്ലോ. ഓക്കെ. ഓക്കെ, നമുക്ക് ഇനി ചോദിക്കേണ്ടത് ബിട്ടാജ് ആണ്. ബിട്ടാജിന്റെ ചോദ്യം ഇതുവരെ എന്തായാലും ഉള്ള ചോദ്യത്തിന്റെ റിപ്പീറ്റേഷൻ ആണോ? അല്ല, ബിട്ടാജ് അല്ല ഓക്കെ അല്ല അല്ല അല്ല. ഓക്കെ, ചോദ്യം ശരി. റിപ്പീറ്റേഷൻ അല്ല. എനിക്ക് അയർലൻഡിൽ നിന്നുള്ള എന്റെ ചോദ്യം ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ ബിട്ടാജ്. റെഡിയാണെങ്കിൽ ചോദിച്ചേക്കാം. എന്റെ കാര്യം പെട്ടെന്ന് ഇത്രേ ഉള്ളൂ. ചോദിക്കണം, സ്ട്രൈറ്റ് ചോദ്യമായിരിക്കണം. ഓക്കെ, സ്ട്രൈറ്റ് ചോദ്യമാണ്. മുഖവരയൊന്നുമില്ല. ബിറ്റാജാണ്, കോവൻട്രിയിലാണ്. ഈ നമ്മുടെ മെമ്പർഷിപ്പ് നാട്ടിലെ ഇടവകയിലാണല്ലോ. അപ്പൊ അവിടെ നിന്ന് ഇവിടെ വന്നിച്ച് ഇവിടെ ഒരു ഫോം പൂരിപ്പിച്ച് കൊടുത്തു എന്നും പറഞ്ഞിട്ട് നമ്മളെ നാട്ടിൽ നിന്ന് അവർ ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതയ്ക്ക് നാട്ടിലെ രൂപതയെന്ന് ഇവരുടെ മെമ്പർഷിപ്പ് ഇങ്ങോട്ട് വലിച്ചെടുക്കാൻ പറ്റുമോ, അതോ നമ്മൾ തന്നെ ഇവിടെ കൊണ്ട് ചേർത്താലേ ചേർക്കാൻ പറ്റുള്ളൂ എന്ന് അറിയണം. ഇവിടെ നിങ്ങൾ ഫോം പൂരിപ്പിക്കാൻ ചേർക്കണം. അപ്പൊ നിങ്ങൾ രൂപതയ്ക്ക് അറിയാതെയൊന്നും അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പൊ പിന്നെ എനിക്ക് എന്റെ പിള്ളേരുടെ കല്യാണം നടത്തണമെങ്കിൽ എന്റെ നാട്ടിലെ ഇടവകയിൽ നിന്ന് ഒരു ലെറ്റർ മേടിച്ചാല് ലെറ്റർ ചോദിക്കാനുള്ള റൈറ്റ് ഇല്ലേ? നാട്ടിലെ ഇടവകയിൽ നിന്ന് ചോദിച്ച് ഇംഗ്ലണ്ടിൽ വെച്ച് നടത്താനായിട്ട് ഇംഗ്ലണ്ടില് ലത്തീൻ രൂപതയെ വെച്ച് നടത്തണമെങ്കിൽ അതിനുള്ള റൈറ്റ് ഇല്ലേ എന്നാണ് എന്റെ ചോദ്യം. ഗ്രേറ്റ് ബ്രിട്ടൻ സീറോ മലബാർ രൂപത എന്തിന് എന്റെ കൊച്ചിന്റെ കല്യാണത്തിന് ഒബ്ജക്ട് ചെയ്യുന്നു? ഇല്ല, ഒബ്ജക്റ്റ് ചെയ്യില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ ഇവിടെ ടോം ചേട്ടൻ പറഞ്ഞ മുതലക്കോടം തന്നെ എപ്പോഴും പറയാം. അപ്പൊ മുതലക്കോടത്താണ് മെമ്പർഷിപ്പ്. ടോം ചേട്ടന്റെ പിള്ളേരുടെ കല്യാണം ലാറ്റിൻ പള്ളിയിൽ നടത്തണമെങ്കിൽ മുതലക്കോടത്തുനിന്ന് എഴുത്ത് മേടിച്ചാൽ മതി. അപ്പൊ എല്ലാ പ്രോസസ്സും നടത്തേണ്ടത് മുതലക്കോടത്തായിരിക്കണം. അല്ല, എല്ലാ പ്രോസസ് എന്ന് പറഞ്ഞാൽ എനിക്കിവിടെ കോവൻട്രിയിലെ ലത്തീൻ പള്ളിയിൽ വെച്ചാണ് എന്റെ കൊച്ചിന്റെ കല്യാണം നടത്തേണ്ടതെങ്കിൽ എനിക്ക് മുതലക്കൊടുത്തെന്ന് എന്റെ ലെറ്റർ മേടിച്ചോണ്ട് വന്നാൽ എന്റെ മാത്രമേ. അച്ഛാ, അങ്ങനെയാണെങ്കിൽ എന്റെ മകൻ തന്നെയാണ് ഇവിടുത്തെ ഈ വിഷയം. എന്റെ മകന്റെ ലെറ്റർ ഞാൻ കിടങ്ങൂർ പള്ളിയിൽ നിന്ന് അച്ഛന്റെ ലെറ്റർ വാങ്ങിച്ചോണ്ട് വന്നു. എന്നിട്ട് എന്തുകൊണ്ട് എന്റെ മകന്റെ കല്യാണം നടത്തി തന്നില്ല? ഈ ലത്തീൻ പള്ളിയിൽ നടത്തി തന്നില്ല. ഇല്ല. കൂടുതലായിട്ട് സീറോ മലബാറിന്റെ ഗ്രേറ്റ് ബ്രിട്ടൻ ബ്ലോക്കിംഗ് ലെറ്റർ അല്ലേ അയച്ചത്? ആ ലെറ്ററിന്റെ കോപ്പി ഞാൻ വായിച്ചിരുന്നു. ഇത് പ്രോപ്പർ പാസ്റ്റർ അല്ല, പ്രോപ്പർ പാസ്റ്റർ ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതയാണെന്നാണ് ഗ്രേറ്റ് ബ്രിട്ടൻ പറയുന്നത്. ഞാൻ കോട്ടയം ജില്ലയിലെ കിടങ്ങൂർ പള്ളിയിൽ നിന്ന് അവന്റെ മാമോദീസ സർട്ടിഫിക്കറ്റും അവന്റെ എല്ലാ ലെറ്ററുകളും മേടിച്ച് ഇവിടെ കൊണ്ടുവന്നു. ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ അവര് പറയുന്നത്, നീ ഇതിവിടെ വാല്യൂ അല്ല. ഞാൻ ഇവിടെ സീറോ മലബാർ ഗ്രേറ്റ് ബ്രിട്ടൻ രൂപത ഇവിടെ വന്നിരിക്കുന്നതുകൊണ്ട് ഇവിടെ മെമ്പർഷിപ്പ് എടുത്താൽ മാത്രമേ വിവാഹം നടത്തുള്ളൂ എന്ന് പറഞ്ഞു. ഞങ്ങൾ പോകുന്ന വാക്കബിൾ ഡിസ്റ്റൻസിലുള്ള ലാറ്റിൻ പള്ളിയിലെ അച്ഛൻ എല്ലാവിധ പേപ്പറുകളും തന്നു. അവിടെ പ്രീ മാരേജ് കോഴ്സ് നടത്തി, എവറിത്തിങ് ഓക്കെ. ഞങ്ങൾ പള്ളി ബുക്ക് ചെയ്തു. ആ ലാറ്റിൻ പള്ളി ഇവർ ബ്ലോക്ക് ചെയ്തു. അതെങ്ങനെ നടക്കുമെന്നേരം? അല്ല, രണ്ട് സംഭവങ്ങളാണ് എനിക്ക് തോന്നുന്നു. ഒന്നുണ്ടല്ല, ഈ നാട്ടിൽ അല്ല ഞാൻ പറഞ്ഞത് ഈ മാരേജ് നടത്തുന്നതുമായിട്ടാണ് കൺഫ്യൂഷൻ. അതായത് ചാറ്റിന്റെയും പെണ്ണിന്റെയും ഇടവകയിൽ നിന്നുള്ള കുറികളുമായിട്ട്
നമ്മളൊരു തേട് പള്ളിയിൽ കല്യാണം നടത്തുന്നു എന്ന് വിചാരിക്കും. ഇപ്പൊ നാട്ടിലും അങ്ങനെ നടക്കുന്നുണ്ടല്ലോ. ഇപ്പൊ നാട്ടിൽ ഇപ്പൊ വല്ലാർപാടം പള്ളി ലാറ്റിൻ പള്ളിയാണ്, മാതാവിന്റെ തീർത്ഥാടന കേന്ദ്രമാണ്. ഇപ്പൊ നമ്മുടെ അടുത്ത് വന്നിട്ട് ചെറുക്കൻ സീറോ മലബാറാണ്, പെണ്ണ് സീറോ മലബാറാണ്. അവര് പറയാണ് മാതാവിനൊരു നേർച്ച നേർന്നെന്ന് ഈ കല്യാണം സാധ്യമായത്. ഞങ്ങൾ കല്യാണം ലാറ്റിൻ പള്ളിയിൽ വെച്ച് നടത്താൻ ആഗ്രഹിക്കുന്നു, വല്ലാർപാടം പള്ളിയിൽ വെച്ച്. സാധാരണ രീതിയിൽ നമ്മൾ രണ്ട് സീറോ മലബാറുകാരാണ് സീറോ മലബാർ പള്ളിയിലാണ് കല്യാണം നടത്തേണ്ടത്. പക്ഷെ ഒരു സ്പെഷ്യൽ സിറ്റുവേഷനിൽ അവർ വന്ന് ചോദിക്കുമ്പോൾ ഇതിനൊരു സ്പെഷ്യൽ പ്രൊസീജിയറാണുള്ളത്. ഈ രണ്ട് ചെറുക്കന്റെ വികാരിയും പെണ്ണിന്റെ വികാരിയും കുറികൾ റെഡിയാക്കിയിട്ട് ഈ വല്ലാർപാടം പള്ളി ഏത് സീറോ മലബാർ പള്ളിയുടെ അതിർത്തിയിലാണോ ഉള്ളത്, ആ സീറോ മലബാർ പള്ളിയിലെ വികാരിച്ചിന്റെ നോൺ ഒബ്ജക്ഷനോട് കൂടി ആ കുറികൾ വല്ലാർപാടത്ത് കൊണ്ടുചെന്നാണ് ആ കല്യാണം അവിടെ നടത്താം. കെട്ടിക്കാൻ സീറോ മലബാർ അച്ഛൻ ചെന്നാൽ അവർ സീറോ മലബാർ റീത്തിൽ നടത്തിക്കോളാൻ പറയും, അല്ലെങ്കിൽ ലാറ്റിൻ റീത്തിൽ ആ പള്ളിയിൽ നടക്കും. പക്ഷെ നിങ്ങൾ, എനിക്ക് തോന്നുന്നു രണ്ടാമത്തെ സിറ്റുവേഷൻ നിങ്ങൾ പറയുന്നത് ഈ കുറികളുമായിട്ടല്ല വരുന്നത്. ഈ നാട്ടിൽ നിന്ന് മാമോയിസ സർട്ടിഫിക്കറ്റും ഫ്രീ സ്റ്റേറ്റ് സർട്ടിഫിക്കറ്റും മേടിച്ചു കൊണ്ടുചെന്ന് അവിടെ ലാറ്റിൻ ഇടവകയിൽ കല്യാണം നടത്തണമെന്ന് പറയുമ്പോഴാണ് അവിടെ അടുത്തുള്ള സീറോ മലബാർ പ്രീസ്റ്റിന്റെ ഈ പറയുന്ന നോൺ ഒബ്ജക്ഷനൊക്കെ പറയുന്നതായിരിക്കും. അതേസമയം ഈ ചെറുക്കന്റെയും പെണ്ണിന്റെയും വികാരിമാര് വിളിച്ച് എഴുതി തടസ്സമില്ല എന്ന് പറയുന്നു, ഇവരുടെ പ്രീ സ്റ്റേറ്റ് വെരിഫൈ ചെയ്യുന്നു, അവർ മാരേജ് കോഴ്സ് കൂടിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നു, അവരുടെ നമസ്കാരം കേൾക്കും, ഈ പറയുന്ന എല്ലാ പ്രിപ്പറേറ്ററി കാര്യങ്ങളും ചെയ്തിട്ട് നമുക്കൊരു തേട് പള്ളിയിൽ വെച്ച് കല്യാണം നടത്തുന്നതിന്, അത് നാട്ടിൽ പോലും നമ്മൾ ലത്തീൻ പള്ളിയിൽ അനുവദിക്കുന്നതാണ്. അത് പുറത്തെ പ്രത്യേക സാഹചര്യത്തിൽ ലാറ്റിൻ പള്ളിയിൽ നടത്തുന്നതിന് ബുദ്ധിമുട്ടില്ല. അതാ നമ്മൾ പറയുക, ആ ലാറ്റിൻ പള്ളി വരുന്ന സീറോ മലബാർ പള്ളിയിലെ അച്ഛന്റെ ഒരു നോൺ ഒബ്ജക്ഷൻ അതിന് വേണം. അതാണ് സഭയുടെ നയം. അച്ഛൻ ഒരു കാര്യം ആഡ് ചെയ്യാനുണ്ട്. എന്റെ വിനൂന്നാണ്. ഒന്ന് പറഞ്ഞോട്ടെ. അല്ല, ഈ പർട്ടിക്കുലർ കേസില് അല്ല, ഇതിനകത്ത് പറഞ്ഞാല് സിബിച്ചേട്ടന്റെ കേസ് എന്ന് പറഞ്ഞാല് കോട്ടയം രൂപതയുടെ ഇതാണ്. കോട്ടയം രൂപത എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായ രീതിയിൽ നിൽക്കുന്നതാണ്. അപ്പൊ നമ്മുടെ സീറോ മലബാറിലെ കാനൻ ലോ കോട്ടയം രൂപതയായിട്ട് വരുമ്പോൾ എന്തെങ്കിലും ഡിഫറെന്റ് ആണോ എന്നും കൂടി അറിയാൻ വേണ്ടിയാണ് ചോദിച്ചത്, ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി. ആ കോണ്ടസ്റ്റിലാണ് അച്ഛൻ സംസാരിച്ചതാണ് ശരിയാവുള്ളൂ തോന്നുന്നത്. കോട്ടയം രൂപതയുടെ പർട്ടിക്കുലർ സംഭവം എനിക്ക് അത്ര ആകെ ഞാൻ കേട്ടിട്ടുള്ള വ്യത്യാസം, അവര് കോട്ടയം രൂപതയിൽ നിന്ന് പുറമേ ഉള്ള ഒരാളെ കല്യാണം കഴിക്കുമ്പോൾ നിയമങ്ങൾ വ്യത്യാസമുണ്ട്, അതല്ലെങ്കിൽ സെയിം നിയമങ്ങളാണെന്നാണ് എന്റെ അറിവിട്ട. എനിക്ക് അത്രയും ഡീറ്റെയിൽ അറിഞ്ഞുകൂടാ. 4 ചോദ്യങ്ങൾ ഞാൻ ഒരു മോഡറേറ്റർ എന്ന നിലയ്ക്ക് അച്ഛൻ്റെ അനുഭവത്തോടു കൂടി ഈ മീറ്റിങ്ങിന് ഔട്ട്സൈഡ് ഞാൻ തന്നെ അയച്ചു തരാം. കാരണം ഇല്ലെങ്കിൽ സമയമായി. അച്ഛന് 2.5 മണിക്കൂർ കഴിഞ്ഞ മീറ്റിംഗ് എടുത്തു എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ വിചാരിച്ചു അയ്യോ എന്ന് പറഞ്ഞു. ഇപ്പൊ 2.5 മണിക്കൂർ ആകാൻ പോവുകയാണ്. അപ്പൊ അത് കാരണം അയർലൻഡിൽ നിന്നുള്ളത് ഒരാളുണ്ട്, ജോസൻ, സജി കുടില്, നാൻസി, ജിമ്മി. നിങ്ങളുടെ 4 പേരുടെ ചോദ്യം എനിക്ക് ദയവ് ചെയ്ത് അയച്ചു തരിക. ഞാൻ അച്ഛൻ അയച്ചു കൊടുത്തിട്ട് ഉറപ്പായിട്ട് മറുപടി. അച്ഛന്റെ നാട്ടുകാരനാണോ? അതെ, ശരി. പേര് പറഞ്ഞോളൂ. ഓക്കെ. അപ്പൊ നമുക്ക് 4 ചോദ്യം അയച്ചു തരിക, എനിക്ക് തന്നെ അയച്ചു തരിക. എൻ്റെ ഇമെയിൽ വാട്സാപ്പ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും അച്ഛനോട് പറഞ്ഞിട്ട്. ബിന്ദു ജോസഫാണ് അച്ഛനൊരു താങ്ക്സ് പറയാനായിട്ട് പറഞ്ഞിരിക്കുക. ബിന്ദു ദീപയാണോ ബിന്ദു ആണോ? ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ദീപയുണ്ടോ? ബിന്ദു? Can you please extend a very brief thanks to Father Biju and all the participants, please, on behalf of the forum? എന്നെ കേൾക്കാമോ? കേൾക്കാം ബിന്ദു. കേൾക്കാം. ഓക്കെ. പ്രൈസ് ദി ലോർഡ്. അച്ഛാ, താങ്ക് യു. ആദരണീയനായ ബഹുമാനപ്പെട്ട ഡോക്ടർ ഫാദർ ബിജു പെരുമായൻ, ബഹുമാനപ്പെട്ട ടോമി ചേട്ട, സൈ ചേട്ടൻ, ആൻഡ് ഓൾ ദ ഫാക്കൽറ്റി മെമ്പേഴ്സ് ഓഫ് ദ ഫോറം. തീർച്ചയായും അച്ഛനെ പോലെ ആദരണീയനായൊരു വ്യക്തിയെ ഞങ്ങളുടെ ഈ ഫോറത്തിൽ ഒരു ക്ലാസ് എടുക്കാൻ കിട്ടുക ശരിക്കും ഞങ്ങളെ സംബന്ധിച്ചോളം വളരെ ലക്കിയാണ്. ഞങ്ങൾ UK സീറോ മലബാർ ഫെയ്ത്ത് ആൻഡ് ജസ്റ്റിസ് ഫോറത്തിന്റെ പേരിലും ഇന്നത്തെ ഇൻട്രഡക്ഷന് കാനൻ ലോ എന്ന വിഷയത്തിൽ വ്യക്തതയോടെയും പ്രായോഗികതയോടും കൂടി ഈ സെഷൻ നയിച്ച ഫാദർ
ഡോക്ടർ ബിജു പെരുമായനച്ചനോട് ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഒപ്പം ഈ ക്ലാസ് അറേഞ്ച് ചെയ്യുന്നതിനും ഇങ്ങനെ ഒരു ഇവന്റ് കോർഡിനേറ്റ് ചെയ്യുന്നതിനും വേണ്ടി ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാ ഫാക്കൽറ്റി മെമ്പേഴ്സും പ്രിയപ്പെട്ട ടോം ചേട്ടനോടും വളരെ ആത്മാർത്ഥമായ നന്ദി രേഖപ്പെടുത്തുന്നു. ക്യാനലോ സംബന്ധിച്ച് വ്യക്തമായ അറിവ് ഓരോ വിശ്വാസിയുടെയും അടിസ്ഥാന ആവശ്യമായിരിക്കുമ്പോഴും പലപ്പോഴും അത് വിശ്വാസികൾക്ക് ലഭിക്കാതെ പോകുന്ന ഒരു യാഥാർത്ഥ്യം നമുക്ക് മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഫോറം ചില സമർപ്പിതമായ വിശ്വാസികൾ ചേർന്ന് വിശ്വാസികളുടെ അവകാശങ്ങൾ മനസ്സിലാക്കാനും അവ സംരക്ഷിക്കാനും നടത്തുന്ന ഒരു വിനീതമായ ശ്രമമാണ്. ഭാവിയിൽ ഈ പ്രവർത്തനം മറ്റു രാജ്യങ്ങളിലേക്കും വ്യാപിപ്പിക്കാൻ ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് തീർച്ചയായും അച്ഛൻ്റെ ഈ സേവനം, അച്ഛൻ്റെ ഈ സഹായം ഞങ്ങൾ എന്ന് നന്ദിയോടെ സ്മരിക്കുന്നതായിരിക്കും. തുടർന്നും അച്ഛൻ്റെ തുടർന്നുള്ള മാർഗനിർദ്ദേശവും പിന്തുണയും ഈ ഫോറത്തിനായി അഭ്യർത്ഥിക്കുന്നു. അച്ഛൻ്റെ സാന്നിധ്യവും പിന്തുണയും ഞങ്ങൾക്ക് വലിയ ശക്തിയും പ്രോത്സാഹനവുമാണ് നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സമയം കണ്ടെത്തി ഈ അറിവ് ഞങ്ങളുമായി പങ്കുവച്ചതിനും ഇതിനോടൊപ്പം സഹകരിച്ച എല്ലാ വിശ്വാസികൾക്കും, സഭയുടെ നല്ല പ്രവർത്തനങ്ങൾ മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന എല്ലാ വിശ്വാസികൾക്കും ഫോറത്തിന്റെ പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു വെരി മച്ച്.